ഹലോ ഹലോ. ബ്രദർ എവിടെ? എവിടെയായിരുന്നു? ഹായ്. ക്യാമറ അതൊക്കെ വർക്ക് ചെയ്യണ്ടല്ലേ? നൈറ്റ് ബോട്ടൊക്കെ പക്ഷേ നൈറ്റ് ബോട്ടൊക്കെ ചത്തുന്ന് വിചാരിച്ചു. ജപ്പാനിലെ മണ്ണി നല്ല കാലത്തിന് ശേഷം ലൈവിലെത്തിയ ദിവസം. ക്യാമറ ഓണാക്കളാ, ക്യാമറ ഓണാക്കാണ് ധൃതി. ഋഷി വളരെ ബ്രദറയുടെ ഞാൻ വിചാരിച്ചു നിങ്ങൾ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. വെറുതെ ഒന്ന് ഓണാക്കി നോക്കിയതാ, ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടെല്ലാവരും. കോൾഡാടാ, ജലദോഷ. കുറേ നാളെ ലൈവ് ഇടണം എന്ന് വിചാരിച്ചിരിക്കുന്നു. സെറ്റാവണ്ടേ ബ്രോ? മൊബൈലൊക്കെ ഒന്ന് സെറ്റാവണ്ടേ? മൊബൈൽ സെറ്റാവണം. ജോലി ഇല്ലാണ്ടിരുന്നിട്ട് കുറേ നാളായി. ജോബ് ഉണ്ടാകുമ്പോൾ അടുക്കളയിലേക്ക് ലൈവ് വരാനായിട്ട്. രാത്രി വീട്ടിലെത്തുമ്പോൾ 10 മണിയാവും. 10 മണി കഴിയും. അതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങളൊക്കെ പാക്ക് ഓപ്പണിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല. നിങ്ങളല്ലേ ഇപ്പോഴും മലബാറായി കളിച്ച്? നീ അവിടെ ഞാൻ കണ്ടു, നിന്നെ ഞാൻ കണ്ടു. അത് വെറുതെ ചുമ്മാ വിളിച്ചാടാ. ഇന്നലെ ആണ് അവൻ്റെ സ്ട്രീമുണ്ട്. ജോബ് എന്താണ്? ജോബ് ഒരു ജോബ് അടക്കേ. ജോബ് ഈ ലോജിസ്റ്റിക്സ് ആണ്. എന്നൊക്കെ ഓർമ്മയുണ്ട് തന്നാ, പിന്നെ നിന്നെ ഓർമ്മയില്ലേ? ഷീഡായി പറടാ. കളിക്കാൻ പാടാന്നാ? വയ്യാണ്ടിരിക്കാന്നറാ. എപ്പോഴും വയ്യ, ജലദോഷ. സെയിൽസാണ് അല്ലടാ, മാനേജറാ. സെറ്റാക്കാനുണ്ടാ. ക്യാമ ഓണാക്കാം. വെയിറ്റ്, കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. ഓവറിലൊന്നും സെറ്റ് ചെയ്തിട്ടില്ലയോ? ഇതല്ല പബ്ജി എന്നാ. പബ്ജിയും ഓൾറെഡി തന്നെ കളിക്കാറില്ലേ? അഞ്ചു പേരൊക്കെ വാച്ചിങ് ഉണ്ട് എപ്പോഴും. ചേടാ ഞാൻ ആലോചിക്കുന്നു ആരെങ്കിലൊക്കെ വാച്ചിങ് വരാവും. ഇത് പോർട്ടില്ല. ഏത് പോർട്ടിലാന്നാ? നൈറ്റ് 9 മണി. നീ ഇപ്പോഴും കളിക്കാറുണ്ടോ പബ്ജി? ജലദോഷം. ക്യാമറ ഓണാക്കാം. ക്യാമറ ഓണാക്കി നോക്കാം. പക്ഷെ ഭയങ്കര സീനായിട്ടിരിക്കാതാ. എന്താ പറയാ, കോൾഡായിട്ടിരിക്കുക. കോൾഡ് 7 മാസത്തിന് ശേഷം. 7 മാസമായില്ല ലൈവ് ഇട്ടിട്ട്. ദൈവമേ, ഡെയിലി 1 മണി വരെ എന്താ 1 മണി വരെ? ആരണ്ട 1 മണി വരെ ഇരിക്കുന്ന നിൻ്റെ കൂടെ? ഇപ്പോഴും പബ്ജി കളിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ഇന്നലെ കാസ്ട്രോണിൻ്റെ ലൈവ് നോക്കിയപ്പോഴുണ്ട് ആകെ 200-300 പേരാണ്ട് വാച്ചിങ്. ഞാനപ്പോൾ ആലോചിച്ചു എന്തോരം വാച്ചിങ് ഉണ്ടായിരുന്ന ആൾക്കാരാ. പബ്ജി ഒന്നും ഇപ്പോൾ ആർക്കും വേണ്ട. ക്യാമറ ഓണാക്കി കേട്ടോ, പേടിക്കണ്ടവരും കണ്ടിട്ട്. അയ്യോ, ക്യാമറ അടിച്ചു പോയി ഗൈസ്. വന്ന് ഞാൻ നൈറ്റ് ബോട്ട് മിണ്ടാണ്ടിരി അടിയാ. പിള്ളേരൊക്കെ വന്നപ്പോഴേക്കും അവൻ തുടങ്ങി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇന്ന് ഞാൻ പോട്ടെ. BGMI പുഷ് ചെയ്യാൻ പോവാ. നീയൊക്കെ BGMI ഇപ്പോൾ? ഞാൻ പുഷിങ് കഴിഞ്ഞതാ. വർക്ക് പ്രഷർ ഉണ്ടോ ആടൊക്കെ? വർക്ക് ജോബിന് പോകുമ്പോൾ ഭയങ്കര സീനാ. കാലത്ത് 7 മണിക്ക് പോയി കഴിഞ്ഞാൽ രാത്രി 10 മണി നമ്മൾ വരുള്ളൂ. അതായത് ഓഫൊന്നുമില്ല. ആലോചിക്കുക, ഓഫില്ല. ഓഫ് എടുക്കണമെങ്കിൽ എടുക്കാം ഇടയ്ക്ക്.
അവർക്ക് പ്രശ്നം സൗണ്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ മാത്രം സൗണ്ട് കേൾക്കാത്തുള്ളൂ. ഇതിപ്പോൾ വെറുതെ ചുമ്മാ ലൈവ് ഇട്ടാടാ, നാളെ തൊട്ട് സെറ്റ് ചെയ്യാം. കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. ഇതിപ്പോൾ ക്യാമറ തന്നെ ഓൺ ആക്കണം എന്ന് എവിടെയാ വർക്ക് പ്ലേസ് എന്നാ തൃശ്ശൂർ പുതുക്കാട് എന്ന് പറയും. ഒരു കളി കളിച്ച് പോവാന്ന് വെച്ചിട്ട് വന്നതാ. അതാരം Well, hello, welcome one and all. It's a pleasure to have you with us. As you can see, we are all set. The game should be a truly entertaining one, whichever side of it you find yourself on. We have a grand mass of noise and colour, and the juices are flowing. And expectations are rising, and decibel levels are rising. The noise is quite something. You can feel what football means to the people in this part of the world. We have already started here. That's just playing it safe and simple. Neither of these two want to come off second best. ഇനിയിപ്പോൾ എന്തായാലും കുറച്ചാൾ ജോബില്ലെങ്കിൽ ഞാൻ ലീവ് എടുത്തിരിക്കുക. And here's Mbappe. Well, the defence proved infallible then. ഞാൻ 1.5 മാസമായി ജോബിന് പോകണ്ട്. അപ്പൊ സെറ്റ് ലൈവ് സെറ്റ് മടി പിടിച്ച് I'd say Petr Cech. I'm trying to come up with a flaw in his game and I can't. Dependable and strong in every aspect of a goalkeeper's job, and he breeds confidence for his defence. That's a sharp pass. Maradona showed plenty of zest in getting to the ball, but couldn't quite sort it out. And into the grateful arms of the keeper. He's a sharp little ball here. Well, there's a probing ball. Now that looks a decent ball. Can he spark a counter here? And that is as far as they're going to go. And that could set him on his way. Cafu. Vinicius Junior. And here's Mbappe. Messi receives it in a good position here. Maradona. He's got full. It's anyone's ball now. Cleared without complication. Now it's Mbappe. It's a goal kick. Looks to clip it forward, and he's been shifted off it. So still we are where we began. It's 0-0. McAllister. Look, it's a run, and he'll shoot here. Loose ball now, and there's a chase on to retrieve it. De Bruyne. If they want to counter, they could do with more speed. He's in, shapes to shoot. They've got to be quick to recover this. And that is going to be the final action of the first half. Truth be told, perhaps it's not the game that many anticipated, but there is lots to be seen in it, lots to be taken from it.
Plenty for the key figures to mull over, but it remains goalless. No goals at this stage, but certainly not devoid of action. It is 0-0 here at half-time. So we're straight back at it at the start of the second half. So neither side has yet broken through. Besiktas applying the press here, a high press. Yeah, we see this so often these days, but it does demand an awful lot. In for the pieces! It's in! Well, what a time for the captain to step up and put his team in front again, but while it doesn't necessarily guarantee a win here, it's a wonderful early boost in this second half. Some heroic goalkeeping, but even that couldn't save them this time. Yeah, his instinct told him that the keeper would struggle to cope with that, so top marks for him following up. I think it's really sharp play, it was well read, and he was a little quicker than everybody else. A 1-0 lead established. Oh, half-time has been a blessing for this team. You know, what a great start to the second half. And he's certainly onside here. Well, it didn't look good for a while, but that was brave defending, and they got away with it. Well, that tackle was immense, and shot a goal! And it's in! And the lead lost no time at all! Well, going behind has simply triggered a collective determination to hit back, and they meant nothing less. Beautifully dispatched. There was no reaching that. He had the whole picture in his head, Peter. He didn't even look at the goalkeeper. അന്നെങ്ങനെയാലും ജോബ് നടക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കയറിയിട്ട് പിന്നെ അവിടുത്തെ മാനേജർ ഉഡായിപ്പ മാനേജറായിരുന്നു. അപ്പോൾ അവൻ എന്നെ പിടിച്ചിരുത്തും മാനേജറിൻ്റെ സീറ്റിൽ. ഇടയ്ക്ക് എന്നെ വിടൂല ഡെലിവറിക്ക്. എന്നിട്ട് അവൻ ലീവ് എടുത്തിട്ട് എന്നെ അങ്ങനെ ഓരോന്ന് പഠിപ്പിച്ച് അവിടെ ഇരുത്തും. ഇത് ചെയ്താൽ മതി അത് ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അവന് സാറ് വെച്ചപ്പോൾ കാര്യങ്ങളൊക്കെ ആര് ചെയ്തിരുന്നു വെച്ചപ്പോൾ ഞാൻ ചെയ്തിരുന്നു. അങ്ങനെ സാർ എന്നെ പിടിച്ച് പ്രൊമോട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് ഞാൻ മാനേജറായി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ പ്രൊമോഷൻ Vinicius Junior, Rijkaard was in no mood for any of that. And the keeper has reacted superbly there. I think he's done great there, both reading it and dealing with it. Substitution for Besiktas, number 24. Besiktas can now introduce the first of their substitutes. Yeah, there's going to be a significant change of approach, I think. They really are shaking up their attack now. And now a sudden chance to counter. Closing in on the last quarter of an hour. Cafu. Messi. It's a good-looking cross. Keeper's dealt with that. He's felt that, hasn't he? De Bruyne. That has been knocked clear. Besiktas showing a good level of intensity at this stage. They're calling on all their resources now. A searching ball that into space. Shevchenko. He's found a way through. Sanchez defending his corner stubbornly, stood up very well to his man. That is good pressure, just hounded him off it. And he's in on goal, and Messi! More pressure on the opposition goal. This is proving to be a very good spell. The intensity is great, but they've got to make it count. Substitution for Besiktas, number 10. Well, they've got to get everyone forward, maybe even the keeper. Messi. Climbs up big!
He's missed, but not by that far. Yeah, he may have snatched it down a bit, even though it was quite close. അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ സ്കോപ്പുള്ള അവിടെ ലോജിസ്റ്റിക്സ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോപ്പ് നല്ല സ്കോപ്പാണ്. ഇനി ഇൻ ഫ്യൂച്ചർ ആയാലും Great feet there. നല്ല സ്കോപ്പുള്ള സംഭവമാണ് ലോജിസ്റ്റിക്സ്. McAllister is always scanning the pitch for targets. Rummenigge, Gavi, എടാടാ ഫുൾ ടച്ച് ഇടടാ പട്ടി. Ribery. That's at the end. ഫുൾ A ടച്ച് ഒക്കെ draw നിർത്തി and ചെയ്തല്ലേ. a highly unpredictable one. Their share of mention momentum shifts. device എടുത്ത് നല്ല Highly device entertaining എടുത്ത് until the very end. അത്യാവശ്യം കളിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും സാധനങ്ങളെല്ലാം സംഭവങ്ങൾ സ്കില്ലും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തു. Undeservedly so. Please kindly remove any cars parked on the After all road of that, outside Jim, the stadium. what are you thinking? Well, a decent draw, Peter, with a good mix of action and plenty of talking points, and it ended with the right result, in my opinion. Well, thanks to Jim alongside me, and as the fans make their way home, so must we. ഞാൻ കുറെ കാർഡുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നടാ, ഞാൻ കാണിച്ചു തരാം. മൈ ടീം എന്തിങ്ങനെ എടുക്കണേ സോർട്ടിലല്ലേ ഓവറോൾ റേറ്റിംഗ് അത്യാവശ്യം അതിൻ്റെ ഇടയിൽ 7 മാസത്തിൻ്റെ ഇടയിൽ കോയിൻ മൈനസ് നോക്കണ്ടോ. ഞാൻ ഐ ഒ എസിലല്ലേ ഇപ്പോഴുള്ള ആൻഡ്രോയിഡ് അയക്കുക. ഞാൻ ഈ അക്കൗണ്ട് 2 കൊല്ലം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എടുത്തതാണ്. അപ്പോൾ അവൻ അന്ന് ഈ കോയിൻ പർച്ചേസൊക്കെ ചെയ്തിട്ട് മൈനസ് ആയി കിടന്നിരുന്നു. അപ്പോൾ അവൻ്റെ ആൻഡ്രോയിഡ് ആയിരുന്നു. അപ്പം ഞാൻ ഐ ഒ എസ് ആകാരം വാങ്ങിയതാണ്. ഐ ഒ എസ് ആകാരം ഞാൻ എടുത്തു. എനിക്ക് സീനല്ലോ ഐ ഒ എസിൽ മൈനസ് കാണിക്കില്ല. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 7 മാസം മുമ്പ് ലൈവ് ഇട്ടിരുന്നപ്പോഴും മറ്റേ ഐപാഡിൽ കളിച്ചിരുന്ന സീനില്ല. ഇപ്പോഴാണ് ഞാൻ ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിയത്. എനിക്ക് എന്തെങ്കിലും സ്പിൻ ചെയ്യുമ്പോൾ ഞാൻ അതിൽ സ്പിൻ ചെയ്യുള്ളൂ നെറ്റ് ഡിവൈസിൽ. അതിൽ മൈനസ് കാണിക്കില്ല, ഇതിൽ മാത്രം മൈനസ് കാണിക്കുള്ളൂ, വേറെ സീനില്ല. ഏതാ ഡിവൈസ് എന്നാ IQ13 IQ13 എടുത്ത് IQ13. അതിന് ശേഷം കുറേ കാർഡുകളൊക്കെ എടുത്തിട്ടാ. ഈ എംബാപ്പയുടെ ബ്ലിറ്റ്സ്, ബെയിലിൻ്റെ കാർഡ്, പിന്നെ സുവാരസിൻ്റെ ബിഗ് ടൈം, പിന്നെ നെസ്റ്റ, ഒലിവർ ഗാൻ, റിബറി, ചെക്ക്, പിന്നെ അതിനു ശേഷം എടുത്തിട്ടുള്ള കുറേ കാർഡുകൾ അർജു, റുഡിക്കർ, കുറേ കാർഡുകൾ അതിന് ശേഷം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. തുറാം, കൊള്ളർ, സിക്കോ, ഹായ് ഇർഫാൻ റിഫു, ഹായ് ബ്രോ, ശേഷങ്കോ, ഡ്രോഗ്ബ. ഏതാ ഡ്രോഗ്ബേനെ നിങ്ങൾക്ക് ഫ്രീ സ്പിന്നിൽ എത്ര പേര് കിട്ടി? ഈ ഡ്രോഗ്ബയിലാട്ടോ, വേറെ ഡ്രോഗ്ബ. എനിക്ക് 3 പ്രാവശ്യം കിട്ടിയടക്കേ മറ്റേ സാധനം ഡ്രോഗ്ബയുടെ. ഞാൻ 2 ഞാൻ സെയിൽ ചെയ്തു. ഒരെണ്ണത്തിന് വേണ്ടിയിട്ട്. കോൾ, നെയ്മർ, സുവാരസ് 2 സുവാരസ് വെറുതെ ഇതെടുത്ത് ഞാൻ. ബിഗ് ടൈം വരുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വാൽവറുടെ എനിക്ക് 2 കുറേ പേർക്ക് ഇപ്പോഴും കിട്ടിയില്ല ആ സംഭവം. മൽദീനി, ബാറ്റിസ്റ്റൂട്ട്, ഞാൻ ഫ്രീ സ്പിന്നിൽ ബാറ്റിസ്റ്റൂട്ടാണ് എടുത്തത്. ബാക്കി കാർഡുകളൊന്നും എനിക്ക് മറ്റേ ഓൺ എൻ്റെ ഓൾറെഡി ഉണ്ട്. ഞാൻ പണ്ട് കറക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാറ്റിസ്റ്റൂട്ടാണ് എടുത്തത്. ഫ്രീ സ്പിന്നിൽ ഒരു തേങ്ങയും കിട്ടിയില്ല, പറ്റിച്ചാണ്. പ്ലെയർ ഓഫ് കാർഡ് സണ്ണിനെടുത്ത് ഞാൻ ഇന്നലെ അല്ല കുറച്ച് സണ്ണ് വന്നപ്പോൾ വാടീനെടുത്ത്, സണ്ണിനെടുത്തു. സണ്ണിൻ്റെ ഉണ്ടായിരുന്നില്ല, അത് നല്ല കാർഡ് അതിനെടുത്ത. കഴിഞ്ഞ ഒക്കെ പഴയതാണല്ലേ. അതെ മൈക്ലോണിൻ്റെ എൻ്റെ ഉണ്ടായിരുന്നു ഓൾറെഡി. ബല്ലേട്ടി, ഇതൊക്കെ പഴയ കാർഡുകളല്ലേ, ഇതൊക്കെ ഇട്ട് കളിക്കണം.
നെയിം എന്താ ബ്രോന്നാ? ശ്രീകുമാറുടെ. എടാ വേറൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം ഉണ്ടോ, ഈ വലിയ വലിയ കാർഡ് ഇട്ട് കളിക്കുമ്പോൾ ഡിവിഷൻ മാച്ചിൽ റാങ്ക് പുഷ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ലാഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഗ്. ഞാൻ ഭയങ്കര ലാഗും, അതായത് ഒപ്പോണൻസ് ഭയങ്കര കളി, എങ്ങനെയാലൊക്കെ സ്ക്രിപ്റ്റ് അടിച്ചിട്ട് അവന്മാർ ഗോളൊക്കെ അടിക്കും എങ്ങനെയാലൊക്കെ. ഞാനത് കഴിഞ്ഞിട്ട് 2-3 പ്രാവശ്യം ഇപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. POTW കാർഡ്സ് ഇട്ട് കളിച്ചു ഞാൻ. അതായത് സാധാരണ കാർഡ്സ് ഇട്ട് കളിച്ചപ്പോൾ നല്ല സുഖമായിട്ട് അടിപൊളി ലാഗില്ലാണ്ട് കളിക്കാൻ പറ്റണം. ഭയങ്കര സ്പീഡ്, പ്ലേയേഴ്സൊക്കെ ഭയങ്കര റൺ എടുക്കുക. ഈ എപ്പിക്ക് സാധനങ്ങൾ ഇട്ട് കളിക്കുമ്പോൾ റൺ എടുക്കാത്ത പോലെ പ്ലേയേഴ്സും. എന്ത് തേങ്ങ ഈ കൊലാമി എന്തെങ്കിലും ഇതുമാതിരി ചെയ്ത് വെച്ചിട്ടുണ്ടോയെന്ന് പറയാം, ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ലേ നമുക്ക്. ഈ കാശുള്ള ആൾക്കാർ കറക്റ്റ് എടുക്കുമ്പോൾ അവന്മാർ പതുക്കെ പ്ലേയേഴ്സിൻ്റെ റണ്ണും കുറയ്ക്കും, ഓരോ കാർഡ് പുതിയത് എടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള കാർഡ്സിന് കുഴപ്പമില്ല. ഞാൻ എന്നിട്ടൊരു സ്ക്വാഡ് ഇന്നലെ POTWൻ്റെ സ്ക്വാഡ് ഇട്ട് കളിച്ചിട്ട് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും. കുറേ കാർഡുകളുണ്ടല്ലോ, കുറേ ഉണ്ടിറക്കി ഇതൊക്കെ സ്കില്ലുള്ള ലാസ്റ്റ്. ഞാൻ ഒരു സ്ക്വാഡ് ഞാൻ കാണിച്ചു തരാം. എവിടെ ഇതല്ല, ഇതിട്ട് കളിക്കുമ്പോൾ ഭയങ്കര ലാഗാണ് ഈ സ്ക്വാഡ് ഇട്ട് കളിക്കുമ്പോൾ. ഞാൻ എന്നിട്ട് വേർ ഈസ് ദാറ്റ് സ്ക്വാഡ്, ഈ സ്ക്വാഡ് ഇട്ടിട്ട് റാങ്ക് പുഷ് ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും. പ്ലേയേഴ്സൊക്കെ ഭയങ്കര റൺ എടുക്കുക. ഈ കാർഡൊക്കെ അടിപൊളിയായിട്ട് റൺ എടുത്ത് കളിക്കുക. പോലീസ് ഫിനിഷിംഗ് ഒക്കെ 83 കേട്ടോ, പക്ഷെ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് ഈ കാർഡൊക്കെ. ഈ കാർഡ് ഭയങ്കര സീൻ കാർഡ്, എംബാപ്പയുടെ 12 കളിയിൽ 18 ഗോള് ഡിവിഷനിൽ. എപ്പിക് കാർഡ് വെച്ചിട്ട് പോലും എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ ഈ ഒരു റൺ എടുക്കലും കാര്യങ്ങളൊക്കെ. ഇത് ഫ്രീ മറ്റേ ഇതിൽ കിട്ടിയതാവും. ഇതിൻ്റെ സ്റ്റാറ്റ്സ് വയ്ക്കണം 91, 91, 91, 90, 93, 95, 95, 88. പെടാ കാർഡ്. എപ്പിക് കാർഡ് ചില എപ്പിക് കാർഡിന് പോലും ഉണ്ടാവില്ല ഇത്രയും അറ്റാക്കിങ് അവയർനെസ്സിൻ്റെ ഒപ്പം തന്നെ, അതായത് അറ്റാക്കിങ് ഫിനിഷിങ് സ്പീഡിൻ്റെ ഒപ്പം ഇതുപോലത്തെ ഡ്രിബ്ലിങ് സ്റ്റാറ്റ്സ്. പിന്നെ അത്രയും നല്ല പ്ലേയേഴ്സ് ആയിരിക്കണം. റൊമാരിയൊക്കെ ഉണ്ട്. ഈ സുവാരസ് ഒന്നും ഇപ്പം മരിക്ക് കളിക്കണം വീട്ടിലിടയ്ക്ക്. ബ്രോ ഫ്രണ്ട് ആക്കുമെന്നാ ആടാക്കാക്ക. പിന്നെന്താ കുറേ പേര് ഇപ്പോഴും റിക്വസ്റ്റ് അയച്ചിട്ട് ഞാൻ ആക്കിയില്ല. 12 പേര് ഞാൻ എൻ്റെ ഇതിലയച്ചാൽ മതിറോ. ഇവന്മാരെന്താണോ ഇന്നൊരു ബാക്ക് കൊണ്ടുവന്നത് അല്ലേ, ആരും വിചാരിച്ചില്ലല്ലോ. ഇനിയിപ്പോൾ ഇവന്മാരെ സ്ഥിരാക്കുന്നുണ്ട് കേട്ടോ, 2 ദിവസം കൂടുമ്പോൾ ഓരോരോ, ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ഇതിപ്പോൾ 8th ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് 48 മണിക്കൂറിൻ്റെ ബാക്ക്, കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഉണ്ട്. പോസ്റ്റ് ബോക്സ് അല്ലേ. ഇത് ഈ സ്കോഡ് കളിക്കുമ്പോൾ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. നോക്കിയാണ്ടോ സാധാരണ കാർഡ്സ്. റോഡിഗറൊക്കെ ഭയങ്കര സീൻ റോഡിഗറ പണ്ടും ഇപ്പോഴും. സ്റ്റാറ്റ്സും വലിയ കാര്യമൊന്നുമില്ല, ബട്ട് അതുപോലെ ഈ ഷൗമിനി ഈ കാർഡ് സീൻ കാർഡാണ്. ഈ കാർഡ് അടിപൊളി കാർഡാണ്. ഹായ് ബ്രോ അജിത് CM. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കിടന്ന മെയിനുണ്ടല്ലോ. ഏത് പോർട്ടിലാണ് എടാ കേട്ടില്ലാട്ടെ, ഏത് പോർട്ടിലാന്ന് ചോദിക്കുന്നു. ഞാൻ ഓഫീസിലാടാ. എന്നാൽ ഈ ഇവിടെ
ബെല്ലിംഗ് ഗോളിനെ CF ഇട്ട് കളിക്കാൻ വേറെ ഒന്നല്ല കേട്ടോ, അടിപൊളിയായിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരു CF. ഇതാകുമ്പോൾ കറക്റ്റായിട്ട് നല്ല അടിപൊളി പാസിങ് കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഒരു CFന് അത്യാവശ്യം ഒരു 70 പാസിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, 1 ടച്ച് പാസ്, ത്രൂ പാസ്, അങ്ങനെയാണെങ്കിൽ അടിപൊളിയാണ്. ഈ സണ്ണ് 31 കളി കളിപ്പിച്ചു, പക്ഷെ ഇപ്പോൾ ഭയങ്കര ഇത് എന്താ പറയുക, ഫോമില്ലായ്മ, സീന. ഈ ബീറ്റർ ചെക്ക് എന്നാ ഞാൻ പോട്ടെ. നാളേക്ക് സെറ്റാക്കാം. ന്യൂ മാനേജർ പാക്ക് എങ്ങനെയുണ്ടെന്നാ? ന്യൂ മാനേജർ പാക്ക് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഏതെന്ന് പറയുന്നേ, ഞാൻ പറഞ്ഞുതരാം ഏതാ മാനേജർ. ഏത് മാനേജറാ? ഇതാ ലോങ് ബോൾ എല്ലാം ഏകദേശം. ഞാൻ ഒരു കാര്യം പോയിട്ട്, ഈ ലോങ് ബോൾ കൗണ്ടേഴ്സൊക്കെ മാനേജറിൻ്റെ ഞാൻ പറഞ്ഞുതരാം, ആ കൂടി ഡിഫറെൻ്റ് വരുന്നത്, വ്യത്യാസം വരുന്നത്, കളിയിൽ വ്യത്യാസം വരുന്നത് എന്താണെന്നറിയോ? ഈ ഒരു രണ്ട് സംഭവത്തിന് മാത്രമേ വ്യത്യാസം വരുള്ളൂ, അല്ലാണ്ട് വേറെ വ്യത്യാസം വരില്ല. മാനേജറൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. നമ്മളുടെ ഒരു ഇതിൽ ആ മാനേജർ അടിപൊളിയാണ്, റിയൽ ലൈഫിൽ ഈ മാനേജർ അടിപൊളിയാണ്, അപ്പോൾ നമ്മൾ കളിക്കുമ്പോൾ അടിപൊളിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അടുത്ത് കളിക്കുന്ന വലിയ ഏകദേശം. പക്ഷേ ഈ രണ്ട് സംഭവത്തിൽ മാത്രമേ മാറ്റം വരുള്ളൂ ഗെയിമിൽ. അതായത് സ്പെല്ലായിട്ട് കളിപ്പിക്കുകയാണെങ്കിൽ അവയർനെസ്സും സ്റ്റാമിനയും, അതായത് അപ്പോൾ ഡിഫെൻസിൽ കുറച്ച് ആട്രിബ്യൂട്ട്സ് കൂടും. അവയർനെസ് എന്ന് പറയുമ്പോൾ കറക്റ്റ് പൊസിഷൻ എടുത്ത് നിൽക്കുക പ്ലെയേഴ്സൊക്കെ, അതാണ് അവയർനെസ് എന്ന് പറയുന്നത്. കറക്റ്റ് പൊസിഷനായിരിക്കും, പൊസിഷൻ്റെ ഒരു +1 കൂടും പ്ലെയേഴ്സിന്, ഡിഫൻഡേഴ്സിന്. അപ്പോൾ അതായത് ഇപ്പം ഞാൻ കളിപ്പിക്കുന്ന മാനേജർ ആണെങ്കിൽ സ്പീഡും ഫിനിഷിങ്ങും ആണ്. അതായത് അപ്പോൾ സ്പീഡും ഫിനിഷിംഗ് എന്ന് പറയുമ്പോൾ അതിന് വേണ്ടി കുറച്ചും കൂടി ഡിഫൻസ് അടിപൊളിയായിരിക്കും. ഈ മാനേജർ ഇട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ബോൾ ഡിഫൻസ് കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. അത്രേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സംഭവം ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഡിഫൻസ് ഭയങ്കരമായിട്ട് പൊട്ടണമെന്നുള്ള പരാതിയാണ്. അത് കാരണം അവന്മാർ കൊനാമിക്കാർ കറക്റ്റ് അറിഞ്ഞുകൊണ്ട് ഇട്ടിട്ടുള്ളതാണ് ഈ സംഭവം. ലോങ് ബോളിൽ ഡിഫൻസ് സെറ്റായിട്ടുള്ള മാനേജർ, ഡിഫൻസ് കുറച്ച് അടിപൊളിയായിട്ട് കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതാണ് ഡിഫൻസ് അവയർനെസ്സും സ്റ്റാമിനയും. ശരിക്കും പറഞ്ഞാൽ ഇത് ബോൾ കൺട്രോൾ അറ്റാക്കിങ് അവയർനെസ് ഇതല്ല, വേറൊരു മാനേജർ ഉണ്ടായിരുന്നല്ലോ, ലോ പാസ് ഡിഫൻസ് എൻഗേജ്മെൻറ്റ്. ഇതല്ല, ഈ മാനേജർ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഒരു സംഭവം LBCക്ക് വരാണെങ്കിൽ നൈസായിരുന്നു, ഫിനിഷിങ്ങും കിക്കും പവർ. ബട്ട് ഇത് വന്നത് ലോങ് ബോളിലാണ്. ഞാൻ എടുത്തു. പക്ഷേ ഈ മാനേജർ ഡിഫൻസ് അടിപൊളിയാണ്, ലോങ് ബോൾ. ബട്ട് എന്താ പറയുക, കളിക്കാനൊരു ഇത് വേണം, ക്ഷമ വേണം ഈ മാനേജർ ഇട്ട് കളിക്കാൻ. ചിലപ്പോൾ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഗോൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ തന്നെ മാക്സിമം 2 ഗോളൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ചറവറ ഗോളൊന്നും അടിക്കാൻ പറ്റില്ല. ബെക്കം പവറിനെ അടുത്തുണ്ടായിരുന്നു. പിന്നെ ഇത് 1500 കോയിൻ, 500 കോയിൻ. ഇത് രണ്ടെണ്ണം ലോങ് ബോളും ക്യുക്ക് കൗണ്ടറും മാത്രം 1500, ബാക്കിയൊക്കെ 500 കോയിനും കൊണ്ടുവരുന്നത്. ഇവൻ എവിടത്തെ പരിപാടി ഇത് വെയിറ്റഡാ. ഈ 1500 കോയിൻ മാറിയിട്ട് 500 കോയിൻ LBC കൊണ്ടുവരും. ഞാൻ അപ്പം എടുക്കുള്ളൂ. ഇതിപ്പോൾ 1500 ഫസ്റ്റ് തന്നെ കൊണ്ടുവന്നിട്ട് പാക്ക് പോലെ കൊണ്ടുവന്നിട്ട് കുറേ കോയിനും ചിലവാക്കി അവർക്ക് ക്യാഷ് കിട്ടാൻ വേണ്ടി ഫസ്റ്റ് തന്നെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കണം. അല്ലെങ്കിൽ പിന്നെ എല്ലാ മാനേജറും വരുമ്പോൾ എല്ലാത്തിനും 500 ആക്കിയ പോലെ. എന്തിനാ ഇതിന് മാത്രം പ്ലേസിന് ആഡ് ചെയ്ത് വെച്ചിരിക്കണം? ഇതിലൊന്നും എന്താ പ്ലേസിന് ആഡ് ചെയ്യത്ത്? ഇപ്പം ഇതിനൊന്നും ആൾക്കാർ കൂടുതൽ എടുക്കണ ഇതാവുമ്പോൾ അതിന് 1500 കോയിനും ബാക്കിയുള്ളതൊക്കെ 500. ഇതിപ്പോൾ കഴിയുമ്പോൾ 500 കോയിന് ലാസ്റ്റ് ആകുമ്പോൾ കൊണ്ടുവരുമ്പോൾ LBC അപ്പം എടുക്കുള്ളൂ. അപ്പം എടുക്കാം. അത് കാരണം ഞാൻ എടുക്കാണ്ട് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എപ്പോൾ എടുത്താൽ 89 90 ആവും, 91 ആവും, 92 ആവും, 93 ആവും. അങ്ങനെ കൂടി വരും പതുക്കെ മാനേജേഴ്സ്. എത്ര കാശുണ്ടാക്കാൻ ഇരിക്കുന്നവന്മാർ.
ഓരോ ബാക്ക് വെച്ചിട്ട് ഓരോ കൊല്ലം ഒരു കൊല്ലം യൂസ് ചെയ്യാം. അതായത് അപ്പോഴേക്കും ഇതിപ്പോൾ 89 വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു കൊല്ലം കറക്റ്റ് ഒരു കൊല്ലം ആകുമ്പോൾ 90 കൊണ്ടുവരും അവർ. അപ്പോൾ അതൊക്കെ മറ്റേ മാനേജേഴ്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് 90 എടുക്കും. പിന്നെ അത് കഴിയുമ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോൾ 90 കൊണ്ട് നോക്കും. അതിനനുസരിച്ച് പ്ലെയേഴ്സിൻ്റെ ആട്രിബ്യൂട്ട്സ് കൂടും. കുറേ പേരൊക്കെ പറയുന്നുണ്ട് നെർഫ് ചെയ്യില്ല, നെർഫ് ചെയ്യില്ല, അതൊക്കെ നമുക്ക് തോന്നണം. പക്ഷെ എൻ്റെ ഒരു നിഗമനത്തിൽ നെർഫൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നെർഫ് ചെയ്യാണ്ടിരിക്കണമെന്നില്ല. നെർഫ് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ ഹെവി റെയിനാ. എടാ ഇവിടെ കുറച്ച് കുറവുണ്ട് ഇപ്പോൾ, അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാവില്ല. ഈ നേരത്തെ ഒന്നല്ല ഒന്നും കറണ്ട് ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം വരെ മുമ്പ് വരെ നല്ല മഴ ഉണ്ടായിരുന്നു. മഴ ഒന്ന് കുറഞ്ഞുണ്ട്. ഇവന്മാര് പ്ലേയേഴ്സിനെ നെർഫൊക്കെ ചെയ്യണം. ഈ റൂം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഈ റൂമില്ലേ, പുതിയ റൂമി ഓക്കെ, ഡസ്റ്റ് ചാംസാ നല്ല കാര്യമാണ്. ഡസ്റ്റ് ചാംസ് അടിപൊളിയാണ്. അതൊക്കെ മതി ഇറക്കി. ഈ റൂമി പുതിയ റൂമി കേട്ടോ. അതായത് ഇപ്പോൾ വന്ന റൂമിയല്ല, അതിന് മുമ്പ് വന്നത്. പ്ലെയിങ് സ്റ്റൈല്, മെഷീൻ റണ്ണ്, സ്പീഡിങ് ബുള്ളറ്റ്, ലോങ് റേഞ്ചർ. ഓക്കെ, 3 ഉള്ളൂ. അതിന് മുമ്പ് വന്ന സിംഗിൾ ബൂസ്റ്റർ റൂമി അവിടെ. ഇതാണെങ്കിൽ 4 ഇൻസിസീവ് റൗണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ട്. ഇത് ഈ കാർഡ് എനിക്ക് ഇപ്പോൾ പുതിയ വന്ന കാർഡിനെല്ലാം അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. അതായത് ഇങ്ങനെ നോക്കുമ്പോഴല്ല കേട്ടോ, കളിക്കുമ്പോഴും പെട്ടെന്ന് റൺ എടുക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് റൺ എടുക്കുന്നുണ്ട് ഈ കാർഡ്. ഇപ്പന്മാരെന്താ മറ്റേ ഇപ്പോൾ വന്ന ഡബിൾ ബൂസ്റ്റർ 2 കാർഡിനും ഈ ഒരു പ്ലെയിൻ സ്റ്റൈൽ ഇല്ലാണ്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരെണ്ണം കുറച്ചിട്ട് 3 ആക്കിയിട്ട്. അതെന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ആരും പെട്ടെന്ന് നോക്കൂലോ, പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല ഈ സംഭവം ഒന്നും. എനിക്കത് കാരണം ഈ കാർഡ് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. മറ്റേ കാർഡിനേലും പ്ലെയിൻ സ്റ്റൈൽ 4 ഉണ്ട് ഇവിടെ. അതുപോലെ മറ്റേ കാർഡില്ലേ റൂമിയുടെ പണ്ടത്തെ കാർഡ്, ഏതാ എനിക്ക് മനസ്സിലായില്ലേ, മറ്റേ കാർഡ് ലെജൻഡറി റൂമി. അത് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് ഇപ്പോഴും ആ കാർഡൊക്കെ. ഈ ഡബിൾ ബൂസ്റ്ററിനെ ഇടയ്ക്ക് ഞാൻ ഡബിൾ ബൂസ്റ്റർ മാറ്റിയിട്ട് ഈ കാർഡൊക്കെ ഇട്ട് കളിപ്പിച്ചിരുന്ന റൂമിയുടെ. ഇതൊക്കെ നൈസ് കാർഡ് എപ്പോഴും ഉണ്ടാ. ബാക്കി കുറേ കാർഡുകളൊക്കെ നെർഫ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. അല്ലെങ്കിൽ ഇവന്മാർക്ക് ഇതിൽ ലാഭമില്ലല്ലോ, പാക്കാരും എടുക്കുന്നില്ല. കാരണം ഞാനൊരു കാര്യം വേണ്ടേ, ഇവന്മാർ എല്ലാ പ്രാവശ്യവും പാക്കിൽ പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവരികയാണെങ്കിൽ ഓക്കെ, ഞാൻ പോയിന്റ് പറഞ്ഞുതരാം. ഓക്കെ, പുതിയ പ്ലേയേഴ്സ്, അതായത് വരാത്ത പ്ലേയേഴ്സിനെയാണ് കൊണ്ടുവരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എടുക്കും. ഇത് ഇവന്മാർ നോക്കിക്കോ, എല്ലാ പ്രാവശ്യവും സെയിം പ്ലേയേഴ്സിനെയാണ് വീണ്ടും പൊസിഷൻ മാറ്റിയും. അല്ലെങ്കിൽ ഇപ്പോൾ റുമ്മിയുടെ തന്നെ ഈ വന്ന കാർഡും കഴിഞ്ഞ പ്രാവശ്യം വന്ന കാർഡും തമ്മിൽ എന്തൊരു വ്യത്യാസം, ബാലൻസ് അങ്ങനെ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുണ്ട്. ഗോട്ട്സ് എന്ന് പറയടാ, ഗോട്ട് എന്ന് പറയല്ലേ, കുറേ ഗോട്ട്സ് ഉണ്ട്. റൊണാൾഡോ, മെസ്സി, നെയ്മർ, കക്ക എവിടെ ചത്ത എന്ന് വിചാരിച്ച ഞാൻ ഇപ്പോഴും വരില്ലേന്ന് പറഞ്ഞാൽ വയ്യ, സത്യം വയ്യ. തുമ്മല കണ്ട, ജലദോഷമുണ്ട് ഇപ്പോഴും, കണ്ണിന്നൊക്കെ വെള്ളം വരിക. പനിക്കാൻ വരണമെന്ന് അറിയില്ല. സെറ്റ് ചെയ്യാനുണ്ടാ മടി പിടിച്ചിട്ട് ഇന്നലെ സെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോഴാണ് കറണ്ടും പോയി ഇന്നലെ മൊത്തത്തിൽ. പിന്നെ എപ്പോഴാണ് വന്ന് 10 മണി കണ്ട് കഴിഞ്ഞപ്പോഴാണ് കറണ്ട് വന്ന്. ഇപ്പന്മാർ ഞാൻ പറയട്ടെ, കാർഡുകളേ പൊസിഷൻ സെയിം കാർഡ്സ് വരുമ്പോൾ, അതായത് ഇപ്പോൾ റൂമിയുടെ സെയിം ഗോൾ പോസ്റ്റർ തന്നെ 2 കാർഡും വന്നിട്ടുള്ളത്. ഇപ്പന്മാർ നെർഫ് ചെയ്തില്ലേ, മറ്റേ കാർഡ് നെർഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ കാർഡ് ആരും എടുക്കണില്ല. എടാ ഇപ്പം ഞാൻ പറയട്ടെ, ഈ കാർഡ് അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക, വന്ന സമയത്ത് അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയെന്നിരിക്കും. ഭയങ്കര സ്കോറിങ്, ഭയങ്കര അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സെയിം ഗോൾ പോസ്റ്റർ തന്നെ പിന്നെയും വരുന്നത്, വലിയ സ്റ്റാറ്റ്സിന് വ്യത്യാസമൊന്നുമില്ല. ആരെങ്കിലും എടുക്കുമോ? ആരും എടുക്കാൻ നിൽക്കില്ലേ കാർഡ്. ഈ കാർഡുള്ളവർ എന്തായാലും എടുക്കില്ലേ. അവന്മാർ അതുകൊണ്ടാണ് നെർഫൊക്കെ ചെയ്യും കാർഡുകൾ. അല്ലെങ്കിൽ പിന്നെ പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടാണ്. സെയിം പ്ലേയേഴ്സിനെ മാറ്റി എപ്പോഴെപ്പോഴും കൊണ്ടുവരുന്നവന്മാർ എപ്പോൾ നോക്കിയാലോ അതെ ഈ സെയിം പ്ലേയേഴ്സ് തന്നെയാണ്.
ഇനിയിപ്പം ഇനിയും വരാൻ പോണതൊക്കെ നോക്കിക്കോ. ഇപ്പം പീറ്റേഴ്സ് മൈക്കിളിൻ്റെ കാർഡ് വരുന്നുണ്ട്. അത് എത്രാമത്തെ കാർഡാണ് വരുന്നത് ആളുടെ? പതുക്കെ പതുക്കെ കുറേ കാർഡ്സൊക്കെ ഇവന്മാർക്ക് പറ്റണ സംഭവത്തിൻ്റെ പതുക്കെ ഇവന്മാർക്ക് നെർഫ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയണത് വെറുതെ. ഇവന്മാർ ഈ ഗെയിം ഉണ്ടാക്കുന്ന ആൾക്കാർ, ഈ ഗെയിമും പ്ലേയേഴ്സിന് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ പവർ കുറയ്ക്കാനാണ് പാട്. ഈ എംബാപ്പയൊക്കെ വന്ന സമയത്ത് ഭയങ്കര ബ്ലിറ്റ്സായിരുന്നു. ഭയങ്കര ബ്ലിറ്റ്സായിരുന്നു. തൊട്ട് കഴിഞ്ഞാൽ ബ്ലിറ്റ്സാ. ഇപ്പം പവറില്ലല്ലോ. എല്ലാം ഉണ്ടല്ലോ അക്കൗണ്ടിൽ, ഇനിയും ആരെയും എടുക്കണ്ട. സൺ എടുത്തോ, ഇന്നലെ വന്നേ സൺ എടുത്തോന്ന്, അതേ എടുക്കുന്ന സണ്ണ്. സൺ എൻ്റെ ഉണ്ടായിരുന്നില്ലടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയറാണ്. സ്ഥലം തൃശ്ശൂരടാ. അത് റുമ്മി പിന്നെയും സെയിം സ്റ്റാറ്റ്സ് തന്നെ കൊണ്ട് ഉണ്ടാക്കുമാതിരി. അല്ലാണ്ട് ഇനി എന്ത് ചെയ്യാനാണ്? എടാ സ്റ്റാറ്റ്സ് ഞാൻ ഒരു കാര്യം പോട്ടെ, സ്റ്റാറ്റ്സ് ഒക്കെ ഇനി നോക്കിക്കോ. ഞാൻ ഒരു കാര്യം ഇപ്പോൾ വരുന്ന പീറ്റേഴ്സ് മൈക്കിളിൻ്റെ കാർഡിൻ്റെ സ്റ്റാറ്റ്സ് ഉണ്ടല്ലോ, എന്തിനാ പറയാ, ഇപ്പോൾ വന്ന പീറ്റർ ചെക്കിൻ്റെ സ്റ്റാറ്റ്സിനെല്ലാം അടിപൊളിയാണ്. ഈ പീറ്റർ ചെക്കൻ്റെ ഭയങ്കര ഇപ്പം നിങ്ങൾക്ക് അറിയാലോ ഗോൾ കീപ്പേഴ്സ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. ഒരെണ്ണം അടിക്കാൻ പറ്റുന്നില്ല. അവന്മാരെല്ലാം ബ്ലോക്ക് ചെയ്തിടുക. അവരുടെ ഡിഫൻഡേഴ്സ് ബ്ലോക്കിങ് എങ്ങനെ അടിച്ചാലും ബ്ലോക്ക് ചെയ്യും കാര്യമുണ്ട്. ഈ സണ്ണ് പൊളിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ സ്റ്റൈലാണ് വ്യത്യാസം. പ്ലെയിൻ സ്റ്റൈല് CF ആയ കാരണം പെട്ടെന്ന് റണ്ണെടുക്കും. അതുപോലെ ബാലൻസും കൂടുതലാണ്. ബാലൻസ് 90 മറ്റേ സണ്ണിന് ബാലൻസ് അധികമില്ല. ഗോൾ സ്കോറിങ് കൂടുതലായിരിക്കും. ബ്ലിറ്റ്സിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഗോൾ സ്കോറിങ്. ബ്ലിറ്റ്സ് ഏകദേശം ഇപ്പോൾ മറ്റേത് നെർഫ് ചെയ്തുണ്ടാവുമാർ, മറ്റേ സണ്ണിന് രണ്ടും ഏകദേശമൊക്കെ സെയിം തന്നെയാണ്. മറ്റേത് 100 ഫിനിഷിങ്, 98 കിക്കിംഗ് പവർ, 99 കേളങ്ങാണ്ട. അങ്ങനത്തെ ഒരു സ്റ്റാറ്റ്സ് ഉള്ള ഒരാളാണ്, പ്ലെയർ ആണെങ്കിൽ എല്ലാം 10 അടിച്ച് കഴിഞ്ഞാൽ 8 കയറണ്ടേ. ഇപ്പം 8 കയറില്ല, 4 കയറുള്ളൂ പഴയ കാർഡ്. 10 അടിച്ച് കഴിഞ്ഞാൽ എടാ കോയിനേ, ഞാനിപ്പോൾ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന കാരണം ഞാൻ US അല്ല യൂസ് ചെയ്തിരുന്നത്. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ 2 കൊല്ലം മുമ്പ് എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്തിരുന്നത്. അവൻ ഇതിൽ കോയിനൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയതാണ്. ഞാൻ സ്പിൻ ചെയ്യുമ്പോൾ മറ്റേ US സ്പിൻ ചെയ്യുള്ളൂ, കാരണം സീനില്ല. അല്ലെങ്കിൽ കാർഡ്സ് കൊണ്ടുവരട്ടെ. 1CR7 ഒരു ഫിംഗർ നമ്പേഴ്സ് എടുക്കാൻ പറ്റുന്നത് ഉള്ളു, ബാക്കിയെല്ലാം സത്യം റൊണാൾഡോനൊന്നും കൊണ്ടുവരില്ലല്ലോ. കൊണ്ടുവരാണെങ്കിൽ വയസ്സായ കാർഡ് മാത്രമല്ലേ കൊണ്ടുവരുള്ളൂ, ഏജ്ഡ് കാർഡ്. അതന്നെ എടുക്കാൻ ആൾക്കാരുണ്ട്. പിന്നെയാണ് ഞാൻ റിക്വസ്റ്റ് ഇട്ടു, ആടാ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം. അണ്ണ എവിടെ പോയിരിക്കായിരുന്നു? അവിടെ ജോലിയൊക്കെ ആയിട്ട് ബിസി ആയിരുന്നടാ, ഭയങ്കര ബിസി ആയിരുന്നടാ. ഞാൻ ഇടയ്ക്ക് ജോലിക്ക് പോയിട്ട് നൈറ്റ് വരും, ഇന്ന് സ്ട്രീം ചെയ്യാന്നിരിക്കും കാലത്ത് പോകുമ്പോൾ. എന്നിട്ട് നൈറ്റ് വരുമ്പോൾ ചാവും. ഞാൻ ഇടയ്ക്ക് ഫുഡ് കഴിച്ചിട്ടേ ഫുഡൊക്കെ കൊണ്ടുവച്ചിട്ട് ഞാൻ മുമ്പിൽ നിന്ന് ഉറങ്ങിയിട്ടുണ്ട്, ടയേർഡായിട്ട്. അത്രയും ടയേർഡായിരുന്നു. ബാറ്റിസ്റ്റ്യൂട്ട് ഓവണ്ണ തൃശ്ശൂരിൽ തൃപ്രയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എടുത്താളാ, തൃപ്രയർ എന്ന് പറയും അതിൻ്റെ അടുത്ത്. ബാറ്റിസ്റ്റ്യൂട്ട് ഓവൺ. എൻ്റെ ഓവൻ്റെ കാർഡ് മുമ്പ് ഉണ്ടായിരുന്ന കാരണം ഞാൻ ബാറ്റിസ്റ്റ്യൂട്ട് കാർഡ് എടുത്തത്. ഞാൻ ഒരു കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ബാറ്റിസ്റ്റ്യൂട്ട് ഓവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പിൾ ചെയ്ത് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓവണ് പോവും. അതല്ല, ജസ്റ്റ് ട്രിപ്പിൾ ചെയ്യാത്ത ഒരാൾ, കുറച്ച് ഹെഡേഴ്സ് വേണം, ക്രോസ് ഇട്ട് കളിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ബാറ്റിസ്റ്റ്യൂട്ട് എടുത്തു. അത്രേ ഉള്ളൂ. ബാറ്റിസ്റ്റ്യൂട്ടേക്ക് ഹെഡർ ഗോൾസും അതുപോലെ ഫിനോമിനൽ ഫിനിഷിങ്ങും ഉണ്ട്. അതായത് കറക്റ്റ് നേരെ എന്നല്ലാണ്ട് ഇപ്പോൾ സൈഡിൽ നിന്ന് വെറുതെ ഒരു ഷോട്ട് എടുത്താലും ചിലപ്പോൾ ആളെ കിക്കിംഗ് പവറിൽ കയറും. ഓവൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിപ്പിൾ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കളിക്കാം, പക്ഷേ ഇടിച്ചിട്ടിച്ച് കളിക്കാൻ പറ്റില്ല, പെട്ടെന്ന് തെറിച്ചു പോകും. അതുപോലെ ഹെഡർ ഗോൾസും കുറവായിരിക്കും. രണ്ടും ഇപ്പോൾ ഒരാൾക്ക് 10ൽ 8 പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഇയാൾക്ക് 2 നെഗറ്റീവ് ഉണ്ടാവില്ല. ആ 2 നെഗറ്റീവും മറ്റേ പോസിറ്റീവ് ആയിരിക്കും. അത്രേ ഉള്ളൂ. രണ്ടും ഒരാളുടെ നെഗറ്റീവ് ഒരാൾക്ക് പോസിറ്റീവും, ഒരാളുടെ പോസിറ്റീവ് ഒരാൾക്ക് നെഗറ്റീവ്. അപ്പോൾ നമ്മൾ കളിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കേണ്ടി വരും. നിങ്ങളെവിടെയായിരുന്നു ഇത്രയും 7 മാസമായില്ലടാ?
7 മാസമായില്ലേ? ഞാൻ ഇപ്പോഴും 2 മാസം എന്നുള്ള ഫീലിങ്ങിലോ ഇരിക്കുന്നത്. 7 മാസേ ബ്രോ. പിന്നെ തൃശ്ശൂർ കാശ്മീർ അല്ലാതെ DMF വേറെ ആരെങ്കിലും എടുത്തോ? അത് കഴിഞ്ഞ് ഇല്ലടാ. DMF എന്ന് പറഞ്ഞേ ആങ്കർമാൻ, നല്ലൊരു ആങ്കർമാൻ വിയറ വന്നു. ശേ, വിയറ വന്നു. പിന്നെ വേറെ ആരും വന്നില്ലല്ലോ ആങ്കർമാൻ നല്ലത്. റോഡ്രി വന്നുകൊണ്ടില്ല അതിൻ്റെ ഇടയിൽ ഒരു 106-ൻ്റെ മറ്റേ ഇത് കിട്ടിയ സമയത്ത് വാലന്റിയർ. ഇപ്പം ഞാനൊരു ആങ്കർമാൻ വരാണെങ്കിൽ എടുക്കാന്ന് വെച്ചിട്ട് എടുക്കാം. ആങ്കർമാൻ വരട്ടെ നല്ലത്. കല്യാണം സെറ്റായിരുന്നോ? കല്യാണം സെറ്റായില്ലേ? ഇവിടെ എൻ്റെ വീട് അന്തിക്കാടാണ്. നിൻ്റെ വീട് അന്തിക്കാടാ? ഞാൻ അന്തിക്കാട് കളിക്കാൻ വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച ടർഫിലൂടെ. അന്തിക്കാട് അവിടെ ഒരു ടർഫില്ലേ? അവളോ പേരെനിക്കറിഞ്ഞൂടോ. മറ്റേ വെസ്റ്റിലേക്ക് പോകുമ്പോൾ ഒരു ടർഫ് ഉണ്ടല്ലോ. DMF കാർഡ് പറഞ്ഞാൽ നല്ലത് വരണടാ. ഞാൻ അത് നോക്കിയിരിക്കുക. DMF ആങ്കർമാൻ്റെ. പക്ഷെ ഈ കാശ്മീർ അടിപൊളി തന്നെയാണ്. എത്ര നാളെയടാ, 2858 കളിയിൽ 35 ഗോളും. ആങ്കർമാനെ 35 ഗോൾ അടിച്ചിട്ടുണ്ട് ആങ്കർമാനായിട്ട്. 116. ഇത് അടിപൊളി കാർഡാണ്. എൻ്റെ ലോപ്പാസ് 85. സ്റ്റാറ്റ്സ് നോക്കിയ ഇപ്പോഴും 94, 97, 99, 98. സ്പീഡ് അധികം വേണ്ട ആവശ്യമില്ല ആങ്കർമാന്. നിന്ന് കളിക്കുന്ന ആൾക്കാരല്ലേ. സ്റ്റാമിന 97. ഈ കാശ്മീർ അടിപൊളിയാണ്. എപ്പോഴും ബിഗ് ടൈം കാർഡ്സ് കുറച്ചും കൂടി പവർഫുള്ളായിരിക്കും ഗെയിമിൽ. അതുപോലെ ഈ കിമ്മിക്കിൻ്റെ കാർഡ്, ഇതും നൈസ് കാർഡാണ്. ഇത് രണ്ടും ഒരേ സമയത്ത് വന്നിട്ട് എടുത്തിട്ടുള്ളത്. അല്ല, രണ്ടും ഒരേ ബാക്ക് ആയിരുന്നതുകൊണ്ട്. ഇത് പാസിങ് ഞാൻ കൂട്ടിയിട്ടുള്ളത് ഇപ്പോൾ 93 ആക്കിയിട്ടുള്ളതാണ്. ഈ ഗെയിമിൽ ഇപ്പോൾ പാസിങ് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കളിക്കാം, അറിയാലോ. അല്ലെങ്കിൽ ഡിഫൻസ് കുറച്ച് ഇതും അടിപൊളി കാർഡ് തന്നെയാണ്. 2 കാർഡും സിംഗിൾ ബൂസ്റ്റേഴ്സ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. കുറേയൊക്കെ ഞാൻ പ്രോഗ്രഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാറുണ്ട്. അത് എന്നെ സംബന്ധിച്ച് അതാണ് ഞാൻ പറഞ്ഞത്. ഓരോന്നിൻ്റെയൊക്കെ നെർഫാക്കണ പോലെ തോന്നാറുണ്ടോ എനിക്ക്. അപ്പോൾ ഞാൻ വീണ്ടും പ്രോഗ്രഷൻ മാറ്റും. അല്ലെങ്കിൽ പ്ലെയിൻ സ്റ്റൈൽ ഇപ്പോൾ ഫോർമേഷൻ മാറ്റുമ്പോൾ ഞാൻ പ്രോഗ്രഷൻ മാറ്റും. അപ്പോൾ ചിലപ്പോൾ ഈ ഫോർമേഷന് ഇടുമ്പോൾ, അതായത് കിമ്മിച്ചിന് ഡിഫൻസ് കുറച്ചിട്ട് ഇപ്പോൾ പാസിങ് കൂട്ടിയിടും. നീ ചിലപ്പോൾ DMF ആക്കിയിടുമ്പോൾ അതിന് ഇത് കൂട്ടും, ഞാൻ ഡിഫൻസ് സ്റ്റാറ്റ്സ് കൂട്ടും, പാസിങ് കുറയ്ക്കും. ഫോർമേഷൻ അനുസരിച്ചും പ്രോഗ്രഷൻ ആൾക്കാർ ചേഞ്ച് ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ സെക്കൻഡ് അക്കൗണ്ടിൽ ബാറ്റ് വെൽക്കം കമ്പൈനായി ബാറ്റിസ്റ്റ്യൂട്ട് എടുത്ത് 11 കളി 13 സെലക്ഷൻ കോൺട്രാക്ട് ഈ അക്കൗണ്ട് ഓവൻ എടുത്ത് കളിച്ച് നോക്കണം. ഓവൻ ഭയങ്കരമായിട്ട് റൺ എടുത്ത് കളിക്കും. എടാ, ആരും ഒഫൻസീവ് അവയർനെസ് കുറയ്ക്കരുത് കേട്ടോ. പിന്നെ അങ്ങനെ കളിക്കുന്ന ഒരാളായിരിക്കണം. ഇപ്പോൾ ടോംബോയുടെ സ്ട്രീമിൽ അവൻ ഒഫൻസീവ് അവയർനെസ് കുറച്ചിടാറുണ്ട്. ഇപ്പം എനിക്കങ്ങനെ അറിയില്ല. അവൻ സ്ഥിരമായിട്ട് ഒരു കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഇപ്പോൾ ഗോൾ പോസ്റ്ററാണെങ്കിൽ അവൻ പറയാറുണ്ട് 90 ഒഫൻസീവ് അവയർനെസ് മതി, 90 ഫിനിഷിങ് മതി എന്ന്. എന്നിട്ട് ബാക്കിയുള്ളതിൽ കൂട്ടും. അതങ്ങനെ കളിക്കുന്ന ഒരാളായിരിക്കണം. അതായത് ട്രിപ്പിൾ ചെയ്തിട്ട് കളിക്കാം. ഇപ്പോൾ CF തന്നെയാണെങ്കിൽ ട്രിപ്പിൾ ചെയ്ത് പതുക്കെ DT ബൂമിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് അധികം ഒഫൻസീവ് അവയർനെസ് വേണ്ട. അല്ലാണ്ട് ഇപ്പോൾ ഒരു ബോള് IMFന് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ SS-ന് കിട്ടിക്കഴിഞ്ഞാൽ ത്രൂ ബോൾ ഇട്ട് കളിക്കുന്ന ആളാണെങ്കിൽ ഒഫൻസീവ് അവയർനെസ് കൂട്ടി വെച്ചോളൂ. എന്നാൽ പ്ലേസ് റൺ എടുക്കുള്ളൂ. അല്ലെങ്കിൽ പ്ലേസ് റൺ എടുക്കില്ല. റൂമിൽ ഒന്നും അധികം റൺ എടുക്കില്ല. റോഡ്രി അത് ആങ്കർമാൻ അല്ല. എടാ, റോഡ്രി ആങ്കർമാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അതെ, ഓർക്കസ്ട്ര പോടാ. ആങ്കർമാൻ അല്ല ഇത്. 106 ഷോർട്ട് ടൈം റോഡ്രി വന്ന്. റോഡ്രി സാധാരണ ആങ്കർമാനാണുള്ള കാർഡുകൾ. റോഡ്രി അറിയില്ല. അവിടെ ഇനിയും എന്താ പ്ലാൻ? കല്യാണമാണോ? മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
ഞാനല്ലാട്ടോ വീട്ടുകാർ രജിസ്റ്റർ ചെയ്ത് വെച്ചതാ. ഞാൻ അറിഞ്ഞില്ല തോന്നുന്നു. ഞാൻ നോക്കാറില്ലെന്നുള്ളൂ. എന്നാൽ കളിക്ക് സെറ്റല്ലേ. ഫോൺ എടുത്തോ. ഫോൺ എടുത്തോടാ. ഫോൺ ദേ. അയ്യോ ക്യാമറ ഇതാണല്ലേ. ഫോൺ എടുത്ത IQ30. റുമ്മി ബാറ്റി ലൈക്ക് പ്ലെയർ അല്ലേ? റുമ്മി ബാറ്റിൻ്റെ വ്യത്യാസമുണ്ട്. റുമ്മി പിന്നെയും കുറച്ചും കൂടിയും ഇതാ എന്താ പറയുക സ്മൂത്താ. ബാറ്റ് ഷൂട്ട് അടിപൊളിയൊക്കെ തന്നെയാണ്ടാ. എന്താ പറയുക, ഹെഡിങ് ആണെങ്കിൽ റുമ്മിനും നൈസാണ്. അതുപോലെ കിക്കിംഗ് പവർ കൂടുതലായ കാരണം അടിപൊളിയായിട്ട് അടിച്ചിടാൻ പറ്റും. എവിടെയായിരുന്നു? കുറേ കാലമായല്ലോ. ഗെയിമിംഗ് കേരള നീയൊക്കെ എവിടെ ഉണ്ടല്ലോ അളിയ. കളിക്കണോ? ഇത് കളിക്കണോ? ഫ്രണ്ട്ലി മാച്ച് കളിക്കണോ? ആരെങ്കിലും ഉണ്ടോ? ഓർക്കസ്ട്രേറ്റർ ആണല്ലേ? അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ സീനില്ല. ഇതാരാ വിളിക്കുന്നത്? ആമസോൺ ഡെലിവറി. ഒരു മിനിറ്റ് എടാ. എടാ പറടാ. ഹലോ. ആ എടാ നീ എവിടെ എത്തി? ഇവിടെ ഉണ്ടാ? ഓക്കെ. വീട്ടിലുണ്ട്. ഓക്കെ. എടാ ഞാനേ നെറ്റിൻ്റെ സീൻ എന്ന് പറഞ്ഞില്ലേ, എൻ്റെ ഇരിക്കുന്ന റൂട്ടർ 10 കൊല്ലം കണ്ടായിരുന്നുണ്ട്. ഇരിക്കുന്ന റൂട്ടറേ 10 കൊല്ലം കണ്ടായിരുന്നു റൂട്ടർ. ഇനിയിപ്പോൾ അധികം സ്പീഡ് ഇല്ലാന്നുണ്ടെങ്കിൽ റൂട്ടർ മാറ്റാനായിട്ട് ഞാൻ റൂട്ടർ ഇന്നലെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഡർ ചെയ്ത് അപ്പോൾ അത് വിളിച്ചത് ആമസോണിൽ നിന്ന് വിളിച്ചത്. ഇനിയിപ്പോൾ അത് വെച്ച് നോക്കട്ടെ ഞാൻ 200-ൻ്റെ ഇതാക്കിയിട്ട്. എടാ ഇതിൽ സ്പീഡ് ടെസ്റ്റ് കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? സ്പീഡ് ടെസ്റ്റ് ഇന്ന് മാറ്റിയതാട്ടോ. ഇന്ന് ഇപ്പം എത്ര കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. സ്പീഡ് കുറവാടൊക്കെ 200-ൻ്റെ പ്ലാൻ ആക്കിയിട്ട് ഇപ്പം 140 150 കിട്ടുന്നുണ്ട്. പ്ലാൻ ആക്കിയതെന്ന് ഞാൻ കളിച്ചപ്പോൾ ഫിസിക്കൽ ഉണ്ടായിട്ട് പോലും ബെസ്റ്റ് ആവുന്നുണ്ട്. പിന്നെ ഹെഡ് കുറേ മിസ്സ് ഈ സ്റ്റണ്ണിങ്ങുകളൊന്നും ഇടും. എനിക്ക് തോന്നുന്നു സ്റ്റണ്ണിങ് ക്രോസസ് ഇട്ടിട്ടായിരിക്കുമല്ലോ. സാധാരണ ക്രോസുകളാണെങ്കിൽ അടിപൊളിയായിട്ട് ഹെഡ് ചെയ്യാറുണ്ട് കേട്ടോ. സ്റ്റണ്ണിങ്ങും നെർഫ് ചെയ്തിട്ടുണ്ടോ കുറേ. നീ ആ കൊള്ളറില്ലേ, കൊള്ളറിനൊക്കെ എടുത്തിട്ട് ഞാൻ ക്രോസ് സ്പാം ചെയ്ത് കളിപ്പിച്ചിരുന്നതാ. അതായത് ഈ കാർഡ് ഞാൻ നോക്കി 168 കളിയിൽ 101 ഗോൾ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഈ ഗോൾ പോച്ചറല്ല, ടാർഗറ്റ് മാൻ ആയിട്ടാണ് ഈ പറഞ്ഞത്. 101 ഗോൾ 168 കളിയിൽ 101 ഗോളും 11 അസിസ്റ്റ് അടിച്ചിട്ടുള്ളത്. ടാർഗറ്റ് മാൻ കാർഡ് ആലോചിച്ചു. ഫുൾ ഹെഡേഴ്സ് തന്നെ അടിക്കാറുള്ളൂ. അതായത് ഞാൻ അറ്റാക്കിംഗ് അവർനെസ് കുറയ്ക്കും. കുറച്ചിട്ട് ഹെഡിങ് 99 100 ആക്കും. 101 102 ആക്കും. ഹെഡിങ് 102ഉം അതുപോലെ ജമ്പിങ് അതുപോലെ 102 100-ൻ്റെ അടുത്താക്കും. എന്നിട്ട് ക്രോസ് സ്പാം ചെയ്യും. എങ്ങനെ ഇട്ടാലും ഗോൾ. ഞാൻ ഇതിനൊരു ഫോർമേഷൻ വരെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ എടുക്കണ്ടാവുണ്ടോ ഫോർമേഷൻ? ഞാൻ കാണിച്ചു തരാം സംഭവം. എൻ്റെ ഉണ്ടായിരുന്നാ ഈ ഫോർമേഷൻ വെച്ചിട്ട്. ഇതാണോ? ഒന്നല്ല. അത് കഴിഞ്ഞിട്ട് അവന്മാർ അത് നെർഫ് ചെയ്തു. ഹെഡിങ് നെർഫ് ചെയ്തു. ഇപ്പം 10 ക്രോസ് ഇട്ടാലും ഒരു ഗോൾ അടിക്കാൻ പറ്റണം ഭാഗ്യം. അവന്മാർ ഒക്കെ നെർഫ് ചെയ്തോളാ തെണ്ടിയോട്. ഏതാണ് അവസ്ഥ? ഏതിലോ ഇട്ടുണ്ടായിരുന്നു ഞാൻ ക്രോസ് സ്പാമിൻ്റെ ഫോർമേഷൻ. മനസ്സിലാവണല്ലേ ഇപ്പോൾ ഏതിലാണ് കിടക്കണം? ഒന്നല്ല, കുറേ ഉണ്ടായിരുന്നു. കുറേ ആയാലും ലൈവിൽ വന്നിട്ട് അധികം ഇല്ലടാ. 7 മാസം ഞാൻ കളിച്ച പൈസ. വേറെ 7 മാസം. അളിയാ അത് പോയാ ക്രോസ് സ്പാം ചെയ്തിരുന്ന ഫോർമേഷൻ ഞാൻ കളഞ്ഞു എന്നുണ്ടത്. ആ വർക്കാണ്ടായപ്പോൾ ഞാൻ കളഞ്ഞു ഇപ്പോൾ. അല്ലെങ്കിൽ ആ കൊള്ളറൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഗോളടി ചെയ്യാം. ഒരു മിനിറ്റടാ, ഇപ്പോൾ വരാട്ടാ. ആമസോണിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുണ്ട്. ഞാൻ ഒന്ന് പോയിട്ട് വരാം.
എന്താ റൂട്ടർ ഓർഡർ ചെയ്തിട്ട് ആൾക്ക് തെറ്റിയോ അവന്മാർക്ക് വൈഫൈ റൂട്ടർ ഓർഡർ ചെയ്തിട്ട് ഇത്ര വലിയ പറ്റിയ ഇത് തേങ്ങയുടെ പിന്നെ സെറ്റ് ചെയ്യാം വൈഫൈൻ്റെ റൂട്ടറാ ഇപ്പം തന്നെ അൺബോക്സ് ചെയ്യണോ അല്ലെങ്കിൽ അൺബോക്സ് ചെയ്യണമെങ്കിൽ അൺബോക്സ് ചെയ്യാം വെയിറ്റ് കേട്ടോ ഒരു മിനിറ്റ് പ്രോ എടാ ഒരു മിനിറ്റ് ആ ഓക്കെ ഇപ്പോൾ വലുതായില്ലേ നമുക്ക് അൺബോക്സ് ചെയ്യാം എടാ ഗെയിം വരാതിരിക്കാനാ ലൈവ് വരാതിരിക്കാൻ കാരണം ഭയങ്കര ബിസിയാന്ന് പറ ജോലിക്ക് ആയിട്ട് സിസർ എവിടെ സിസർ എടുക്കാം വൈഫൈൻ്റെ റൂട്ടർ ഓർഡർ ചെയ്തിട്ട് അവന്മാർ എന്താ ഇങ്ങനെ കൊണ്ടുവന്നു മഴ കാരണം ലേറ്റ് ആയതവന്മാർ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കൊണ്ടുവരണ നേരെ പ്രൈം ആയി കഴിഞ്ഞാൽ അടിപൊളിയാട്ടാ പ്രൈം മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ 300 വരെ കാര്യമുള്ളൂ കൊല്ലം ഒരു ദിവസത്തോണ്ട് സാധനം കിട്ടും അധികം ഡിലേ വരില്ലേ അവിടെ റൂട്ടർ എത്ര വലിയ റൂട്ടറോ എത്ര വലിയ ബോക്സായിരുന്നു അല്ലേ ആടാ റൂട്ടർ ഞാനല്ലേ റൂട്ടർ ഓർഡർ ചെയ്തെൻ്റെ 300 MB വയർലെസ് റൂട്ടർ അധികം കാശൊന്നുമില്ലല്ലോ 1000 രൂപയുള്ളൂ നല്ല അടിപൊളി സാധനങ്ങളുണ്ടായിരുന്നു 2000 രൂപ വരെയൊക്കെ അതിന് വെറുതെ കാശ് വേണമെന്ന് ചോദിച്ചു ഇതിനിപ്പോൾ ടി പി ലിങ്ക് സാധാരണ അടിപൊളിയാണ് ടി പി ലിങ്കിൻ്റെ സൺ ഹ്യൂമിൻ അവിടെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല പീറ്റേഴ്സ് മൈക്കിളുടെ കാർഡ് വരുന്നതിൻ്റെ 100 അറ്റാക്കിങ് അവയർനെസ് പാരിങ് 94 അങ്ങാണ്ട് ക്യാച്ചിങ് 96 റിഫ്ലക്സ് 97 അങ്ങാണ്ട് അതുപോലെ റീച്ചും 97 അങ്ങാണ്ട് എന്ത് കാർഡേ അറ്റാക്ക് അവയർനെസ് 100 മാറ്റിയിട്ട് 98 ഇട്ടിട്ട് ഈ റീച്ച് വേണമെങ്കിൽ 99 അങ്ങോട്ടൊക്കെ ആക്കാം ആലോചിക്കുക ഇപ്പം തന്നെ ഭയങ്കര സീനുകളാണ് പീറ്റേഴ്സ് മൈക്കിളിൻ്റെ ബ്രോ എന്തെങ്കിലും മോട്ടിവേഷൻ ഉണ്ടായിരുന്നു നീ സോറി തുമ്മല മോട്ടിവേഷനാ നീ എന്താ കാര്യം എന്ന് പറ എന്നാലും അതിനനുസരിച്ച് മോട്ടിവേഷൻ തരാൻ പറ്റുള്ളൂ മോട്ടിവേഷനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് എന്തിട്ട് വേണ്ടത് ഡിപ്രഷനിലാണ് നിൻ്റെ എന്താ ഡിപ്രഷനാവാൻ കാരണം തേച്ചാ ആരെങ്കിലും ആരെങ്കിലും തേച്ചുമോ ആരെങ്കിലും കളിക്കാനുണ്ടോ ഫ്രണ്ട്ലി ആരെങ്കിലും ഉണ്ടോ എനിവൺ ഞാൻ ഉണ്ട് നവ കളിക്കാം ഞാൻ തുമ്മല ഞാനാണെങ്കിൽ അത് സംസാരിക്കാൻ പറ്റത് തന്നെയാണ് തുമ്മല എങ്ങനെയോ അടക്കി പിടിച്ച് ചെയ്യേ ഭയങ്കര തുമ്മലടക്ക് അയ്യോ സെർച്ച പാസ്വേഡൊന്നും വേണ്ട ഞാൻ ഞാൻ മറ്റേ സ്കോട്ട് കളിച്ചാലോ സാധാ എന്നിട്ട് കളിക്കുമ്പോൾ ഭയങ്കര ലാഗ് പോലെ സേവ് വലിയ സ്കോഡ്
റൂം സെറ്റിങ്സ് എന്നിട്ട് ഇട്ടിരിക്കുന്നു അവിടെ ഞാൻ. സെറ്റിങ്സ് 6 മിനിറ്റ് സ്റ്റാൻഡേർഡ്. ഇനി ഒരു എക്സ്ട്രാ ടൈം വേണ്ട. പെനാൽറ്റീസ് ഒക്കെ ആടാ. എക്സ്ട്രാ ടൈം വേണ്ട, പെനാൽറ്റീസ് വയ്ക്കാം. ഓക്കെ, എടുക്കട്ടെ. നല്ല രസമുള്ളൂ പെനാൽറ്റീസ്. തുടരും കണ്ടോ? തുടരും കണ്ടു. പിന്നെ അതപ്പോൾ ഇറങ്ങിയ 2 പടം ഞാൻ കണ്ടു. ഏതാ? പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടു. അപ്പം തന്നെ നെക്സ്റ്റ് ഷോക്ക് ഇത് കണ്ടു, പടക്കളം നൈസ് പടം കേട്ടോ. പടക്കളം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു വെറൈറ്റി സാധനം. പക്ഷെ അധികം പ്രൊമോഷനില്ലാത്ത കാരണമാണ്. പക്ഷെ കണ്ടവരൊക്കെ എല്ലാവർക്കും മിക്കവർക്കും ഇഷ്ടപ്പെടും പടം. പിന്നെ ഇഷ്ടമാവാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു 70 അല്ലെങ്കിൽ 60+ ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു വരില്ല ആ ഫിലിം. അല്ലാത്തവർക്കൊക്കെ മിക്കവാറും മോസ്റ്റ്ലി ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു പടമാണ്. ലോയിസ് വരസ് എന്തായാലും സുവാരസ തുടരെ ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. ഞാൻ പക്ഷെ ഭയങ്കര ഫാമിലി മൂവിയാണെന്ന് വെച്ച് പോയതാണ്. ട്രെയിലറൊക്കെ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത്, കുറേ കോമഡി, ഫാമിലി വൈബ്. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞൊരു 20 മിനിറ്റ് കഴിയുമ്പോൾ പടം വേറെ മൂഡിലേക്ക് പോകും. And nobody in this atmosphere can hide from the truth about how much this game matters. The scene overflows with colour and passion. Just joining us, we are already on the way. That is lovely. He pass ചെയ്യുമ്പോൾ സ്ലോ ആവണത്, to go back. He won't be happy with that one. ഡിലേ വരുന്നതൊക്കെ നെറ്റിൻ്റെ നല്ല നെറ്റാണ് ഈ ഡിലേ Well, he വരുന്നത്. got rid because he was under pressure. And it's Luis Suarez. ഇത് വൺ ടച്ച് പാസ്സുള്ള ആൾക്കാരാണ് ഇങ്ങനെ പാസ് ചെയ്യുന്നത്. Bale hits one. എൻ്റെ പൊന്നെ, സൂപ്പർമാൻ്റെ ഷെഡിട്ടിടാവുന്ന ഗോളികൾ. And a terrific save from the keeper. I think he's done great there, both reading it and dealing with it. അത് വേണ്ടെങ്കിൽ പഴയ ഒരു തന്നെ നല്ലത് ഗോളുകൾക്ക്. ഇതൊരുമാതിരി ഇപ്പന്മാരി ഗെയിം പ്ലേ ഓവറാക്കി എടുക്കാമെന്ന് പറഞ്ഞു നല്ലതായിരുന്നു. മൊത്തത്തിൽ മാറ്റി. And it's hoisted clear. Well, Peter, here we have one of the greatest defenders of all time, Alessandro Costa Curta. Yeah, in a sense, understated, isn't he? Certainly, some would say underrated. One of the less glamorous members of the Milanese elite. അതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെ ഫൗൾ ചെയ്ത് Yeah, but ability-wise, I think he was on a par with the rest of them, and his tactical versatility means centre back, full back, sweeper, defensive midfield player. Yeah, and we shouldn't forget his outstanding vision and confidence on the ball, being almost as important as what he did at the back. Bale charging forward, the ball at his feet. ഓർഡർ സുവാരസ് നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ 90 Well, he was given the time and room initially to hold on to the ball, but eventually തലയ്ക്ക് he was പ്രാന്ത് squeezed പിടിച്ചിട്ട് out big റൺ hard and the എടുക്കാണ്ടായപ്പോൾ task became too much. I think he's got to be a little quick. Chance! എന്നിട്ടാണ് വർക്കിൽ ടൈം പോവോ, ബോറിങ്ങാണ്. നൈസായിട്ട് ടൈം ബോറിംഗ് ഒന്നുമില്ല. വർക്ക് ജോലിക്ക് പോയിരുന്നോണ്ടാണ് ഡിവൈസ് എടുക്കാനൊക്കെ കാശ് തെറ്റത്. Costa Curta kept aware. അപ്പോൾ 1.5 മാസമായിടാ Reclaimed easily. Bale വീട്ടിലിരിക്കുക. aimed beyond the defence. Costa Curta clears it away. കാശ് കഴിയാറേ. Luis Suarez. No change to the score. ഫോൺ EMI ക്കാണ് എടുത്തത്, ഫുൾ ക്യാഷിനൊന്നുമല്ല. And he was quick to react. എൻ്റെ ക്യാഷ് അടക്കണമെങ്കിൽ വർക്കിന് വീണ്ടും പോകണം. Morientes. He's Morientes. And for a moment time അതെന്താ stood ലീവ് ഇത്ര still. ബന്ധമൊക്കെ ലീവ് കിട്ടും. പിന്നെ 5 കൊല്ലം വേണമെങ്കിൽ ഞങ്ങൾക്ക് 5 കൊല്ലം ലീവ് എടുക്കും.
അങ്ങനത്തെ ഒരു സംഭവം അങ്ങനെയുണ്ട്. കാരണം Morientes. ഞാൻ അധികം ലീവ് എടുക്കാറില്ല, അതൊക്കെ കിട്ടും. And here's Suarez. Great ball, and he's had a hit. Oh, Dipping that shot, is like. beyond special. A worldie and a half. A finish of true class. Well, there's always a chance of being caught like that when you surrender the football. ഹൈഫേസ് പോയിരുന്നു After 39 minutes is ഇല്ലെങ്കിൽ ഞാൻ എടുത്ത് വലിച്ചെറിഞ്ഞു. വെറുതെ The എടുക്കാം. first goal of the game. എടാ ലീവ് Listen, when it എടുക്കാറുള്ള comes to goals, 4 മാസം ഞാൻ Peter, ലീവ് in this ഇല്ലാണ്ട് പോയി. team, he's always the number one contender, and he's done തീരെ it ലീവ് again. ഇല്ലാണ്ട് ആലോചിക്കുക. Oh, it's a nice idea, but കാലത്ത് the 7 മണിക്ക് പോവാ, execution രാത്രി was 10 മണിക്ക് lacking. വരാം. അങ്ങനെ ഒരു 3 മാസം അടുപ്പിച്ച് പോയി നോക്കിയാ ചാവൂലേ. Rodri. പുതിയ ലീവ് എടുക്കുക. Pass is coming off in quick succession here. And here's a chance. No, he's missed it. Yeah, on another occasion, all that went wrong may come right. ഇനി മഴക്കാലല്ലടാ, 1 minute at a time. മഴക്കാലത്ത് നീ പട്ടിയോ ഞാൻ They're back in possession നല്ല and ready ഡിസ്റ്റൻസ് to ഉണ്ട് go അത്യാവശ്യം. again. ഇവിടുന്ന് ബൈക്കിൽ പോവാണെങ്കിൽ 1 hour ഉണ്ട്. 1 hour ഇല്ല, And 40 it's minutes half-time ഉണ്ടായിരുന്നു. here. 40 minutes പ്ലസ് ഉണ്ട്. So the end of the first half, both teams have had their ഇനിയപ്പം എന്നാ moments. join നമുക്ക് There's been ചിലപ്പോൾ no അടുത്ത shortage of മാസമായിരിക്കും talking points, തോന്നുന്നു. but there has been just one goal, and that is the state of it at the break. 1-0. മഴക്കാലത്തൊക്കെ ഉണ്ടല്ലോ. Yeah, you don't അയാളുടെ get മഴക്കാലം എന്നല്ല, പ്രളയമാണ്. Peter, but 2.0 thankfully this is still 2.0 very savable. അടുത്ത Keep പ്രളയമാണ് things നോക്കിയത് simple, അല്ലെങ്കിൽ keep the intensity high, and hope for an early goal. If that happens, it's a game changer. നല്ല രസമായിരിക്കും. And we are ഈ already ഇത് promptly മറ്റേ back on സാധനമാണ് the കൊടുക്കാൻ way. നമുക്ക് സ്മാർട്ട് സിസ്റ്റം. Well, I think in these circumstances, it's all about how to adjust the balance of your team. I mean, you want to get back in it as soon as possible, but without leaving yourself too open. ഇടയ്ക്ക് ഞാൻ മറ്റേ ആയിട്ട് കളിക്കുന്ന ഞാൻ Well, that was well positioned and well pitched. They can't hurt with their backs ആയിട്ട് to കളിക്കുമ്പോൾ goal. ഓണാക്കിയത് പറഞ്ഞാൽ നല്ല രസമാണ്. ബാഗൊന്നും ഇല്ലാണ്ട് അടിപൊളി കളിക്കും. He's looking to set free a runner. Now it's Luis Suarez. Bellingham. He's had a shot. പോടാ. And he's following up. Really well ഇനിയപ്പം taken goal. 7-9 എന്ന് പറയുമ്പോൾ ഫ്രീ ആവില്ലല്ലോ, വേറെ നോക്കാൻ മതി. മൈൻഡ് കെട്ടാ Well, നോക്കുന്നത്. it certainly livened things up. അത് ശരിയാ, പക്ഷേ That next goal സാലറി now ഉള്ളവരെ is നിൽക്കണേ absolutely crucial. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി ഉള്ളവർ വേറെ ജോബ് കിട്ടുകയാണെങ്കിൽ It's no fluke. It's what he was there for. Listen, he would have been advised to do that as a kid, and it's obviously etched in his mind now. ഈ ബില്ലിംഗ് ഗോളിൽ ഞാൻ That has certainly made things interesting. Well, this is to be expected, Peter, when you've got two strong teams of fairly equal standing. The outcome should all come down to finishing. Oh, good read. ബ്രദർ That was well played, Bale, bro. well The stopped. attendance for this match was Long rapid 71,000. chance, trying to orchestrate a breakaway here by the looks of it. ഞാനേ Well, I would മറ്റേ say that this is probably എടാ, the easiest way to play the game, മലബാർ because you try and ഗെയിമില്ലേ absorb അവൻ്റെ the numbers defensively, പാവറ and then you look to hit it ശരിക്കും with എനിക്ക് a long പണ്ടത്തെ ball ഞാനായിട്ട് ഫീൽ quickly on the ചെയ്തിപ്പോൾ ഞാൻ counter ഇങ്ങനെ attack തന്നെ to get your men in എനിക്ക് behind നിങ്ങൾക്ക് the opposition ഓർമ്മയില്ലെന്നറിയില്ല, defence. ഞാൻ പണ്ട് Just looking 7 for മാസം that മുമ്പ് one ലൈവ് telling ഇട്ടിരുന്നപ്പോൾ pass. എങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നു he's സെയിം found some ഡയലോഗ്സ് തന്നെ space അവൻ here. പറയും. Goalkeeper's ball. കറക്റ്റ് ശരിക്കും എനിക്ക് Gotta പറഞ്ഞു make this നിങ്ങൾ nice and ലൈവ് quick. എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ തന്നെയാ പറഞ്ഞിരുന്നത്. ഞാൻ Morientes. മല്ലുമായിട്ട് കളി വന്നപ്പോൾ മല്ലുമായിട്ട് കളിച്ചപ്പോഴും It's really well പറഞ്ഞത് manoeuvred. സെയിം കാര്യം. അപ്പം പറഞ്ഞത് ഡിവൈസ് എളുപ്പമല്ല, കളിക്കാൻ പറ്റണില്ല, ലാഗ്, That's a shame optimistic. സ്കില്ലിടാൻ പറ്റണില്ല, മര്യാദയ്ക്ക് അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ കളിച്ചിരുന്നു. ഞാൻ ഫസ്റ്റ് ലൈവ് ഇട്ടിരുന്നു. Olise going face to face അതൊക്കെ with വെച്ചൊരു his great കഷ്ടപ്പെട്ടിട്ട് rival. ഞാൻ സ്ട്രീം ചെയ്തിരുന്നു. Looking to add to his goal. അസഹ്യം അവസ്ഥ അവര്. Half an hour gone in the second അന്നേരം അവൻ്റെ half. ലൈവിൽ പോയി പറയുകയും ചെയ്തു. ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. Yeah, this kind of Nitro. bold running will എന്നിട്ട് always get you into device ഒക്കെ areas of മാറ്റി possibility. എന്താ സെറ്റാവുന്ന And the വിചാരിച്ചു. shot! പക്ഷേ And വൈഫൈ no, കളിച്ചു. he വൈഫൈ couldn't സ്പീഡ് find the finish. Conte has delivered a really costly Nah, I miss. think It never- could have been their last chance to win it. They've got a ഭയങ്കര healthy പിടുത്തം. number of very tall targets to അയ്യോ, pick out വേണ്ട, from this ആൾക്കാരൊന്നും corner. മാറ്റണ്ട. അങ്ങനെ തന്നെ കളിക്കാൻ എനിക്കല്ല. ക്രോസർ That's a decent clearance. അതവൻ്റെ That a foul? Yes, the referee's given it. പന്ത് Oh, Police. that's a booking. Always looked it. നല്ല കളാണ് ഇപ്പോൾ വന്ന കാട് ഞാൻ കളിപ്പിച്ചു. ക്യാച്ചൊന്നും വലിയ കാര്യമൊന്നുമില്ല, എന്നാലും നല്ല സ്പീഡും നല്ല മൂവ്മെൻ്റ് എടുത്ത് കളിക്കണം.
Smartly reclaimed. Right card gets it away. Don't you just love the level of intensity here? Neither is prepared to back down, and to be honest, that's how it should be. You wonder if that's it now, but there may be one more opportunity, Peter, for a late steal here. Suarez showed plenty of zest in getting to the ball, but couldn't quite sort it out. കുഴപ്പമില്ല ബെല്ലിങ്ങോടെ CF അടിപൊളിയാട്ടോ ഞാൻ അതുപോലെ ഹോൾ പ്ലെയർ ഇടണം CF ഇടാണെങ്കിൽ എൻ്റെ അടുത്ത് കളിച്ചോളും അത് അത്യാവശ്യം സ്പീഡും ഫിനിഷിങ്ങും ഉള്ള ആളായിരിക്കും അതുപോലെ പാസിങ് ഞാനെയോ എടാ ഇതില്ലേ പെനാൽറ്റി ഇല്ലേ പെനാൽറ്റി ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെ എനിക്കറിയായിരുന്നു പെനാൽറ്റി സെറ്റ് ചെയ്ത് വെച്ചു. So we've gone the full distance here, nothing definitive, and we will be back shortly for a penalty shootout. ഭയങ്കര മടി ആരെങ്കിലും ഓവർലേ സെറ്റ് ചെയ്യാൻ പറ്റുമോ ഞാൻ ക്യാഷ് തരാം. An exchange of stares and we're ready to go. ഭയങ്കര ഇത് മടി വരുന്നു ഞാനാണോ And he has done his bit. I thought he did really well to hold his nerve then and score that penalty. Olise is the next to run the gauntlet. Cool it on, one each. Always a little more pressure when you're trailing, but it didn't show. So, the second man in line. Oh, straight down the middle, and for some, it's too much. Suarez is second man. കുറച്ചു നേരമായി അയ്യോ എന്താ എൻ്റെ എൽഗാറ്റോ ഇടയ്ക്ക് പണി തരുന്നുണ്ട് കേട്ടോ Man in the queue. കറക്റ്റ് കണക്കാവണ്ട അതിൻ്റെ ഇടയിൽ ചാടാൻ മറന്നു പോയി ഞാൻ വരുന്നു. Good penalty, just steered it the other way. Brilliantly done. Never took his eye off the keeper either. Morientes is third in line. Big Wow. character, big moment, big save. This to put them 2 up. അയ്യോ ബെല്ലിംഗോള് And the keeper's come up trumps. Oh, that's a super save from the keeper. Neymar ലാസ്റ്റ് is ടൈമിൽ fourth up. ലാസ്റ്റ് ടൈമിൽ 3-3. ചാടിയതൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു ചാടിച്ചത് കറക്റ്റ് ആയിരുന്നില്ല വെറുതെ Kimmich with the last of the first 5 penalties. സമ്മതിക്കൂല ഞാൻ He knew exactly what he wanted to do there and executed it perfectly. The margin of error is 0. It's in, he's kept them in it. I thought he did really well to hold his nerve then and score that penalty. A huge pressure പാവം penalty വിചാരിക്കും reserved അവിടെ only അയ്യോ മാറിപ്പോളിയാ for committing himself. Yeah, made his mind up very quickly and just didn't waver. He must, but can ഇപ്പൊ he? ഞാൻ പിടിച്ചു കഴിഞ്ഞാ ജയിക്കൂലേ ഞാൻ പിടിച്ചാൽ ജയിക്കൂലേ Dispatch. There will be more of this. Pick your spot, don't change your mind, and the keeper should be neutralised. So is this to be Yeah. lucky 7? We shall see. Okay. Bro. കളിങ്ങിറക്കി ഇത് പിടിക്കും Yeah, it's a guessing game for the keeper and he guessed wrong. എന്താ
സെലിബ്രേഷനൊക്കെ മതി. Longboa Bichaya at the point of no return. Great penalty under pressure. Again, pick the spot. He was always looking good there. Nice penalty. ഞാൻ അടിച്ചു പുറത്തു. Maldini must have hoped he wouldn't have to take one. Bro, this is bullshit. He knew exactly what he wanted to do there and executed it perfectly. Longboa Bichaya must score here to stay in it. Brilliant. Considering the circumstances, brilliant. Well, you can't approach a penalty with any doubt, or you'll have to rely on luck. So the ball is placed on the spot. Yeah, come on, Thuram come on. is ninth in line Thuram, here. come on. Thuram, come on. പേടിയാവണ്ടേക്ക് എന്തിട്ടിത് അവൻ പിടിക്കും ഇതിപ്പോ അവനെ ചാടും. വീണ്ടും അവൻ അങ്ങോട്ട് തന്നെ അടി. ഞാൻ ഇങ്ങോട്ട് തന്നെ അടിച്ചു. Brilliantly done. Never took his eye off the keeper either. Longboa Bichaya are looking to save match point. Promotion. കണ്ടാ ഇത്ര നേരം നിന്നിട്ട് Pick your spot, don't change your mind, and the keeper should be neutralized. Araujo takes us into double figures. ഇതിപ്പോ This is quite ഞാൻ അടിക്കണ്ട. extraordinary. ഇപ്പൊ ടെൻഷൻ എനിക്കേല് ടെൻഷൻ ബോസ് ടെൻഷൻ again tension. വീണ്ടും ഞാൻ അങ്ങടെ തന്നെ അടിച്ചു. Well, he totally nailed that penalty, picked the spot, didn't change. സുവാരസിന്റെ മുഖന്നേക്ക് ടെൻഷൻ അടിച്ച് നിൽക്കണം. So can he do it? He Can he keep them alive? എങ്ങടിയാടും That's just emphatic. He knew exactly what he was doing. I thought he did really well to hold his nerve then and score that penalty. So a duel between the you, keepers. Bro. It's you, bro. Oh, the keeper could have stood still and stopped it. Penalty. Well, you can't approach a penalty with any doubt, or you'll have to rely on luck. ഇതങ്ങനെ സ്കില്ലിട്ട് കളിയാൻ പറ്റൂല. അതാ പ്രശ്നം. അവനും നേരെ അടിച്ചു. Last time you need a very strong mind in those situations. Any penalty that goes in is a good one. So we've done a complete round and still nothing is decided. അവന് ബുദ്ധിന്നെ അവനത് കറക്റ്റ് ചെയ്യും. ഞാൻ സമ്മതിച്ചു കൊടുത്തവൻ. And he's fired it in. Yeah, made his mind up very quickly and just didn't waver. Lest you need reminding, miss this and it is over. So in the end they just about prevailed. All the emotional torture and travails worth it in the end. Please turn your attention to the screen. Well, it's been such a long match Nice and the goal. penalty shootout Etra is a difficult way to goal. win the game. But I thought Good they game, did bro. really well to hold their nerve and come through. 11-10. Many thanks to Jim, and with that it is a very good night to you. Good game. അവിടെ 21 കളിയാണ്ട് ലീഗിൽ തോൽവില്ലാണ്ട് പോയിരുന്നതാ. ആ ഫ്ലോ അങ്ങോട്ട് പോയി കിട്ടി. ഇപ്പം എത്ര കളിയാ തോറ്റെന്നറിയാം. അതിന് ശേഷം ഞാനൊരു ഫോർമേഷൻ ഇട്ടിട്ട് 21 കളി 4-2 ഉണ്ടോ മറ്റേ ഫോർമേഷൻ. വലിയ ഫോർമേഷൻ ഒന്നുമല്ല. പിന്നെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഞാൻ ഇട്ട ഫോർമേഷനായിരുന്നു. അതിന് ശേഷം ചറപറ കളി തോറ്റു. ചറപറ കളി എനിക്ക് തലക്ക് ഭ്രാന്തി. അതിനുശേഷം
ഈ ലൈവ് വരാൻ ഇതിങ്ങനെ ആയി ലാസ്റ്റ് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് ലൈവ് വന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ സെറ്റ് ആക്കിയിട്ട് വരുള്ളായിരുന്നു. ഞാൻ ഓവർലേ കണ്ടില്ലേ, ഓവർലേയിൽ സെറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ടിരിക്കുക. വൈഫൈയുടെ റൂട്ടർ കണ്ടോ വാങ്ങിയിട്ട് അത് സെറ്റ് ചെയ്തിട്ടില്ല. സെറ്റ് ചെയ്യാനുണ്ട് കുറേ കാര്യങ്ങൾ. എന്നിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചത് ലൈവ്. ഇതെന്താ 2 റിഫാൻ സെറ്റ് വേറെ 2 റാങ്ക് പുഷ് ചെയ്യണമെന്നുണ്ട്. ബട്ട് എന്താ പറയുക, ഒരു AI കളിച്ച് നോക്കിയിട്ട് റാങ്ക് പുഷ് ചെയ്യാട്ടോ. AIയിൽ ഈ സ്കോഡ് ഞാൻ മാറ്റിയിട്ട് ഈ സ്കോഡ് ഇട്ടോക്കട്ടെ. എവിടെ മറ്റേ സ്കോഡ് എവിടെ എൻ്റെ ഇതല്ലേ, ഈ സ്കോഡ് ഇട്ട് കളിപ്പിച്ചോട്ടെ. ഈ സ്കോഡ് ഇട്ടിട്ട് എന്തൊരു സുഖമാണ് കളിപ്പിക്കാൻ. എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ പുഷ് ചെയ്യുക ആടാ പുഷ് ചെയ്യുക. ഇത് ഈ ഒരു കളി അവിടെ എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ ഈ എപ്പിക് കാർഡ്സൊക്കെ ഉണ്ടെങ്കിൽ എപ്പിക് കാർഡ്സ് മര്യാദയ്ക്ക് കളിക്കുന്നില്ലെങ്കിൽ ഇങ്ങനത്തെ കാർഡ്സൊക്കെ ഒന്ന് ഇട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കലോട്ടോ. നൈസായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനത്തെ കാർഡ്സ്. AI ആയിട്ട് ഭയങ്കര അലമ്പാട്ടാ. AI ഇപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഭയങ്കര ടഫാണ്. AI ആയിട്ട് ഞാൻ കളിക്കാറില്ല, മറ്റേതൊന്നും കളിക്കാറില്ല. പക്ഷെ വെറുതെ നമ്മ എന്താ പറയുക ഫ്രസ്ട്രേറ്റഡൊക്കെ ആവില്ലേ, മറ്റേല് തോറ്റു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനത്തെ കളി കളിക്കും. അപ്പോൾ മൈൻഡ് സെറ്റ് ആവും. The match day noise at this place is truly special. The pride, the passion adds to a massive sense of occasion. The action has already started. അല്ലാണ്ട് തന്നെ കിട്ടുന്നുണ്ട് മറ്റേ സ്കിൽ ടോക്കണൊക്കെ പടക്കിടയ്ക്ക് കിട്ടും. സോ ഈ റിവാർഡ്സ് രണ്ടിനും ഏകദേശം സെയിം ആണ്. കളിയാകുമ്പോൾ Well, talk about a real rude awakening. It's almost as if the defence saw nothing coming. They just didn't anticipate. Unhinged rather than doze. നമുക്കറിയാലോ Now the finish! He scored! That is remarkable! All square in a matter of moments. Well, going behind has simply triggered a collective determination to hit back, and they merit nothing less. And that is about as cool as they come. He picked his spot expertly. Well, Peter, I think the keeper knew straight away he was never going to get to it. And that has added a whole new complexion to the game. Well, I think the players will be buoyed by the fact that they've managed to level things in a hurry. Tails most definitely up now. അതിനനുസരിച്ച് നല്ല സ്പീഡുള്ള വൈഫൈയും ഒരു 200 MBs പക്ക വൈഫൈ ഉണ്ടെങ്കിൽ സെറ്റാണ്. Now it's Mbappe. Climbs up big. That's just playing it safe and simple. The movement is slick, the speed is slippery. The defence though able to hold on this time. മറ്റേ സാധനത്തിൽ കളിക്കുമ്പോൾ പറ്റുന്നുണ്ട് എന്താണോ. Well, it seems as if he's just had a momentary lapse and പീറ്റർ സെക്കിന് ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ അവയർനെസ് ഭയങ്കരമായിട്ട് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നു. എന്താ സംഭവം എന്നറിയില്ല. മണ്ട മറ്റേ പീറ്റർ അണ്ണൻ്റെ പാക്ക് വരുന്നോണ്ടാണോ എന്നൊന്നും അറിയില്ല. തൊട്ടടുത്ത് ബോൾ ഇങ്ങനെ ഉരുണ്ട് വന്നാലും ഇങ്ങനെ നോക്കിയത് 98 അവയർനെസ് ഈ ഗാഡിനെ ആക്കി വെച്ചിരിക്കണം. 97 ആക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പോഴും. എന്നിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു സംഭവം മുമ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഒന്നും ഉണ്ടായിരുന്നില്ല. ബോഡി ഒന്ന് ബോളൊക്കെ എടുത്തിരുന്നു. ഇപ്പം ഈ 2-3 ദിവസമായിട്ട് ബോള് തൊട്ടെടുത്ത് കിടന്നാലും ഇങ്ങനെ നോക്കി. അപ്പോൾ മറ്റേ പ്ലെയർ വന്നിട്ട് ആ പ്ലെയർ വന്നിട്ട് തട്ടുന്ന വരെ ഇങ്ങനെ നോക്കി.
Yeah, and there are so much of them, but of course the returns can be terrific. ഭയങ്കര സ്കോളറി കാർഡാണ് പത്തിനാണ്. എനിക്ക് ആദ്യം ഇഷ്ടമുണ്ടായിരുന്നില്ല ഈ പ്ലെയറിന്. പക്ഷെ അവൻ്റെ ബേസ് കാർഡ്സ് കിട്ടുകൾ ബേസ് കാർഡ്സ് അല്ല ഹൈലൈറ്റ് കാർഡ്സും കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് 2 കാർഡുണ്ട്. എവിടേക്കാളാ പോയത്? ആ നാട്ടിൽ ഭയങ്കര അടിപൊളി റണ്ണാടാ ഇവൻ. പക്ഷെ ഇവന് ഈ സ്റ്റാറ്റ്സ് കൊടുത്തപ്പോൾ പോരാ ശരിക്കുള്ള കളി വെച്ച് നോക്കുകയാണെങ്കിൽ. അടിപൊളി ഫിനിഷിംഗ് ഒക്കെ 85 ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ ഗെയിമിൽ പിന്നെ ഫിനിഷിംഗ് കാണുന്നുണ്ടോ? അവൻ്റെ വീക്ക് കൂട്ടുകൊണ്ടൊക്കെ അടിക്കാൻ അടിയാണ്. Van Dijk, Ruben Dias, Mbappe. മെസ്സിയുടെ കാർഡിന് സ്റ്റാറ്റ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ ഓപ്പൺ ബോക്സൊക്കെ മിസ്സാക്കി. And the counter is on. Yeah, this kind of bold running will always get you into areas of possibility. Hernandez. 2 added minutes has been indicated. Valverde. Well, it's a move of great promise, but will it really prove productive? പട്ടി അവിടെ തെച്ചില്ലേ? He's got the shot away. He's scored. ഇതിലിങ്ങനെ ട്രിപ്പിൾ ചെയ്ത് കളിക്കുക. And that really is so impressive. Oh, that's wonderful to see. The run was explosive. The finish exquisite. ബോള് പോയില്ലേ? ഞാൻ റൂട്ട് വെച്ചിട്ട് നാളെ സ്ട്രീം ചെയ്യും. അപ്പോൾ അതിന് മാറ്റം വരുന്നതാണ് എൻ്റെ നിഗമനം. റൂട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ There's the whistle for half-time. Well, what a comeback. Certainly I didn't see that coming, nor I think did many in this crowd. The midway point of the game. Well, give me a moment to get my breath back. What a super half of football. Incident-packed, goals, comebacks, and the match being turned on its head. Which way it's going to go from here? It's anyone's guess. Leading by 1 in a finely poised game. It is intriguing to watch. And he's had a hit. And he looked every bit the assured keeper there. Olise is offering a right smile there. ട്രൈ ചെയ്യാകുമ്പോൾ പറ്റില്ല കളിക്കാൻ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിങ്ങനെ മുഖത്ത് മറ്റേ സായി പോപ്പിയൊക്കെ കാണിക്കുന്ന പോലെ അവനെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കും. എന്നിട്ട് പറഞ്ഞാൽ തലവേദനയുടെ മറ്റേ തേങ്ങ എന്നിട്ട് കൈമ ഓയിലാക്കണം. Uruguay have their second corner now. Tries a header. Went with his head but couldn't steer it in. വിക്ടർ ആരുടെ വിക്ടർ ബാല എന്നൊക്കെ പറയണ്ടായിരുന്നു കുറെ പേര്. Hernandez. വിക്ടർ ബാല Kimmich. The pressing's intense and it's paid off. ചൗമിനിയുടെ കാർഡുണ്ടല്ലോ. Here's Osimhen. Olise. Big chance. They've done it. And there's the goal they've been looking for. നമുക്കറിയാലോ സ്റ്റാറ്റ്സ് Yeah, the pass was bang on and he just had to ensure he didn't stray outside. The finish was actually bang on too. For Uruguay, And yes, it's him again. number 10. 100 ഫിനിഷിംഗ് പറയുമ്പോൾ അടിക്കുന്നതെല്ലാം ഗോളാണ്. എന്തപ്പോൾ അതൊക്കെ സ്റ്റാറ്റ്സ് ഇല്ലാത്ത കാർഡുകൾ Look, this position ought to convince them to increase their lead. I think they should be really positive about this. Oh, just like to അയ്യോ finish. അള്ളാ All you'll be thinking is, സ്റ്റാറ്റ്സ് ഇല്ലാത്ത please, കാർഡുകൾ ചില ground. കാർഡുകൾ ഭയങ്കര നൈസായിട്ട് പറഞ്ഞു. Well, Peter, just see here how a lot of the attacking players aren't dropping back anymore. And that means just one thing, I സ്റ്റാറ്റ്സ് suppose. നോക്കിയ ആൾക്കാരെ Yeah, കണ്ണ് they just simply want to engage the counter-attack. 60,987. Valverde. ഇന്ന് വന്ന കാർഡിന്റെ കണ്ടില്ലേ? Hernandez.
അതിൽ എങ്ങനെയോ Mbappe. കിട്ടുന്നുണ്ടെങ്കിൽ എങ്ങനെയോ പ്രോഗ്രഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 13 Yeah, it very much attributes looks ആണ് like this 92. defence has learned from its errors now. And it's played forward. പാവാട്ടിനൊക്കെ എന്ത് പറയണമെന്നാണ് പാട്ടിനൊക്കെ Elise. Now it's Osimhen. He's picked his way through. Well, now it's a race for the ball. He's going for goal. That was mighty close. Come on, show me. It's a good ball played into space. That's beautifully weighted. എടാ പട്ടി അടിച്ചാ മതിയായിരുന്നു മരിക്കുന്നേ Van Dijk. അവിടെ ഇങ്ങനത്തെ ഒരു കുരുത്തം കെട്ട തോന്നലുകൾ And here's Osimhen. പൊട്ടിച്ചില്ല. Osimhen had a really good go at breaking through, but ultimately he was just about kept out. Yeah, definitely not much wrong with what he tried, all things considered. The defence were just well prepared for what was coming. And here's the chance to counter. Now it's Osimhen. Great chance! Yes! And they are pulling clear here. That was easy, almost too easy. Well, it doesn't have to look spectacular. Why complicate simplicity? It's starting to look like a done deal now. Federico Valverde. Number 6, Joshua Kimmich. And here's Mbappe. He's found a way through. Lacking in accuracy. Substitution for Barcelona. Number 14. So there's going to be another change here. Coming on the I field. think you have to admire his willingness to keep plugging away, but the manager has done him a big favour, I think, by taking him off. You know, he was looking very, very leggy. Mbappe. Great defending, strong and determined. That's positional goal, the utilisation of space. Just seeing the board now, it's going to be 5 extra minutes. That is good pressure, just hounded him off it. And it's Messi. Great ball if he can get there. Ter Stegen deals with it effortlessly. And the referee brings it to a close. Uruguay have won it by sheer force of character. As winning teams do, they managed to find that little extra when they needed it. Olise voted man of the match, and deservedly so. Long 7 months. Long 7 months. എന്റെ പൊന്നെ ഈ കാർഡ്സ് വെച്ച് പുഷ് ചെയ്താലാ എന്താ പറയണ ഒരു കളി ഈ കാർഡ്സ് വെച്ച് പുഷ് ചെയ്ത് നോക്കാം. ഈ സാധാ കാർഡ്സ് വെച്ച് പുഷ് ചെയ്ത് നോക്കാം. മറ്റേ കാർഡ്സ് വെച്ചിട്ട് ബോറടിച്ചിറക്കി കളിച്ചിട്ട് പ്ലേ ടു വിൻ ആക്കാം. പ്ലേ ടു വിൻ മാറ്റിയിട്ട് ഓക്കെ. അയ്യോ എൻ്റെ ഇതൊക്കെ പോയതാ. അവൻ്റെ സ്കോഡ് എന്തോ സ്കോഡാണോ? സൺ ഹ്യൂമിൻ റോഡ്രി ജോഷ്. ഓ നൈസ്. റെഡി എനിക്കറിയാം. നീ എൻ്റെ സ്കോഡ് കണ്ടപ്പോൾ റെഡി കൊടുത്തുണ്ടോ? സാധാരണ സ്കോഡ് എൻ്റെ പൊന്നി കൊള്ളറ്. അപ്പം LMF ക്രോസിംഗ് ആണ് മുത്തേ.
കൊള്ളാനായിട്ട് റോബർട്ടോ കാർലോസിനെ കൊണ്ട് ക്രോസ് ചെയ്യാനുള്ള പരിപാടി എനിക്കറിയാം. എല്ലാം മൊത്തട്ടെ മൊത്തം. പിന്നെ ഞാൻ എൻ്റെ റൈറ്റ് ബാക്ക് ആരാ? എല്ലാം മപ്പ് എന്താ ഡിഫെൻസീവ് ആരുമില്ലേ? പേട്ടുവിനാണോ എൻ്റെ സ്കോഡ്? പേട്ടുവിന് എണ്ണാക്കിലിടുന്നുണ്ട്. Well, they say football's only a game, but you should try telling this lot. Without a doubt, it is the week's most eagerly awaited contest. A sporting event which has magnificent scenery as its backdrop. It is tribal, and it has aroused the most primal of instincts in so many of us. And we are glad to have you alongside us for it. Well, there is here a great sense of expectation. As to universal contentment, the Emirates embraces Arsenal once more. Well, if you did just miss it, we are up and running already. Shevchenko, well, once more, it's him, and we can't be surprised because his instinct for doing this is incredible. Well, it always comes down to the telling final pass, and that was a beauty. So, a breakthrough already. And he was quick to react. The pass is intercepted. Now it's from Mario. That's positional gold. The utilization of space. Chance in. And again, they simply do not know what has hit them. Nedved duly reaps his reward, kept his cool whilst the defence lost their bearings. Well, I admire players who do that because they just don't give up on anything. Arsenal are doing very nicely, thank you. No doubt as to who has the momentum here. Chance! Deftly away. Speed bro. Bye. Carlos's speed is 100. Intercepts the throw, that's well read. That looks a cracking ball. Well, a glitch with the rangefinder there, and evident annoyance. The movement was good, but the pass lacked authority, a cause of mild frustration. He's had a hit! And that's what you call inspired goalkeeping. Really anticipated that well, didn't he? Uruguay with the corner, there first. Dendara. Had a shot. Maldini gets it clear. And now a sudden chance to counter. That has been cut short. And it's Shevchenko. He'd have done well to reach that. And that interception was most necessary. He read that really well and stopped it. Could move up a gear here. Olise. Olise! And for a moment, time stood still. Really was just waiting to pounce on any slip-up, and he was gifted a chance. Leicester gets over and intercepts. Olise. Oh no, what a shapes to shoot! He has done it! That was easy, almost too easy. It's a simple game. The striker's job is to find the space as often as possible, and he did exactly that. After 37 minutes is Well, it's important they didn't get ahead of themselves and lose their discipline. This game plan could near well reward them with an equaliser.
ഈ ഒരു ഹാപ്പിനെസ് കിട്ടും. അത് ഇതുപോലത്തെ ഒരു സ്കോഡിൻ്റെ And it's Griezmann. Come Maldini on. wins the duel this time. അറിയാം. Come on. എടാ അവിടെ പാടാ റണ്ണെടുത്തതായിരുന്നു. Koundé. Olise. ഗ്രീസ്മാൻ അധികം റണ്ണില്ല. Oh, well played. ഈ കാർഡ്. And it's Maldini. ഒലീസ ഒരു രക്ഷയില്ല കേട്ടോ. ഒലീസറെ കാർഡ് രക്ഷയില്ല. Griezmann. കിട്ടിയൊരു കളിപ്പിച്ച് നോക്കിക്കോ. Now it's Rafinha. എടാ ഡി ടി That's ബൂം offside. Yes, it is. അടിക്കാൻ. ഒലീസറെ കാർഡ് നല്ല അടിപൊളി കാർഡാട്ടോ. Added time. പവർ ഇപ്പോൾ കുറയ്ക്കാൻ നിൽക്കാനുണ്ട്. ഈ പവർ കുറയ്ക്കാൻ സാധ്യതയില്ല. Rafinha. Now it's Mbappe. എടാ എവിടെ നിന്റെ ഡി ടി And ബൂം here's a chance. ഇപ്പൊ ഡി ടി ഇല്ല. He's നേരത്തെ missed, but ഇട്ടപ്പോ not ചില like നേരത്തെ that ഡി one. ടി ഒന്നും വരില്ല. ഡി ടി ഇട്ട് Very കഴിഞ്ഞാൽ speculative with Yeah, little no, threat, if any, for the keeper. അത്യാവശ്യം പഴയ പോലെ ആക്കേണ്ട സമയം കഴിഞ്ഞു. പഴയ രസം. That is going to be the final action of the first half. Well, it has been a very watchable football match that has already provided 3 goals, both teams contributing plenty to it. And in terms of scoreline, it is close to being perfectly balanced. The game living up to billing and plenty of thrills to keep the crowd warm. We'll be resuming in a quarter of an hour from now with the Come on, scoreline Mbumon. 2-1. Coming on the field is Caution certainly not on the agenda രണ്ടരേ. here from എടാ, both എടാ, sides. അവിടെ Well, it's ഇരുന്ന് still anyone's game, as അപ്പോൾ both അവിടെ sides have shown they have goals in them. പിടിക്കാൻ As for the next one, should it arrive, that may have a bigger bearing as to who emerges victorious. And the game has already resumed here. Great hit! Good try. The outcome could so easily have been different. That is a ഈ really കാർഡ് എൻ്റെ good chance അടിപൊളി missed, കാർഡാട്ടോ. Peter. Certainly the way he's കൂടി ഒരു been playing. പോരായ്മ എന്നാണ് ഉയരില്ലായ്മയാണ് അതിൻ്റെ ഒരു പോരായ്മ. ഹെഡിങ് ഹെഡർ വൈസ് ഇങ്ങനെ വരുന്ന ബോളുകളുണ്ടല്ലോ, ഗോൾ കീപ്പർ അടിക്കുന്നതും And it's Roberto Carlos. And he's surging through. And Romario! Well, it seems as if he's just had a momentary lapse and slipped into tunnel vision, because he had good options around him and he failed to get his head up. എന്നാ ഹെഡ് ചെയ്ത് ഗോളൊക്കെ അടിക്കണ്ടോ വേറെ കാര്യം. Oh, Red, nice interception. Oh, that's a clever looking ball. Marquinhos cuts it out. Hey, come on, man. That's a nicely weighted pass. Bale. He's found the way through. Shin to shin, bicep to bicep, and he wins out. 2005. Uruguay needed that. They Come on, really Mbappe. needed it. You know, it was an intervention that had to be made. Serious trouble lay in store. And now they can clear their lines. He's had it taken off him. Marquinhos getting this one clear. മറ്റേ ഓർമ്മയിൽ നിൽക്കാൻ മറ്റേ സ്കോഡിന്റെ ഓർമ്മയിൽ നിൽക്കായിരുന്നു. റൺ ചെയ്ത് പിടിക്കുമല്ലോ. Araujo hits it away. Uruguay, and now the hit. Great strike. A test for the keeper. Well, Peter, he clearly felt he was being invited to shoot, and it wasn't the worst decision he could have made. Into the last quarter of an hour. Arsenal clearly have been instructed to kill this off. Offence is the best form of defence. He's gone forward. That is good alertness. Edmond. Oh, a delicate chip through. Well timed, excellent interception. Bale, great defending, strong and determined. He's through here. And that was very necessary. Over to the left. And he's picked out the run. Yeah, it's safe to say that they just need to manage this to secure the win now.
Ter Stegen clears. Lamario. Bale. And the assistant referee has his flag raised for offside. ഇപ്പോൾ സ്കോറിന് മാറ്റം മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ മാറ്റാം. 2 added minutes has been indicated. The pressing's intense and it's paid off. അയ്യേ അവനെ തന്നെ കൊണ്ടുപോയി. So that's it. It is all over. Uruguay can justifiably find this a hard one to swallow. They gave it their all, but ultimately they have fallen just short against an opponent prepared to go toe-to-toe until the end. Now, we would like to ask you all to So what do you take away from it all, Jim? Uruguay never really got into this game. I think conceding early as they did seemed to completely undermine whatever had been put in place. ഈ ഒരു കുറഞ്ഞ 1860 ഇന്നലെ. പിന്നെ കുറേ ഇങ്ങനെ മടി പിടിച്ച് ചറബറാ ലോസം കണ്ടു കൊടുത്തു. രക്ഷൻ്റെ സോറി അതിൻ്റെ ഒരു തുമ്മലും കൂടി വരുമ്പോഴേ സുഖമില്ലാത്ത പോലെ കളിയാ. സ്കോഡിട്ട് കളി ഇതിൽ തോറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫോർമേഷൻ മാറ്റി വിങ് ഫോർമേഷൻ ആക്കും. വിങ് ഫോർമേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളി. പക്ഷെ എനിക്ക് ചില കാർഡ്സ് ഇപ്പോൾ കളിപ്പിക്കാൻ പറ്റില്ല. അതേനെ ഞാൻ ഈ ഫോർമേഷൻ ഇട്ട്. എനിക്ക് വാൽവെർഡെ കാർഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ കാർഡ് എടുത്താൽ പിന്നെ അധികം കളിപ്പിച്ചിട്ടില്ല. കാരണം പൊസിഷൻ ട്രെയിനിങ് കൊടുത്തിട്ട് അവന് DMF എന്ന സാധനമേ കിട്ടുന്നില്ല. CMF മാത്രമേ CMFും RMF റൈറ്റിംഗ് ഫോർവേഡ് പക്ഷേ ഇതാവില്ല. ഇവൻ്റെ പ്ലെയിൻ സ്റ്റൈൽ വർക്കാവില്ല. ഡിസ്ട്രോയർ അല്ല. പിന്നെ AMF ഇടാം. പക്ഷെ AMF വർക്കാവില്ല. DMF ഇട്ടിട്ട് എങ്ങനെയാലും ആട്രിബ്യൂട്ട്സ് ഡിഫെൻസീവ് ആട്രിബ്യൂട്ട്സ് കൂട്ടിയിട്ട് DMF ഇടാന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പൊസിഷൻ ട്രെയിനിങ്ങിനകത്ത് തേങ്ങ അതും കിട്ടണമില്ല. പൊസിഷൻ ട്രെയിനിങ് ഗവി 2 ഗോൾ പ്ലെയറാണ്. 2 ഗോൾ പ്ലെയർ ഇട്ട പണി കിട്ടും. രണ്ട് ഗോൾ പ്ലെയറും നമ്പർ 10 ബാറ്റിസ്റ്റു. എടാ ഇതെന്തറാ നമ്മൊരു ഫോർമേഷൻ എടുത്താൽ ഞാൻ അതുപോലെ തന്നെ വന്നോളൂ. ഫോർമേഷൻ ഏകദേശമൊക്കെ അതുപോലെ തന്നെ. ഏകദേശം അതേ ഫോർമേഷൻ. ഞാനത് SS AMF കയറ്റിയിട്ട് SS ആക്കാന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ. കറക്റ്റ് ആയിരുന്നു സെയിം ഫോർമേഷൻ. വേറെ ഇങ്ങനെ കണ്ടുപിടിക്കാനോ മാച്ചിങ്ങിൽ കറക്റ്റ് ഫോർമേഷനൊക്കെ ഇങ്ങനെയൊക്കെ കറക്റ്റ് കണ്ടുപിടിക്കാൻ ആൾക്കാർക്ക് കാർഡുകൾ നെർഫ് ചെയ്യാൻ പറ്റാത്ത ഇത്രയും വലിയ സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് So the wait is over, we could finally get going. Welcome to everybody who has joined us for this unmissable game. Hugely anticipated, hugely hyped, undoubtedly the place to be at this moment in time. Really is quite a sight to behold this. It feels like a big game, it looks like a big game. Mind you, they all do at this ground. The action has already started. Bellingham, he's found a way through. And he's there to belt it away. Whistle's gone, that's a foul. That's going to be a booking. ഓടിപ്പോയി അവിടെ പോയി റിസ്ക് ഇല്ലടാ നോക്കിയതാ. നെറ്റേക്ക് നേരെ അടിച്ചാൽ മതി. അവൻ്റെ നെറ്റും വന്നു. Ricky Push. എടാ Oh, that is a nice touch. Always onto this. Araujo deals with that comfortably. Jim, who do you pick out as the telling individual today? The defensive qualities of William Saliba.
For me, Peter, he's someone who's shown great leadership from such a young age when starting his career in France. I see a lot of bravery and courage, and I think they're words to associate with somebody who is very good in both boxes. No argument from me on that front. It's easy to see how his എല്ലാവരും presence alone സ്പീഡിനെ affects ബോൾ both ആൾക്കാരെ sides. കളിക്കുന്നത് എന്തായാലും 100 സ്പീഡ് എന്തായാലും Zico, എന്ത് he's going to be disappointed with that. It's really well manoeuvred. ഓ എടുത്തിട്ട് 2000 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകുന്നു Right card, kept aware, and it is reclaimed easily. Excellent challenge there, uncompromising. Now it's Bellingham. Bellingham making good progress on the right-hand side. എടാ വീണ്ടും ഞാൻ ആ സാധനം ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ എത്തിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഇപ്പോൾ ഓഫ് ചെയ്യാൻ പറ്റും സ്മാർട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ട് സാധനം ജസ്റ്റ് ആയിട്ട് അടിക്കുമ്പോഴല്ല ചിലതും സിക്സ് അടിക്കുന്ന പോലെ പോവുക ആവശ്യം Now it's Hullet. Come on, Gullit. Come on, Bellu. Cleared away. No change to the score. 0-0 it remains. Araujo kept his eye on it, and he's there. Come on. Come on. Baby. Gavi in acres of space out wide. Some blocking on it. He's going to have to tune his range. Costa Corta. ഇപ്പം എന്നുള്ള സംഭവം ഇത്ര വേണ്ടത് ഒരുമാതിരിയായി ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നു ബ്ലോക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നൊരു മറ്റേതൊക്കെ ഒരു ബൂം അടിച്ചിരുന്നു എന്താ പറയാ പുറത്തുനിന്നൊക്കെ ഭയങ്കര സീൻ ബോളൊക്കെ അടിച്ചിരുന്ന സമയമുണ്ട് He needs a minder, and one of his teammates should be picking up on that, and quickly. Standing അടിക്കാൻ പറ്റുന്നുണ്ടായി Now it's Ricky Push. He's got the shot away. Oh, there's a probing ball. Ricky Push. And Batistuta! He is desperate to get on the score sheet. But not this time. Paris Saint-Germain really putting a few chances together here. Taking one can only add to such good momentum now. There will be 1 minute added time. Fiddles it through. Oh, well played, well sorted out. And we hit half-time. Perhaps not full of thrills and spills, but a game which has been of a very high level, certainly defensively, as both teams walk off unscathed. A tight affair, 0-0 at the break. And it grossing half, but we're still where we started, 0-0. And if you're just back from your break, you've missed very little of the resumption of the second half. Well, I suppose from a defensive perspective, Peter, neither manager can be too unhappy. I just wonder which team is going to up the ante first. Paris Saint-Germain are totally dominant in the middle of the park, a no-way through zone. Casemiro. Seen that early, used a certain sixth sense. And now the breakaway. He's intervened well there. And it's Sané. That is Stuta! It's run loose. Who's going to get there? അതുപോലെ ഡിഫൻഡേഴ്സ് എവിടേക്കൊക്കെ ഓടിപ്പോണെന്ന് മനസ്സിലാണ് നമ്മ ഒരു ഫോൾട്ട് ഉണ്ടാവൂല പക്ഷെ ഡിഫൻഡേഴ്സിനെ കാണൂല കുറച്ച് ഒരാൾ പോലും ഉണ്ടാവില്ല കൗണ്ടറിനാലും വലിയ കൗണ്ടേഴ്സ് ആവും ചില നേരത്തെ അത് മുന്നിൽ കാണുന്നു പോലെ ആവുമ്പോൾ കൗണ്ടർ മാനേജറിന് ഡിഫൻഡബിൾ അതൊക്കെ അടിക്കുമ്പോൾ ഗോളാവില്ലാന്ന് ഉറപ്പാണ് Paris Saint-Germain with their first corner, the first in the game for either side actually. Not pretty, but it gets the job done. And now a sudden chance to counter. He
He's coming under serious pressure here. Well, they seem intent on marking him out of the game. They're certainly trying to wind them up in the process. Could be danger here. Can he finish? Casemiro കാലിൻ്റെ ഇക്കിലേക്ക് കൊണ്ടുപോയി ഗോൾ എടുക്കുമ്പോൾ What a time to take the lead, but now comes the dilemma of whether you want to hold on or go for it again and try and extend your advantage. That's always been the hard one. 6 to shoot. Oh, that was a half-decent effort. Thuram tries making a foray down the right. And he was quick to react. That's really well manoeuvred. Rummenigge. Bellingham. Oh, now the finish! Really well taken goal. Level in a trice. Well, that's so refreshing. They went a goal down and you never would have guessed it. Their reaction has been emphatic. Lacking for neither time nor space. It could scarcely have been more straightforward. Such a smart finish, and the setup was very good too, but defensively they didn't cover themselves in glory here. കൂടി കളിപ്പിക്കണമായിരുന്നു അവനെ. CMF നീ വാ Substitution for Paris Saint-Germain. Number 22, William. Number 27. We have got changes here from both sides, in fact. That has certainly made things interesting. Well, I think the players will be buoyed by the fact that they've managed to level things in a hurry. Tails most definitely up now. Coming on the field. Adams. Number 21. That's a real chance missed. Ricky Puig has It delivered a really costly miss. It could have been their last chance to win it. And here's Bale. Pops him off in and wins back the ball. And it's Batistuta. Casemiro makes the interception. Adams wins the duel this time. Well played, that has snuffed out the danger. There will be 3 minutes. You wonder if that's it now, but there may be one more opportunity, Peter, for a late steal here. എവിടെ പോയി നിൽക്കണേ അറ്റാക്ക് എവിടെ പോയി So it's ended all square, both sides showing battling qualities and neither willing to give in. Well, after all of that, Jim, what are you thinking? Well, a decent draw, Peter, with a good mix of action and plenty of talking points, and it ended with the right result, in my opinion. If you have a ticket. Well, thanks to Jim, we both wish you... വെറുതെ ഒരു ഗോൾ വെറുതെ കൊടുത്തു ഫസ്റ്റ് കാശ്മീർ ഓരോ കാലിൻ്റെ ഇടയിൽ നിർത്തുന്നുണ്ട് ഗോൾ ടാക്കിൾ ചെയ്ത് എടുത്തത് തിരിച്ച് ടാക്കിൾ ചെയ്തു Come on. തുമ്മല് ഫോർമേഷൻ മാറ്റാൻ പറഞ്ഞിട്ട് ഫോർമേഷൻ മാറ്റാന്നുണ്ട് ഫോർമേഷൻ മാറ്റാൻ പറ്റില്ല എടാ അതുപോലെ ഇതും ഗ്രാഫിക്സ് കൂടിടാന്ന് വെച്ചിട്ട് അതും മറവിയാടാ ഭയങ്കര പ്രായത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര മറവി
ബെയിലിപ്പോൾ ഭയങ്കര ടോപ്പ് ഫോമാണല്ലോ. എട്ടാമാൻ പറ്റേ AMS CMS DMS AMS CMS Well, there's no doubt that this is a game which holds a special place in the minds of the footballing folk in this part of the world. Expectations rising, evidently the crowd hoping to be treated to a special contest. It is the perfect backdrop for the players to walk out to. And few venues rise to an occasion quite like this one. It is, of course, the world-famous Old Trafford. We have already started here. And that's been intercepted. That's great positioning. Come on, so run good it. from him. Oh, that's neat. the Ball's gone astray. Sure goal. Jim, you've played in games of this nature. Who can make the difference? And Yeah, Kylian Mbappe. There's nothing more frightening for a defender when he's running at you at full speed. He gets into his stride so quickly and seems to just glide across the turf. But when the goal's in front of him, he's also got that cool head that's required to pick a spot and finish everything off. Yes, he's certainly the one who carries the hopes of his team. Oh, that is a nice touch. Bellingham. Now it's Come Kimmich. on, through pass. Well, that's beautifully weighted. Brilliantly cut out. Well, both teams are proceeding with caution, but there's plenty of time to wait for some attacking purpose. Spread neatly. And it's hoisted clear. Manchester United with their first corner. The first of the game for either side, actually. Terrific header! And that's what you call inspired goalkeeping. Really anticipated that well, didn't he? Beckham standing over it. Oh, what a climb! Now he wants to get in on the act here. They're just lacking a cutting edge, Peter, and while that's fairly obvious, the rest of their attacking play is actually quite good. Now it's Iniesta. Mbappe. Well read, and the danger is averted. Iniesta, well, he was given the time and room initially to hold on to the ball, but eventually he was squeezed that bit harder and the task became too much. I think he's got to be a little quicker in his distribution then and get others into the match. Messi. Bellingham. Big chance! Oh, nearly, but nearly is nothing. ഞാൻ പറഞ്ഞായിരുന്നു വന്ന സമയത്ത് എന്തായിരുന്നു ഭീകരൻ മലപ്പുറമാണോ മലപ്പുറം നല്ല മഴയുണ്ട് ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ കാലത്തിറങ്ങി ഈവനിങ് വരെ നല്ല മഴ ഉണ്ടായിരുന്നു കുറഞ്ഞു ഇപ്പം അവിടെ ഒന്നുമില്ല ആ റീജിയങ്ങളിപ്പോൾ മഴ ഒന്നും And it's Iniesta. So still we are where we began. It's 0-0. Valverde. Iniesta. Mbappe! Oh, split-second reaction. Mbappe really must be thinking what he has to do to score there. And here's Bellingham. Rijkaard kept aware. And it is reclaimed easily. There will be 1 minute at a time. That's a nicely measured pass. Now it's Iniesta. Shot a goal! Well, that's very much changed the complexion. It's also changed mindsets and moods in both teams, and it had to be him.
And that is going to be the final action of the first half. 3 cards. So the end of the first half, both teams have had their moments. There's been no shortage of talking points, but there has been just one goal, and that is the state of it at the break. 1-0. It's a dressing room that needs rousing at half-time because in truth they've not really been at it so far. If the pep talk works, we may see a very different side second half. We need to. And if you're just back from your break, you've missed very little of the resumption of the second half. Well, I think in these circumstances it's all about how to adjust the balance of your team. I mean, you want to get back in it as soon as possible, but without leaving yourself too open. അതുപോലെ എൻ്റെ നെസ്റ്റ് ഡിസ്ട്രോയർ നെസ്റ്റ് ഡബിൾ ബൂസ്റ്റർ നെസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അവനെ മാറ്റിയിട്ട് ഇപ്പോൾ അർജുനായിട്ട് കളിക്കുന്നു. ചില നേരത്തെ ഇതുപോലെയാ, ചില നേരത്തെ ചില മണ്ടത്തരങ്ങൾ ചെയ്യും. ഓടിക്കോടി ബാക്കിക്ക് ഓട് പ്രസ് ചെയ്യണ്ട. അരമണിക്കൂർ പ്രസ് ചെയ്തിട്ട് ഷോട്ട് വരുന്നു. They're just trying to negate his influence, and it looks like whatever it takes. Manchester United have got it back and they'll have another go. Come on. Messi. ഇതെങ്ങനെ ഓടിച്ചില്ലെങ്കിൽ കേട്ടോ മുത്ത സ്വഭാവം. He scored. They have hauled themselves right back into it. Well, it certainly livened things up a bit, and that next goal now is absolutely crucial. എന്താ അടിച്ചോളത്തെ Manchester United really were asking for trouble there by failing to cope with a formidable press. ഇപ്പൊ മാറ്റോളാ. Manchester United can now introduce the first of their substitutes. Well, this could be an indication that the team are setting themselves up for the counter-attack here, Peter, and he is very good at that type of thing. And that has added a whole new complexion to the game. Well, this is to be expected, Peter, when you've got two strong teams of fairly equal standing. The outcome should all come down to finishing. So, Jim, is that the manager telling the forwards that they must stay forward for now? Well, I think he just is concentrating on the shape here, and he wants them to press as high as they can and get in the right position to do that collectively. Oh, easy pickings there. He's going to be disappointed with that. That pass has been well intercepted. Belling. ഇത് കണ്ടില്ലേ, എന്താ പറയാ, വൈഫൈയുടെ സ്പീഡ് കണ്ടില്ലേ, 5 കുറയുന്നില്ല. എന്നിട്ട് പാസിനൊക്കെ വന്നിട്ടില്ലേ. Well, they deserve an awful lot of Device credit for their commitment to the cause, but it's a goal credit that would be most welcome now. Passing is crisp and sharp. Oh, played right into his path. Messi! It's in! And the comeback is complete! Well, we could be a little critical of that defence then, but the timing was pretty much perfect. And yes, it's him again. ഇല്ലല്ലേ, വേണ്ടേക്കിനെ അടുത്ത് പുറത്തിട്ടൂലേ, പോയില്ലേ സീപ്പ് ഒരെണ്ണത്തിനോട് ഒന്നി കളിക്കും. ബെല്ലിംഗോൾ ബാറ്റ് കുറവാണോ? ഞാൻ ബാറ്റിന് എടുത്ത് പോകണം, എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. ബാറ്റിക്ക് ട്രിപ്പിൾ ചെയ്ത് കളിക്കുന്ന ഒരാളാണ്, സ്കില്ലിട്ട് കളിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഓവർ പോവുക. അതല്ല, ക്രോസ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ
നിങ്ങൾ ദയപ്പെട്ട് Manchester ബാക്ക് United ചെയ്യുക. have a simple task to find something sustained now and keep the pressure on. Oh, he's been caught on it here. ഇത് രണ്ട് Good-looking CF ball. ആണെങ്കിൽ 4 എന്തായാലും added minutes has been To indicated. stoppage time, whistle Oh. due any moment. ഇതെല്ലാം 1 CF ഒക്കെ ആണെങ്കിൽ Rummenigge. Griezmann was in no Back mood for in. any of that. Come on, Casemiro. And that നിന്നെ എന്തായാലും interception മാറ്റി was, ഭയങ്കരമായി and വന്നു we're done. They are pumped. Boy, കൈയൊന്നും they're കണ്ടിട്ട് pumped. കാര്യമില്ല A മുത്തേ. tough win കഴിഞ്ഞ earned through കളിയിൽ the power of will. തോൽപ്പിച്ചല്ലേ? And this തോൽപ്പിച്ചല്ലേ? place is bouncing. So a dramatic game decided in its very last moments. Well, this looked like it had a draw written all over it, Peter. So കഴിഞ്ഞ credit ഇത് where it's കണ്ടില്ലേ due. കഴിഞ്ഞ They സ്ട്രീമിൽ found a ഫുൾ way to അഞ്ച് win it, ഇതിപ്പോ and they can take സ്റ്റേബിൾ great ഇളകി പോയി. satisfaction from. അതാണ് സി ചില നേരത്തെ തന്നെ ഇട്ടൊക്കെ പോകും. എൽക്കാറ്റോൻ്റെ പരസ്യം വന്നുള്ള ഇടയിൽ 100 വിൻ അടിച്ചിരിക്കുകയാണ്. അത് 55 ലോസ് നോക്കിയിട്ട് കാര്യമില്ല. ഇടയ്ക്ക് എനിക്ക് തലയ്ക്ക് വീഴാൻ തുടങ്ങിയുമ്പോൾ ഞാൻ ലെജൻഡ് കാർഡും മറ്റേ കാർഡൊക്കെ ഇട്ടു അത് കളിപ്പിക്കും. ബാറ്റിസ്റ്റൂട്ടോ കമോൺ ബാറ്റിസ്റ്റൂട്ടോ. റോമാരിയോ ഈസ് വെരി അൺറേറ്റഡ് പ്ലെയർ. ബാറ്റിസ്റ്റൂട്ടാനായിട്ട് കളിപ്പിക്കണം. ബാറ്റിസ്റ്റൂട്ടിനെ അടുത്തിന് എന്തിനാ കളഞ്ഞ റൊമ്മിക്ക് വേണ്ടി കളഞ്ഞതാണെന്നുണ്ട്. ബാറ്റിസ്റ്റൂട്ടാനായിട്ട് കളിപ്പിക്കും. ഓട്ടോ ഇട്ട് കളിപ്പിച്ചോ. ഓട്ടോ ഇട്ട് ഇതെൻ്റെ പ്രൊഫഷനായിട്ട് വെച്ചാൽ ഓട്ടോ ഇട്ട് കളിപ്പിച്ചോ. ഇവിടെ ഹെഡിങ് ഒക്കെ ഞാൻ ഹെഡിങ് കുറച്ചുണ്ടായിരുന്നു. ഹെഡ് ചെയ്ത് അടിച്ചു. മറ്റേത് ഹെഡിങ് കുറച്ചിട്ട് ഞാൻ പ്രോഗ്രഷൻ ട്രിബിളിങ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്പീഡ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി സ്പീഡ് കൂട്ടേണ്ട ആവശ്യമില്ല. ചെക്കൻ റൺ എടുത്തോളും. എന്തത് ഓക്കെ. റേക്ക് കാർഡ് ചില നേരത്ത് ഈ പറഞ്ഞ ഈ കാർഡ് റേക്ക് കാർഡിൻ്റെ എടുത്ത് അപ്പുറത്തേക്ക് ഇടാൻ തോന്നുന്നു ചില നേരത്ത്. ചില നേരത്ത് ഇടാം. ചില നേരത്ത് നല്ല പെർഫോമൻസ്. ചില നേരത്തെ എടുത്ത് അപ്പുറത്തേക്ക് ഇടാൻ. എടീ ഓവർലേ ആരെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഒന്ന് എനിക്ക് മെസ്സേജ് ചെയ്തോളൂ. അല്ലെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്താലും മതി. ക്യാഷ് തരാം. ഭയങ്കര മടിയാടാ. ഒരു ഇത് കിട്ടണില്ല. ബാറ്റിനിടണോ? ബാറ്റിനിട്ട് കളിപ്പിച്ചോ. ഓവർലേ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട്. റിബറി ന്യൂ ഓവൺ അല്ലത് പഴയ ഓണം. ശരി. റിവാൾഡോ കുട്ടിയ ഗാഡിയോള ഹോസ്റ്റക്കൂട്ട വെക്കുമ്പോൾ ഒലിവർഗ. അതായത് 2 ഒഫൻസീവ് ഫുൾ ബാക്കും ഡിഫെൻസീവ് ഫുൾ ബാക്കും ബിൽഡപ്പ്. അതായത് സി ബികൾക്കൊന്നും ഹൈറ്റ് ഇല്ല. ഹൈറ്റ് കുറവുള്ള സി ബികളാണ് അധികം. 10 ഗോൾ കീപ്പർ ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാരാണ്. ബാറ്റ് സ്റ്റോൺ ഇട്ടിട്ട് പറ്റാണെങ്കിലും ക്രോസ് ചെയ്യാനായിട്ട്. പക്ഷേ നോക്കാം. IQ13 എങ്ങനെയുണ്ട് ഗെയിം പെർഫോമൻസ്? IQ13 ബെഡല്ലേ. IQ13 അടിപൊളിയാടാ. ഇതിൽ ഹീറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം ഇതുവരെയായിട്ട് ഞാൻ എടുത്തിട്ട് 1 മാസമായി. സംഭവം ഹീറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. IQ13 നൈസാടാ. IQ13 ഈസ്. So the wait is over, we can finally get going. Welcome to everybody who has joined us for this unmissable game. Hugely anticipated, hugely hyped. Undoubtedly the place to be at this moment in time.
ഞാൻ പിന്നെ And we have in front of us this gloriously imposing arena. ഐക്യത്തായിട്ട് ഞാൻ കണ്ടപ്പോൾ പിന്നെ ഒന്ന് Absolutely നോക്കിയ perfect for a game of this ഇതിൻ്റെ nature. സ്പെസിഫിക്കേഷൻസ് കണ്ടപ്പോൾ So that's got things underway. Messi. എടാ പാസറാ Oh, well എത്ര played. നേരടാ പാസറാൻ എന്താ നെറ്റ് ഇഷ്യൂ ഉണ്ടോ അവൻ്റെ വെറുതെ അവിടെ പന്നി പറ്റിച്ചാണല്ലോ That's a sharp pass. Rivaldo. കയറി പുഷ് It's ചെയ്തപ്പോൾ Rivaldo. പുഷ് ചെയ്യുമ്പോൾ നിനക്ക് എത്രയോ കോസ്റ്റ് ഉണ്ടല്ലടാ No, എടാ not ഐക്യത്തായിട്ട് quite. ഞാനിപ്പോൾ എടുത്തത് It was very much worth a try, and I've 512 seen GB worse. ആണെന്നുണ്ട് കേട്ടോ അതെ That should tee him up Wow, nicely oh, for okay. his next attempt ഞാൻ at least. എടുത്തപ്പോൾ 59,999 അതായത് 60 രൂപ ഞാൻ എടുത്തത് വേരിയൻറ്റ് ഞാൻ 512 Well, that's പ്രോമാണ് wonderful alertness. സ്പേസ് 512 That's GB really ആണ് well manoeuvred. മറ്റേതാണെങ്കിൽ എനിക്ക് തോന്നുന്നു 54,000 ആണ് 256 GB And it's Casemiro. ഗോൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിക്കാ It's rare for me Nitro to look at a offensive fullback suurtukkale as a potential onnittu. match winner, Peter, but with Roberto Carlos, I can make an കള്ളം മുട്ടേ exception. It's not a defender at all, is he? He's a winger more than that. Exactly, is the so Brazilian Express up and down the good in line all the dribbling. time, You and a can't taker handle of audacious free kicks. നല്ല സ്മൂത്ത് കളി ആ വിങ് കളിക്കാൻ വിങ് ഫോർമേഷൻ കളിക്കാൻ എനിക്ക് ഭയങ്കര And we ഇഷ്ടമാണ് have our very first corner. വീണ്ടും ഞാനത് മാറ്റാൻ മറന്നുപോയിരിക്കുന്നു ഫോർമേഷൻ And he's there to belt it away. വിങ് ഫോർമേഷൻ കളിക്കാൻ Ribery ഭയങ്കര could try ഇഷ്ടമാണ് cutting inside here. And the keeper beats it away. എന്ത് And താങ്ക് യു now they can clear their ഫോർമേഷൻ lines. കമോൺ മെസ്സി Guti. Rivaldo, a player so deservedly decorated അതെന്ത് with praise ഞാൻ and എന്ത് glory. ചെയ്തു എടുക്കാൻ പാടില്ല ബാക്കിങ് He'll fancy himself from here. വിങ് ഫോർമേഷൻ ഇട്ട് കളിപ്പിക്കുക അടുത്തൊരു സ്ക്വാഡ് ബിൽഡ് ചെയ്യും Changes him with that pass. ഓക്കെ അടുത്ത വിങ് ഫോർമേഷൻ സാധാ വിങ് It's ഫോർമേഷൻ over the line, and that'll be a goal kick. സാധാ ഇൻഫർമേഷൻ ഇട്ടിട്ട് ടീപ്പൊക്കെ നോക്കിയിട്ട് Neither side yet able to force a breakthrough here. അവിടെ പന്നി A real മൈക്ലോവൻ chance! മൈക്ലോവൻ്റെ ഈ കാർഡ് ഇത്രയും നാളെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന അതുപോലെ പെർഫോമൻസ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇവന്മാര് ഒരു പാക്ക് കൊണ്ടുവന്നുണ്ടല്ലോ അവൻ്റെ ഇപ്പൊ പെർഫോമൻസ് അടിപൊളി പെർഫോമൻസ് ഇപ്പൊ So the ഞാൻ ഈ first പാക്ക് goal വന്നപ്പോൾ of the game. എടുത്തിരുന്നതല്ലേ കറക്റ്റ് എടുത്തതാ മൈക്ലോവൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലെയറാണ് മൈക്ലോവൻ Back when it goes. വേറെ ഞാൻ എടുത്തത് എൻ്റെ ലിവർപൂൾ ഓൺ ഉണ്ട് Cleaned it back അതുപോലെ swiftly. മറ്റേ ബിഗ് ടൈം ഓണുണ്ട് ബിഗ് ടൈം ഓണൊക്കെ എപ്പോഴും അടിപൊളി 99 സ്പീഡ് എത്ര ഫിനിഷിങ് നോക്കിയാണ് ഇപ്പോഴും ആ കാർഡ് അത് കാരണം ഞാൻ അതൊക്കെ എപ്പോഴും കളിക്കാറുണ്ട് ആ കാർഡൊക്കെ ഈ കാർഡ് അന്നെടുത്തേക്ക് ഇട്ടപ്പോൾ പെർഫോമൻസ് എനിക്ക് തന്നെ ഞാൻ എടുത്ത് പുറത്തേക്ക് ഇട്ട കാർഡ് ഈ കാർഡ് And the counter പക്ഷേ is on. ഒപ്പോണൻസ് ഇപ്പോൾ ഈ കാർഡായിട്ട് വരുമ്പോണ്ടല്ലോ രണ്ടു ഗോൾ എന്തായാലും അടിക്കും എല്ലാവരും Now it's Kimmich. എന്താ Bellingham. കമോൺ ബാറ്റിസ്റ്റൂട്ടാ That's a good block, but at the expense of a corner. ഞാൻ ഓട്ടോ ഇട്ട് ടെസ്റ്റ് കൊടുത്തു കമോൺ എന്തിന് There's the header. വാടാ അവനെ He's cleared ഗോൾ it out of harm's പോസ്റ്റിന് way. തട്ടി കളഞ്ഞു ആയി And now a sudden chance to counter. ഈ കാർഡ് ഉണ്ടല്ലോ ഇനി കുറച്ച് നോക്കി ഇവിടെ ഈ പാക്കൊക്കെ കഴിയുമ്പോൾ നോക്കിക്കോ Saw that coming. ഈ ഓവൻ എത്ര പെർഫോമൻസ് ഉണ്ടാവില്ല എങ്ങനെയാ And no, that is pretty much the end of that. Quality ball. And it's Guti. He's going for goal. സൂപ്പർമാൻ്റെ ഹെഡിട്ട് ഗോൾ പോസ്റ്റിൽ ഒരാൾ നിൽക്കണാരും കുഴപ്പമില്ല Guti clearly thought he had the beating of the keeper. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചാടി പിടിച്ചോളൂ Corner number 2 then. ഈ സിമ്പിൾ സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഗോളാവും കേട്ടോ 2 added minutes has been indicated. കമോൺ മെസ്സി Yamal, who does have മെസ്സി an നീ assist to ഇടയ്ക്ക് his ഭയങ്കര name. മോശമാവുന്നുണ്ട് Played back in. Oh, he had to make അവിടെ മഴ that, വന്നറാ and he കറണ്ട് did ഏത് make it. നിമിഷം പോവും And there's the end of the first half. So the end of the first half, both teams have had their moments. There's been no shortage of talking points,
but there has been just one goal, and that is the state of it at the break. 1-0. It's a dressing room that needs rousing at half-time because in truth they've not really been at it so far. If the pep talk works, we may see a very different side second half. We need to... Already back up and running after half-time. Well, I think in these circumstances it's all about how to adjust the balance of your team. I mean, you want to get back in it as soon as possible, but without leaving yourself too open. ചൗമിനിയുടെ കാർഡ് ഇട്ട് കളിപ്പിക്കുള്ളൂ ഞാൻ അടുത്ത കളി ഞാൻ ചൗമിനിയുടെ കാർഡ് ഇട്ട് കളിപ്പിക്കുള്ളൂ നിന്നെ ഞാൻ കളയും. Oh, good read. That's great positioning. So good from him. Spread neatly. Come on, Betty. Come on, Betty. He's picked his way through. Oh, lovely. He is such a good mover. ആനക്കുട്ടി. Costa Curta did just about enough to come out on top there. Neither party overly willing to compromise. എടാ നാറി. നോക്കടാ. യോണ് 94 സ്പീഡ്. മാക്സിമം 95 ആകാൻ പറ്റുന്നു. ഭയങ്കര പെർഫോമൻസ് ഇപ്പോ ഈ ഓണ്ട കാർഡ്. കിട്ടൂല. Wonderful vision to see the movement ahead. മറ്റേ തുളഞ്ഞൊരു the weight of that pass. Ideal. The attendance for this match was 72,300. So that's 2 now without reply. And the CBK ആണെങ്കിൽ 90 സ്പീഡ് ആക്കിയിട്ടുണ്ട്. Peter, it may be tempting to sit on this, but I'd say go and grab a third. അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓവന് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. പിന്നെ മൊബൈൽ എടുത്ത് നിലത്ത് വെച്ചോ. പിന്നെ ഗോളി തടുത്തു അങ്ങനെ അത്ര പറയാൻ പറ്റും. അല്ലാണ്ട് പിടിക്കാമെന്ന് വിചാരിക്കണ്ട. ലിവർപൂൾ ഓവന് സ്പീഡാണ് അത്ര പെർഫോമൻസാ. ലിവർപൂൾ ഓവന് 100 സ്പീഡാണ്. This is what good chemistry is all about. He's shifting through the gears here. Well, the defence proved infallible then, but that won't be the last they'll see of him. No luck with that dink over the top. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് that has put play to that. Dinks one through. Into the last quarter of an hour. Belletti. Oh, what a mistake! And that's gone loose. Punched away. He's tried one. Oh, the ball's run loose here. He's got away with one there. It's their second corner of the game. ഭയങ്കര സീനടാ. ജലദോഷം കൂടി കളിക്കുമ്പോഴൊന്നും കളിക്കാൻ പറ്റില്ല കാരണം ജലദോഷം കൂടി. കളിക്കാൻ സൂരടാ. ഞാൻ എന്ത് താങ്ക്യാ ഇട്ടേ മിൻ മാച്ച് റോള് ഇതാ പറഞ്ഞു. മിൻ മാച്ച് റോള് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി പോസ് ചെയ്തു. അത് സെറ്റ് ചെയ്തു. ഒന്നാമത് വയ്യാണ്ടിരിക്കും കൂടെ തീരെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. He stuck it away as if laser guided. Well, Peter, I think the keeper knew straight away he was never going to get to it. And very quickly, the substitute made his mark. That's just as the manager would have seen it. An impact sub. We have got ourselves a game here. Well, they've given themselves a chance, and now it's a case of getting the balance right between attack and defence, and that's not easy. Cleared without complication. Yeah, it's safe to say that they just need to manage this to secure the win now. There will be 3 minutes added time. Oh, that's a fine interception. Thuram gets it clear.
And that will be the final act. Well, that turned out to be quite a game. Both sides committed, determined, driven. And whilst you might argue to the contrary, perhaps a fair result on the balance of things. Any reflections on what you've seen, Jim? It can be difficult at times playing in front of your own fans if you're not living up to the expectations. And I think with confidence looking a little fragile at the moment, they were playing not to lose more than trying to win, and I think everything was just a letdown because of that. Well, that's it for tonight's match, so it just remains for me to thank Jim Beglin alongside me and to wish you all a very good evening.
ഇപ്പോൾ വന്നില്ലേ സൗണ്ട്? ഫ്രണ്ട് കട ഓഡിയോ ഇൻപുട്ട് ഇത്ര നേരം ഫ്രണ്ടിലാണ്ട് പറഞ്ഞല്ലേ? ഓക്കെ. എടാ ഫ്രണ്ടാക്കാം. ആ നിന്നെ ഫ്രണ്ടാക്കാന്നല്ലേ? എടാ നീ റിക്വസ്റ്റ് അയക്കാന്നാ, നീ റിക്വസ്റ്റ് അയച്ചാൽ മതി. എടാ 1900 റാങ്കിക്ക് പോയിരുന്ന ഞാനിപ്പോൾ എവിടെ കൊടുക്കണം? ഇതിൽ സൗണ്ട് എനിക്ക് കേൾക്കുന്നില്ലല്ലോ. ഞാനേതാ നെതർലാൻഡ്സാ? നെതർലാൻഡ്സ് ഇട്ട് കളിച്ച മൈക്കിൾ പ്ലാറ്റിനി. ഓവൻ നോട്ട് അത്ര ഫോമില്ല. ശേഷമുണ്ടോ? ആരടാ ഈ ഡൗൺ ആയി കിടക്കണ? സണ്ണിൻ്റെ കാടതാ പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിലിപ്പോ DMF 2 DMF SSSS ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ആ കൂടി ഞാൻ ഇടാൻ പോണെന്ന് പറയണം. ഈ നെസ്റ്റർ കാർഡ് എനിക്ക് അത്ര വിശ്വാസം പോരെ, കയറി പോണ കാരണമാണ്, വേറെ ഒന്നല്ല. ഡിഫെൻസീവ് രണ്ടെണ്ണത്തിന് ഡിഫെൻസീവ് വിട്ട് വെച്ചത് വേറെ ഒന്നും വിചാരിക്കരുത്. LMF CF CSS ക്രോസിങ്. ഇതെന്താ CF ഇവിടെ ക്രോസിങ് ആണോണ്ട? എടാ ഞാൻ ഫ്രണ്ടായിട്ട് ഇടയാടാ. ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടൊരു തന്നെ അവിടെ മെസ്സേജ് ഇട്ട് അവൻ പിന്നെ കാണാനില്ലല്ലോ അവനെ. So the wait is over. We can finally get going. Welcome to everybody who has joined us for this unmissable game. Hugely anticipated, hugely hyped. Undoubtedly the place to be at this moment. Bro, I will add you, okay? And expectations are rising and decibel levels are rising. If you are requested, I will what football means to the people add you after in this this match. part of the world. After this match, I will add you. And that gets things running. Hey, super. And that could set him on his way. He might be in his damage. Oh, the ball's run loose here. That's great defending to cover for the goalkeeper and just get something in the way. And that's the end of that. It all started well enough. Now it's Saviola. Now it's Messi. Oh, they could break here. He's played him through. He's found the way through. He's got the shot away. Oh, and the keeper couldn't hold it. These early exchanges have been frenetic. Looks like we have a proper game on our hands, Peter. First time shot ഒക്കെ ഉണ്ടല്ലോ നീ. എന്ത് ഇത്ര താമസം റെഡി? Intercepted. That was ചൗമിനിയുടെ കാർഡ് ഭയങ്കര സീനാ. Pass is coming off in quick succession here. Has a look and place it forward. And it's lofted through here. There's the hit! Goal!
Japan! ഈ ഗോൾ പെർഫോം And ചെയ്തല്ലോ Japan എന്തായാലും are in ഗോളാണ്. front. ഇതല്ലേ ബാറ്റ് ഷൂട്ട്, ഇതാണ് ബാറ്റ് ഷൂട്ട്, അത് പവർ Sharp skills മനസ്സിലായ and such a ഓക്വേർഡ് delicious പൊസിഷനിൽ നിന്നൊക്കെ finish. ഗോൾ അടിക്കാം. It's beautiful poise. I mean, most players in that position, I ചിലപ്പോൾ think, ഓവൺ would അടിക്കാൻ probably fluff പറ്റിയെന്ന് വരില്ല. that, but not this fella. ദാറ്റ് ഈസ് എ പവർ, ദാറ്റ് ഈസ് എ ഡിഫറൻസ്. Japan have taken the lead. നിങ്ങൾ അങ്ങനെ കളിക്കുന്ന ഒരു Well, വ്യക്തിയാണെങ്കിൽ I'd remind those players, Peter, that concentration will be key for a while now, ഡയറക്റ്റ് as ഗോ you ടു don't want to hand the അടുത്ത momentum ബോള് straight അടുത്ത back ബോൾ to the ഇൻകമിങ് opposition. ഭാഗ്യമുണ്ട് കിട്ടാൻ. Well, not the worst attempt. A little technical tweak ഇടയ്ക്ക് should help lag the ആകുന്നുണ്ട്. quality. സംഭവം മനസ്സിലാവും. And he welcomes it in. Well, I wouldn't quite advise ഇത് they should നോക്കടാ, resort to And Torres! എൻ്റെ CBCന്റെ കയ്യിൽ നിന്ന് റാഞ്ചി കൊണ്ടുള്ള And ഗോൾ. collective relief etched on Pass the out faces time of കൂടി the കിട്ടില്ലല്ലോ. defenders. really got in the face of his opponent to set it up. It's great grafting. Mendes നിൽക്കുക. is from the goal kick. ബ്രോ അവനെങ്ങനെയാണ് Pedri, സ്കില്ലൊക്കെ ഇട്ട് കളിക്കുന്നത്? final ball not quite right, and his teammates are irritated at എൻ്റെ that. സ്കില്ലൊക്കെ ഇടുമ്പോ ചത്ത സ്കില്ലിടുന്നു, ചത്ത പ്ലേയേഴ്സ് ഒന്നും. Right, Shevchenko. കമോൺ ബ്രോ, Shevchenko! ഒരു സെക്കൻഡ് ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് വേണം അവന് ഡബിൾ ടച്ച് ഇടാനായിട്ട്. കള്ളമാറി. And there's his chance to lead the counter. And here's ഇതാ Batistuta. പ്രശ്നം. Fernando Torres. Now the finish! അടുത്തത് ടോറസിന്റെ കാടൊക്കെ റണ്ണെടുക്കണമെങ്കിൽ കൊതിയാണ് കാണുമ്പോൾ. And again, they simply do not know what has hit അടിച്ച് them. 2 ഗോൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. It's the stuff you work on the training ground time and time again, and it came off. Japan are doing very nicely. മെസ്സി You ബ്രോ, can really sense how important this goal was for them. They needed it. Now they have it. മെസ്സിയുടെ പൊസിഷൻ easy റൈറ്റിംഗ് pickings there. ഫോർവേഡ് അല്ലേ? Messi. Messi going face to face with his great rival. എടാ ഡബിൾ ടച്ച് ഒക്കെ ഇട്ടിട്ട് എത്ര നേരം കഴിഞ്ഞിട്ട് നീ പെർഫോം ചെയ്യണേ? Unapologetically persistent. It's almost personal. And it had to be. Well, the further he went, the more attention he attracted. There was just way too much pressure for him to get the shot away. അവൻ ഇടണോക്കി ഡബിൾ ടച്ച് കണ്ട് പഠിക്കി. Thuram did Kalla, well to Michael. emerge with the ball. That's a contest to keep an eye on. Van Dijk. 2 added minutes has been കഷ്ടപ്പെട്ട് indicated. എടുത്തുമ്പോ അത് ഇതായി ഔട്ട്. തീരെ ഭാഗ്യമില്ലല്ലോ മല്ലയ്യ. Nuno Mendes. എടുത്തോ. Balls out once more. And it's Fernando Torres. എങ്ങനെ ചില നേരത്തെ ഭാഗ്യം കിട്ടില്ല, And the ഭാഗ്യം half-time കിട്ടില്ല. whistle goes. Some first-half thoughts. Why It's not? looking pretty straightforward, Yeah, Peter. Japanese. They've got themselves into a very good position, so why dither from here when they can repeat their first half success with അതൊരു മര്യാദ another കളിക്കണം. show of strength? നാളേക്ക് കോളിലൊക്കെ മാറി. So off we go once more. Well, this half might require them to produce a plan A, B and C. Levelling the score is easier said than done, but That that is will be the the- target. Get back on terms and then use that അതല്ലേ momentum to go ഉദ്ദേശിച്ചത്. again. കിമ്മിച്ചടിക്കുന്നതിന്റെ Has a shot! കിമ്മിച്ച് കളിക്കുന്നതിന്റെ ഇതെങ്കിലും കളിക്കറേ. And the keeper has reacted superbly there. ഭയങ്കര Giving ശരിക്കും his ആയില്ല, എന്നാലും offering വെറുതെ a റിസ്ക് right smile അടിച്ചിരിക്കും. there. കൊണ്ട് The പോകുള്ളൂ. Netherlands with their first corner. നോക്കിയിട്ട് First കാര്യമില്ല. in the game for either side, actually. Mendes with the clearance. തുറാമിന്റെ ഒരു ലോങ് റേഞ്ച് അടിച്ചാലോ? He's gone for goal! എത്ര And that has ഡിഫൻഡേഴ്സിന് been cleared. മൂത്തട്ടിട്ട് ബോൾ വരുന്നത്. കമോൺ പ്രസ് ചെയ്യടാ പട്ടി. And again they Proceed. run up against stubborn defending. Japan are looking to play on the counter here, aren't they? Oh, he's been എന്റെ He's കാശ്മീരോ beaten the last man. He's അടുത്ത കളി നീ ഇല്ല മുത്തേ, എപ്പോഴും പറ കുറെ നേരെ പറഞ്ഞോണ്ടിരിക്കുന്നു. rampant. എന്റെ കാലിന് മാത്രം എന്താണ് പാസ് പോകത്ത്? It is free. It is surely done. Well, it would have been harder to miss. Well, his appreciation of space then was absolutely exceptional. A moving genius. 398.2000 കിലോമീറ്റർ അപ്പുറത്ത് നോക്കിയോ
lacking in accuracy. It was achievable, Peter, but it needed his best. സ്പീഡൊക്കെ ഉണ്ടൊക്കെ. ഹെഡേഴ്സ് പോലും മെയിൻ ചെയ്യാൻ പറ്റില്ല. Kimmich wins the duel this time. ഇവനെ പുഷും ഇതെന്ത് Japan trying to orchestrate a breakaway here by the പ്രസും looks of ചെയ്യൂല. it. Well, I would say that this is probably the easiest way to play the game because you try and absorb in numbers Aye. defensively, and then you look to hit it with a long ball quickly on the counter-attack to get your men in behind the opposition defence. Just looking for that one telling pass. ക്രോസ് ഇട്ട് കഴിഞ്ഞാൽ ഹെഡ് ചെയ്യാൻ പറ്റൂല. എന്തിനാണ് മുത്തങ്ങി മാറ്റുന്നത്? 3 ഗോൾ അടിച്ചില്ലേ? ഏയ് എടാ ഇവൻ എന്താണ് ഈ കാട്ടണേ? Substitution for Netherlands. Number 9. The Netherlands Neymar. have their second corner now. Number 11. Platini. Number 18. Up he goes! He has done it! ഇതിന്റെ സൗണ്ടിലാണ് നമുക്ക് കളിക്കാൻ. A wonderful delivery, and all it needed was a touch. നായകനെ കാണിക്കില്ലല്ലോ, ഹീറോനെ കാണിക്കില്ലല്ലോ ഇവിടെ. വേറെ അറിയുന്നേ കാശ്മീറോ അടുത്ത കളി ഞാൻ സെറ്റ് ചെയ്തത് കാശ്മീറോനെ മാറ്റാൻ നോക്കി. ബോളിങ് മാറ്റും. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈലൈറ്റ് കാർഡ് ആയ കാരണം വേറൊരു കാർഡും കൂടി വെക്കേണ്ടി വരും എൻ്റെ ഒപ്പം. അത് പ്രശ്നം. It's a decent chance to counter-attack. Owen will not want to lose out here, not against this opponent. എടാ Well, ഒന്നും the കളഞ്ഞില്ല നീ defense ചെക്കനെ. proved infallible then. But that won't be the last they'll see of him. Couldn't quite squeeze that one through. ആ The ball is loose and he's അടൂരിൻ്റെ സിനിമ പോലെ ഇഷ്ട ചില പ്ലേസ്. കുറെ നേരം വേണമെന്നറിയോ? അവൻ്റെ മോന്തയ്ക്ക് പോയിട്ട് ഇടിക്കാനല്ല പറഞ്ഞത്. well seen, saw that coming. That's great positioning. കമോൺ റൺ എടുക്ക്. നല്ല റണ്ണായിരുന്നു. പാസ് മരിച്ച പാസ്സായിപ്പോയി. Mbappe! Mbappe! No mistake! നീ കാർഡിൻ്റെ ഒക്കെ ഫ്രണ്ട്ലി കളിക്കാറാ. ഫ്രണ്ട്ലി കളിക്കാം. ഞാൻ ആരില്ലാത്ത കാരണം തലക്കൊരു അടിച്ചിട്ട് ചെയ്യും. Mbappe demonstrated great strength there. I mean, he really had to hold his man off and just create enough room for him to be able to get the shot away. And I think it's just top play. കാശ്മീർ പോയാ ടീമിന് ബേബിയായില്ല. So now the difference is 3. He's tried one! No, he's missed it. പാസിന് മുട്ടുമാറി കാര്യങ്ങളാണ്. Rafinha. Oh, it's a promising build-up this. Plenty of really nice passing. Casemiro. It's Batistuta. Could have been dangerous, but it came to nothing. Bale. So, what can they make of this? Looks a good ball through. ഒരു ഗോൾ Tries a shot! ഏടാ Who's going to be first to this? അതെ. And with Come that, on, Mike the final Lowen. whistle. The Mike Netherlands Lowen's card. had very little in the Nice way of card. excuses here. അതുകൊണ്ട് സ്കില്ലൊക്കെ ഇട്ട് കളിക്കാൻ No പറ്റും. answer ബാക്കിയുള്ള to a കാർഡുകൾ display പോലെ that was stunning, ഇതെന്തുകൊണ്ടാണ് ഇത് scintillating. ഇടയ്ക്ക് 1, 2, 3, 4 ഇത് ഇടയ്ക്ക് 4 ക്ലാസ് താന്നു പോയത്? Attention to the You look screen. back on the game, ഇന്റർനെറ്റിന്റെ പ്രശ്നമാണ്. സ്റ്റേബിൾ ആയിരിക്കില്ല എന്നുള്ളതാ. സ്റ്റേബിൾ എടാ ഫ്രണ്ട്ലി കളിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ റൂം ഇട്. അങ്ങനെ ഞാൻ ഇടണോ? എന്താണ് കളിക്കാം?
അതിന് മുമ്പ് തന്നെ വേറൊരു കാര്യം ചെയ്യാനുണ്ട്. ആ കർത്തവ്യം ഞാൻ ചെയ്യാൻ പോവുകയാണ്. ആ സംഭവം ഞാൻ ചെയ്തിട്ട് വിളിക്കാം. റൂമിട്. ഓക്കെ, റൂമിടാം. ആ കർത്തവ്യം ഞാൻ ചെയ്യട്ടെ. സന്തോഷമായിട്ട് ആ കർത്തവ്യം ഞാൻ അങ്ങോട്ട് നിർവഹിക്കുകയാണ്. ഓക്കെ, കർത്തവ്യം ഞാൻ നിർവഹിച്ചിരിക്കുന്നു. മഴ പെയ്തില്ല എന്നാണെങ്കിൽ ഇടിവെട്ടും മഴയില്ല എന്നാണെങ്കിൽ നമുക്ക് സ്ട്രീം 7 മണിക്കൂറാക്കാം. നോ പ്രോബ്ലം. എന്നാ എടാ പെനാൽറ്റി ഓണാക്കട്ടെ. ഞാൻ ഇഞ്ചറി ടൈം മാറ്റട്ടെ. എടാ ഓടാ, ഇഞ്ചറി ടൈം പെനാൽറ്റീസ് മാത്രം ഓണാക്കിയിട്ടുള്ളൂ കേട്ടോ. രസം, പെനാൽറ്റി നൈസല്ലേ. Unboxing. Rotaries unboxed. Three-year warranty. Okay. Son Heung-min. But പ്ലെയിൻ സ്റ്റൈല് ട്രിഗർ ആവൂല. എന്നാലും CF ഇപ്പോൾ തൽക്കാലം വേറെ ആൾക്കാരുള്ള സ്ഥിതിക്ക് സണ്ണിനെ നമുക്ക് ലെഫ്റ്റ് ഇങ്ങനെയിട്ട് കളിപ്പിക്കാം. Hello and welcome one and all. The atmosphere building very nicely here. Gorgeous evening. The skies are clear, the noise is fervent, the atmosphere frenetic. The mood is boisterous. It is a perfect ambience for the central characters who are ready now to perform. Well, we're on the way. Come on. Pullet was alert to the possibilities, but in the end it's fruitless. Pass is coming off in quick succession here. Son Heung-min. Kunde does well to stand firm and defend it. And it's Pullet. That's just playing it safe and simple. Hey, Seemed to be well there. Oh, super find. It's Son Heung-min! Loose ball now, there's a chase on to retrieve it. And he's cleared it out of harm's way. Mateus producing a good steal there, showing a good level of alertness. Oh, he's been caught on it! On it! The crowd reaction tells you just how close that was. Oh, how close was that to going in? It only required the smallest of tweaks. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു. Enjoying the lion's share of possession, but nothing yet to show for it. Son Heung-min is a player who barely needs an invitation to shoot. Pinches it off him. അവൻ്റെ സമയമുണ്ടോ? No, that was never going to make it. എടാ മുത്തേ, this looks sharp.
Looks for the finish. Lacking in accuracy. Well, it was hit with great power, Peter, but sadly not great precision. എപ്പോഴും വിചാരിക്കും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ക്ലിയർ ചെയ്തോളാണ് പക്ഷെ Son Heung-min. The pressing's intense and it's paid off. And it's Son Heung-min. He's got a side of goal. ഇങ്ങനെ അടിക്കുന്നത് Oh, it really is a finish of the highest order. Perhaps deserves a little bit of sympathy here because that's a goalkeeper's nightmare. It's clear that the keeper was unsighted by his defence, and by the time he picked up the flight of that, it was too late. So the first moment of real significance. Well, I guess this ought to make things interesting, Peter. No doubt the opposition will now be forced to play a more open and riskier game. Well, he certainly wasn't in the mood to take any risks. Mateus. The Netherlands really should be happy to let this half run out now. He's got tall. And he looked every bit the assured keeper there. Bullet is offering a right smile there. Now who's going to be first to this? Oh, well played, well sorted out. He's going to be disappointed with that. There will be 1 minute added Let's a time. look and place it pass forward. is not good, bro. This pass is coming. And we've reached half-time. എടാ നോക്കടാ നേരത്തെ Simming along nicely, warming up to Good, what എന്താ may പറയാ be a more open second half to follow. See your views on the കൈകൊട്ടി first half. കൈകൊട്ടി Haven't played that badly. ഫിംഗർ Getting ബ്ലഡ് caught again on the ബ്ലഡ് counter-attack is unlikely. They're switched on. നേരത്തെ And still ഓപ്പൺ very ചെയ്തപ്പോഴേ much in this game. ഒരു സൗണ്ട് ഉണ്ടാക്കിയിരുന്നു The ശ്രദ്ധിച്ചോന്നറിയില്ല Netherlands leading a cagey game here. കത്രി It's had കേടപ്പെട്ട its moments, and it's 1-0 at the break. ഇവിടെ നോക്കണം Substitutions taking place. Here we go again. കളി തുടങ്ങിയോ Well, if you're ahead, it's a good time to start moving the ball quicker, Peter. Entice your opponents out. See if you can open them up a bit more. Rummenigge. He's had a shot. Well, now it's a race for the ball. into it. The keeper was likely to need his best there, and he found it. Oh, That is good pressure, just hounded him off it. Well, that had the makings of something That quite is promising, but Xiaomi. it's fizzled out into nothing. That is ended up show in no me man's for land. you, show me for you. Oh, he's done very well to take that back. Another pass just keeps it ticking over. Shit, baby. Teams Son, still don't roll separated it, by the it. game's only goal. റയറായിട്ട് എത്ര ഫോമിലൊക്കെ കിട്ടുള്ളൂ It's Nedved. വീണ്ടും ഞാൻ അവിടെ വെച്ചിട്ട് ക്ലിയർ Well, it's a move ആക്കണമെന്ന് of great വിചാരിക്കും promise, but will it Terrific header. ക്ലിയർ ആക്കൂല ഗോൾ And yes, കൺസീഡ് it's there. അപ്പൊ ക്ലിയർ ചെയ്തോളാണ് They have grabbed themselves an equaliser. Well, it certainly livened things up a bit. That next goal now is absolutely crucial. What a super header, dispatched beautifully. So well played, Peter. Did a എടാ good എടാ job എടാ keeping ഡബിൾ sight ടച്ച് of the ball. എവിടെടാ നിന്റെ Made a classic move and made it perfect. പോയിനടാ പറ്റില്ല പറയാനല്ല And പോയിനടാ that has added a whole new complexion to the game. Look, Peter, I was on the fence before the Ora, ball was double kicked, touch and അടിക്കേണ്ട goal. I still haven't moved. ഈസി ചാൻസ് ആയിരുന്നു കൊണ്ട് കളഞ്ഞത് Maldini cuts it out. Oh, it's a nice idea, but the execution was lacking. The less said about that pass, the better. ആളുണ്ടായിരുന്നില്ലല്ലോ Son Heung-min, given the lift of his goal. Almost 75 minutes on the clock now. And that's been won straight back. വീണ്ടും തന്നെ പരിപാടി ക്ലിയർ ആക്കൂല പ്രാവശ്യം ഞാൻ ക്ലിയർ ചെയ്തു വീണ്ടും നീ ലോങ് കളിക്കുക Oh, easy pickings there. ലോങ് കളിക്കുന്നു
Totti, it's Totti! It's run loose, who's going to get there? കോർണർ അടിപ്പിക്കല്ലേ? Haaland gets flagged offside. ഓഫ്സൈഡാ? Well, they deserve an awful lot of credit for their commitment to the cause, but it's a goal credit that would be most welcome now. Short changes him with that pass. Rummenigge. This is intriguing. Next goal critical. എടാ അവിടുന്ന് അടിച്ചാൽ മതിയായിരുന്നു, ഗോളി കയറിക്കാണല്ലോ. They still believe it can be won. ഇതെവിടൊക്കെ പോണ് തുരാം? He's quick to get it clear again. Oh, what has happened here? He is through here. Son Heung and the finish. It's fallen kindly here. മച്ചാ നീ എവിടെയായിരുന്നു? നമ്മളൊക്കെ ഓർമ്മയുണ്ടോ? നീ എന്നെ ഓർമ്മയില്ല. Some heroic goalkeeping, but even that couldn't save them this time. Yeah, his instinct told him that. 7 മാസമായില്ലേ? Long 7 months. Top marks for him following up. I think it's really sharp play. ഇത്രയും നാളാവും വിചാരിച്ചിടക്ക്. And we're done. അവിടെ ഗുഡ് ഗെയിം ഇടാ. The Netherlands pull through, sometimes by hook, sometimes by crook. That needn't matter. They have the win. ലൈവ് ഒക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് 7 months ആയി ഗോന്ന് കണ്ടപ്പോൾ ഞാൻ picking up the man of the match award, and no surprise there. നീ എവിടെയായിരുന്നു? ഞാൻ അവിടെ ഉണ്ടായിരുന്നടാ. ഞാൻ അവിടെ നിന്ന് വയ്യ ഒന്നാമതാ ഇറങ്ങി. ഇപ്പൊ തന്നെ തുമ്മലും ജലദോഷമായിട്ടിരിക്കുക. ജോലി സെറ്റായി. ജോലി അതിന്റെ പ്രശ്നമായിരുന്നു. ജോലി സെറ്റായിട്ട് എന്താ പറയാ, കാലത്ത് 7 മണിക്ക് പോയിട്ട് വൈകിട്ട് 10 മണിയാകുമ്പോൾ വരുമ്പോ ഫോൺ താടാന്നാ വാ വന്നി. ഞാൻ മറന്നില്ലല്ലേ? എടാ ഫോൺ വര വീണടാ. ഐപാഡ് എൻ്റെ ഞാൻ കാണിച്ചു തരാം. ഐപാഡ് ആകെ പോയടക്ക്. ഐപാഡിന് പോലെ കണ്ടില്ല? ഐപാഡ് കണ്ടാ? ഓ ഇതിൽ കാണുമ്പോൾ ഇതിൽ വര വീണടാ. ഫുള്ള് വരകളാ കണ്ടാ? നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. വരകളുണ്ട് നിറച്ച്. ഇതിലെ കളിച്ചിരുന്നു ഞാൻ ആദ്യം. ഇത് മൊത്തം വരയടാ. മൊത്തം വര വീണു. ഒരു കളി കളിക്കാം. വരയാടാ. ഫുള്ള് വരയായി ഫോണിൽ. നിലത്ത് വീണൊന്നുമില്ല. ബട്ട് എനിക്ക് തോന്നണത് മേത്തെവിടെയോ കയറി കിടന്നുണ്ട്. ഞാൻ കിടന്നപ്പോൾ രാത്രി ഫുള്ള് വരയാടാ. മൊത്തം ഇപ്പാട് റൗണ്ടിൽ വരാം. നീ പരിപാടി. നീ അന്നും മഴയാടാ. വീട്ടിൽ പോയിരിക്കും. എന്ത് മഴ, വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോവും. അടുത്ത വെള്ളപ്പൊക്കമാണ് വരാൻ പോണ്. നീ പുറത്തൊന്നും പോയിരിക്കില്ല. നീ വെള്ളപ്പൊക്കമാണ് മേൻ. തുമ്മലടാ. വയ്യൊന്നാവും നീക്ക്. തുമ്മലുണ്ടില്ലേ? ജലദോഷം. എന്ത് ലൈവ് വരണം എന്ന് വിചാരിച്ചതല്ല. നാളെ തൊട്ട് വരാമെന്ന് വിചാരിച്ചത്. ഹായ് ഇർഫാൻ റുഫു. ഹായ് ഹായടാ. ഉഷാറില്ലാത്ത വേറെ നല്ലളകെ തുമ്മൽ പിടിച്ചായിരുന്ന. Well, what a sight this is. A beautiful evening and the promise of a match that will really get the juices flowing. Such scenes here. A sea of team colours, songs ringing down from the stands. ജലദോഷം പിടിച്ചത് എന്ത് വേറെ ഡൗട്ട് എനിക്ക്. എൻ്റെ ബലമായ സംശയം എന്താ പറയുക, ഈ പീസൊക്കെ ഞാനേ ഫുള്ള് പൊടി പിടിച്ചിരിക്കുകയായിരുന്നു. മനസ്സിലായോ? അപ്പം ഞാൻ ഈ പി സി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ തട്ടിക്കുടഞ്ഞു. അതിൻ്റെ പൊടി അടിച്ചിട്ടാവും പി സി എടുക്കാണ്ടിരുന്നിട്ടേ നിങ്ങൾക്ക് എടുത്തപ്പോൾ ഫുള്ള് പൊടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പൊടി അടിച്ചിട്ടൊന്നും എനിക്ക് അല്ലാണ്ട് ജലദോഷം വേറെ മച്ചാനെ. ഞാൻ എവിടേക്കാ പാസ് മുത്തേ? നീ എന്നെ കൊണ്ട് ഫുഡ് കഴിച്ചു വന്നു. ഫുഡ് കഴിച്ചു വന്നോ? ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. സമയത്ത് കൈ 9:30 6:00 ഇട്ടാന്നുണ്ടല്ലോ ലൈവ്. 3 മണിക്കൂറായില്ലേ. കൈ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്? സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല. അതാ പ്രശ്നം. ഞാനല്ലല്ലോ കളിക്കുന്ന. നേരത്തെ കണ്ടില്ലേ എത്ര പ്രാവശ്യം ഞാൻ പാസ് എവിടേക്കൊക്കെ പോയതായിരുന്നു പാസ്.
footballing width Beirana. identifies with running room, and we've just seen a prime example. He's had a shot. എടാ Just ഇത്രയും off കഷ്ടപ്പെട്ട് target. ട്രിപ്പിൾ ചെയ്തിട്ട് നിന്നെ Bale nearly produced a moment of magic. He knew the strike was pure. എല്ലാത്തിനും പ്രോഗ്രഷൻ ചേഞ്ച് ചെയ്യാൻ പോണേ. തലയ്ക്ക് ഭ്രാന്തടി ചെയ്യാനുണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ 100 പ്രാവശ്യം ചേഞ്ച് ചെയ്യും പ്രോഗ്രഷൻ. ഇതിപ്പോൾ ഇത് മാറ്റിയില്ലടാ, എന്താ പറയാ, പ്ലേയിങ് സ്റ്റൈൽ മാറ്റിയല്ലോ. Are seeing more of the ball, but still aren't carrying much goal threat. And he's മോൻ found a way past. ആ സർക്കസ് കളിക്കുന്നു. Making good progress. മെസ്സി That defending is unapologetically persistent. It's almost എല്ലാതും personal. എത്ര 11 90+. Well, from ആർക്കും കിട്ടിയില്ല, experience, ഗോൾ I can കീപ്പറിനും tell you, കിട്ടിയില്ല, he'll get a lot of സി stick എഫിനും for കിട്ടിയില്ല. getting that one wrong. ബോൾ പറ്റിച്ചു, ഇടയിൽ കൂടെ പോയി എല്ലാവരും. ഇവൻ്റെ എത്രയാ മെസ്സിക്ക് എല്ലാടെ ബോൾ കൺട്രോളും, ഞാൻ അതൊരു ഡൗട്ട് വയ്ക്കുന്നു. ബോൾ കൺട്രോളും On it. ബാലൻസ് ടൈറ്റ് പൊസിഷനും ഒക്കെ 95+ അല്ലേ. എന്നിട്ട് നേരത്തെ കണ്ടില്ലേ ഒരു ഡബിൾ ടച്ച് ഇട്ടപ്പോൾ ബോള് കാലിൻ്റെ ഇടയിൽ തെറിച്ചു. എനിക്ക് കൊണാമിയുടെ It's really well cleared. ഒന്നും മനസ്സിലാവില്ല എന്താ Back സംഭവം almost എന്നുള്ളത്. at once. കൊനാമി എന്താ സംഭവം എന്നുണ്ടെങ്കിൽ He മനസ്സിലാവില്ല. won't be happy with that one. That looks a good ball through. Son Heung-min! അതെന്തപ്പോൾ കാണിച്ചത്? ഷോർട്ട് ടേൺ അല്ലേ, അതല്ലേ ഷോർട്ട് ടേൺ. You lucky boy, you lucky boy. Giving the ball away like that is usually punished. ഇതാണ് പ്രശ്നം, ഈ ഷോർട്ട് ടേൺ ഇടയിൽ കയറി ഇഷ്ടമല്ല. Mbappe. ദാറ്റ്സ് എ വെരി ബാഡ്. That looks a cracking Come ball. on Messi, blitz! Goal, the Netherlands! And it's the Netherlands who take the lead. ഈ കളി നല്ല സ്മൂത്ത് ഉണ്ട് കേട്ടോ, സംഭവം Truly അറിയില്ല. super goal. What a മഴ പെയ്യുന്ന spiky hit അറിയില്ല that അവർക്ക്. was. That was magnificent. The way he ഞാൻ cut it so നല്ല perfectly. സ്മൂത്ത് ആയിട്ട് I think കളിക്കാൻ he's even പറ്റും. managed to സ്കില്ലൊക്കെ surprise ഇട്ടിട്ട് us. What a goal! ഇത് നല്ല Well, that was സ്മൂത്ത് ആയിട്ട് nice, but not quite the end ചില നേരം product ഭയങ്കര required. സ്മൂത്ത് ആയിട്ടുള്ള It ഗെയിം was പ്ലേ such ആയിരിക്കും. a അപ്പോൾ clever idea to lift it into അടിപൊളിയായിട്ട് his കളിക്കാം. path. ചില നേരത്തെ പാസും പോവില്ല. The Netherlands have it back and can go again. Come on Messi, come on Messi. വൃത്തികെട്ട പാസ്സായി പോയത്. That's been intercepted. He read that really well and stopped it. And he's there to retrieve it. Kimmich. We expected better, and so did he. Miss pass. Passing is crisp and sharp. Good. Totti is offering some Gaya. sort of an apology there. The movement was good, but the pass lacked authority, a cause of mild Ciao. frustration. Next, good aggression. Totti. Come has on, alert to the nice pass with possibilities, but in the end it's fruitless. Come on, Messi, come he's managed to get on, free. let's come on, Messi, come on. It's run loose. Who's going to get there? സൺഹ്യൂമിനെ അവിടെ നിന്ന് നീ വിളിച്ചടി, പക്ഷെ സൺഹ്യൂമിൻ്റെ അടുത്ത് ബോൾ കിട്ടുന്നില്ല. സൺഹ്യൂമിനെ ട്രിബിളിങ് കുറവടക്കി, അതാ പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. ട്രിബിളിങ് ഭയങ്കര കുറവാണ്. വിട്ടറാ ചെക്കനെടുത്തോട്ട ബോള്. Himself a free kick. ട്രിബിളിങ് കുറവാണ് ഇടയ്ക്ക് സൺഹ്യൂമിൻ്റെ കാർഡ്. The referee brings the first half to a ട്രിബിളിങ് close. ഈസ് ഫാക്ടർ ഇപ്പോൾ എന്താ പറയുക, Nicely warming up to what may be സ്പീഡായിട്ട് a more കുറയാനുള്ള open ഈ second half ഗെയിം to പ്ലേ follow. ലാഗായിട്ട് ഫീൽ ചെയ്യാനുള്ള ഒരു കാരണം, അതായത് ടേണിംഗ് ഒക്കെ കുറവില്ല ആൾക്കാരുടെ, ടേണും കാര്യങ്ങളൊക്കെ കുറയാൻ ട്രിബിളിംഗ് ഒക്കെ കുറച്ചിട്ട് കഴിഞ്ഞാലും പ്രശ്നം. വിചാരിച്ച പോലെ ടേൺ എടുക്കാനും പറ്റില്ല. Happier of the teams heading in for half time. അതുപോലെ ഈ ടൈറ്റ് പൊസിഷൻ ബോൾ കൺട്രോളും കുറച്ചിട്ടാലും പ്രശ്നം. Already back up and running after half കാലം time. ബോൾ നിൽക്കൂല. The ഇപ്പൊ Netherlands ഗെയില് കണ്ടില്ലേ, carrying a എടാ 1-0 നോക്കടാ lead. ഈ That is good. Super running, മാസിക്കാൻ sharp തന്നെ വേണം movement. ഇടയ്ക്ക്. Came up against a സത്യത്തിൽ defender പോയി who നെറ്റ് പോയി. was ever so നെറ്റ് പോയി. determined. ആദ്യം നെറ്റ് പോയി, Communication breakdown there it seems. Nicely weighted ball. A well Yeah, cut again. out. No margin for error there at all. നെറ്റിന്റെ സ്പീഡ് അറിയാൻ പറ്റില്ല അല്ലേ. Well, the ball just didn't work out for the run that he made. രണ്ട് ഡബിൾ വെച്ച് കിട്ടും, അതിൽ ഒരെണ്ണം വർക്ക് ചെയ്തു, ഒരെണ്ണം വർക്ക് ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട്ലി കളിക്കുമ്പോൾ ഈ ആൻറ്റിനെ വരില്ല അല്ലേ, Still no way ഡിസ്പ്ലേന് through. പ്ലസ് The കൊടുത്തിരിക്കുന്നു. defending here is resolute. Come Really struggling to on, influence the game. Mbappe.
That's a race for the ball. Kunde gets it clear. He's shifting through the gears here. He was certainly sturdy. And this is ഞാനവിടെ ഫേക്ക് ഷോട്ട് ഇടാന്ന് ചോദിച്ചതാ. ഫേക്ക് ഷോട്ട് എന്നുണ്ട്, പക്ഷെ ലോഫ്റ്റഡ് പാസ് ആണല്ലോ പോയെ. ഫൗൾ ചെയ്തപ്പോ അതിൻ്റെ ഇടയിൽ ആരെ ഫൗൾ ചെയ്ത്? ഞാൻ ഫൗൾ ചെയ്താ. Kunde has got the wrong side of the referee and got himself a yellow card for his troubles. Forwards and with intent. So Jim, what are you thinking? Well, I'm inclined to feel that if I was in that dugout, I want the players to get on the front foot and grab another. Just try to make this one safe. He's picked his way through. There's a beautiful simplicity about this contest. Willing running on one side, dogged defence on the other. He's going to be disappointed with that. Rummenigge. Messi. No introduction. Bro. Now it's Son Heung-min. Come on. Shooting chance. അടിക്കാൻ വെച്ചിട്ട് ഒന്നും വർക്ക് ചെയ്യുന്നില്ല ചില നേരത്ത്. എടാ 4% ചാർജ് ബ്രോ. ചാർജ് പറഞ്ഞിട്ടോ ഭയങ്കര സ്ലോ ആയ. Oh, it's a nice idea, but the execution was lacking. The two sides separated by the game's only breakthrough moment to this point. 1-0 the score. There's the hit! Oh, there's a probing ball. And that looks a decent ball. Now it's Mbappe. Oh, that's fabulous. That is decidedly lacking. Okay, it's come to nothing, but it's a warning of further threat on the break. That's alert and sharp and very well played. And he's intervened well there. Not yet. It's Son Heung-min, and he's on his way. Shapes to shoot. Yeah. Terrific effort, just off target. Well, that was smashing with violence even. All you have to do is hit the target. It's such a shame. Oh, he's through the middle. Cleared away. That's that. The end. Have held on. They have doggedly, sometimes frantically, preserved the tightest of leads. Messi claiming the Man of the Match award, and there is very little room for argument. And there's a lot more to read into this game than just the scoreline. My thanks to Jim. We both wish you a very good evening. അതായത് ഈ പറഞ്ഞ പോലെ കൊൽക്കത്ത വൃത്തായില്ല. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ടീം കൊൽക്കത്തയായിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഭാഗ്യമില്ലടക്കി. ഇപ്പോൾ അതിന് മുമ്പത്തെ ഒരു കളി ഇപ്പോൾ IPL സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ മഴയും വന്നു വീണ്ടും. അങ്ങനെ ആ കളി നടക്കാണ്ട് പോയി. നമ്മൾ CSK ഫാൻ. CSK ഫാന് കള്ള ബ്ലഡി ബർഗർ. നിങ്ങൾ അതിന് തന്നെ പുറത്തായില്ലേ? ഹി നൈസ് കളിയടാ. ജി ചാർജ് ചെയ്യാൻ വെച്ചതാ. മൊബൈലേ ചാർജില്ല. എൻ്റെ നൈറ്റ് ബോട്ട് ആ ചെക്കൻ പോയിന്റ്സ് ചോദിച്ചിട്ട് നീ അതെന്താ പറയാത്തേ? 2 ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നോ? ഞാൻ ഇന്ന് 7 മാസത്തിന് ശേഷം സ്ട്രീം സ്റ്റാർട്ട് ചെയ്തെന്ന് ചോദിച്ചിട്ട് പിന്നെ നാളേക്ക് സെറ്റാക്കണമൊക്കെ. നമ്മൾ ആദ്യം പുറത്തായി, പക്ഷേ IPL മോസ്റ്റ് സക്സസ്ഫുൾ ടീം ഏതാ? അതൊന്നും നീ പറയണ്ട. പറയണമെങ്കിൽ കുറേ പറയേണ്ടി വരും. സക്സസ്ഫുൾ ടീം പണ്ടല്ലേ, ഇപ്പം എന്ത് സക്സസ്ഫുള്ള്? ഏറ്റവും കൂടുതൽ പ്രാവശ്യം ബാനായ ടീം ഏതാ? അത് നിങ്ങൾ തന്നെയല്ലേ. നിങ്ങൾക്ക് കുറേ റെക്കോർഡുണ്ട് നിങ്ങൾക്ക്. എന്തുകൊണ്ട് നിങ്ങളുടെ ടീമും ബാനായി? അത് പറ. അത് നീ പറയാതി. എന്തുകൊണ്ട് ബാൻ ചെയ്തു? വേറെ ടീമിനും ബാൻ ചെയ്തില്ലല്ലോ. നിങ്ങളുടെ ടീം എന്തുകൊണ്ട് ബാൻ ചെയ്തു? ബട്ട് വൈ
സീസൺ ആദ്യം പുറത്തായി. നെക്സ്റ്റ് സീസൺ ഫസ്റ്റ് പ്ലേ ഓഫിൽ കയറുന്ന ടീം നമ്മളായിരിക്കുന്നത്. അങ്ങോട്ട് കയറില്ലേ? ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മണ്ടത്തരങ്ങളുടെ മാനേജ്മെന്റ്. കാരണം പണ്ട് തൊട്ടേ അത് ആ ഗൗതം ഗംഭീർ പോയപ്പോൾ തീർന്നു. അല്ലെങ്കിൽ ട്രോഫി എടുത്തുകൊടുത്ത ക്യാപ്റ്റൻ്റെ കാര്യങ്ങളും ഒരു സീസണും കൂടി എടുക്കുക അപ്പോഴേക്കും പുറത്തേക്ക് കളയോ. അപ്പോൾ ശ്രേയസ് അതിനൊക്കെ പുറത്താക്കി എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം കപ്പ് എടുത്ത് കൊടുത്ത ആളാ ക്യാപ്റ്റൻ, എന്നിട്ട് പുറത്താക്കിയിരിക്കുന്നു. ഇപ്പം ഏതെങ്കിലും ടീം ചെയ്യും അതൊക്കെ. അപ്പോൾ തന്നെ മനസ്സിലായി ഇമാര് നല്ല രീതിക്ക് പോവില്ല എന്നുള്ളത്. എന്നാലും ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ചെക്കൻ റസലൊക്കെ ഫോമായി വന്നായിരുന്നു. അപ്പോഴേക്കും മഴയും മറ്റേതും തേങ്ങയും മാങ്ങയും ഇന്ത്യ പാകിസ്ഥാൻ വാറ്. സത്യം പറയട്ടെ, ഞാൻ IPL അല്ല. ഞാൻ നാളെ എന്താ പരിപാടി? നാളെ നോർമലാണെങ്കിൽ സ്ട്രീം ചെയ്യും. സെറ്റാക്കണടാ ഇത് ലൈവ്. അപ്പോൾ ഇത് കണ്ടില്ലേ പോയിന്റ്സും കാര്യങ്ങളും അതൊക്കെ ഒന്ന് സെറ്റാക്കണം. ബ്രോ മാനേജ്മെൻറ്റ് ബെറ്റിങ് ചെയ്തുകൊണ്ടാണ് ബാങ്ക് കിട്ടിയത്. ടീമിന് ഇതുമായിട്ടൊരു ബന്ധവും ഇല്ല. മാനേജ്മെൻറ്റാണ് ബെറ്റിങ് നടത്തിയത്. അതന്നെ ഞാൻ പറഞ്ഞേ. എടാ ടീം ഞാൻ മൊത്തത്തിലുള്ള കാര്യമാണ് പറഞ്ഞേ. മാനേജ്മെൻറ്റ് ഭയങ്കര അലമ്പാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അവർ. ദാറ്റ്സ് നോട്ട് ഗുഡ്. Shevchenko is in the top form. Mbappe is also in the top form. So we are going for Mbappe. And Lionel Messi അവിടെ തന്നെ കിടന്നു. ആറ്റിറ്റ്യൂഡ് വിളിറ്റ് എംബാപ്പെ മെസ്സി. ബെറ്റിംഗ് ഫിക്സിങ് രണ്ടും വ്യത്യാസമുണ്ട് ബ്രോ, അതെനിക്കറിയാം. എന്തായാലും ടീമിലെല്ലാവരും ഫിക്സിങ് ആവില്ലല്ലോ. ടീമിലെല്ലാ പ്ലേയേഴ്സും ഇതാവില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. ബെറ്റിംഗ് ഫിക്സിങ് ടീം മാനേജ്മെൻറ്റിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ 2 സീസൺ കുറച്ച് കളിച്ചിട്ടും കപ്പിൽ നമ്മൾ തന്നെ മുന്നിൽ. കപ്പിലൊന്നും കാര്യമില്ല. കപ്പിലിപ്പോൾ എന്ത് ഒരു സീസണിൽ 2 പേര് ഫോം ആയി കഴിഞ്ഞാൽ തന്നെ ഇപ്പം ഞങ്ങൾ അതൊക്കെ ഒരു ഫോമിനനുസരിച്ചിരിക്കും. ടോക്ക് അബൌട്ട് ദാറ്റ് ബ്രദർ. കപ്പ് നോക്കട്ടെ, ഞാൻ ഒരു കാര്യം വേണ്ടേ. കപ്പ് മുന്നിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കൊൽക്കത്തയ്ക്ക് 3 കപ്പുണ്ട്. ഇപ്പം 2 സീസണിലും കൂടി കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒപ്പായില്ലേ. അപ്പം ഈ പഴയ സംഭവങ്ങളൊക്കെ പുതിയത് ഓരോരുത്തർ കയറി വരുമല്ലോ. പഴയ കാര്യങ്ങൾ അവിടെ തന്നെ എടുക്കും. അല്ലെങ്കിൽ പുതിയതെന്ന് പറഞ്ഞാൽ ഇപ്പം 5 കപ്പ് എന്ന് പറഞ്ഞാൽ മുംബൈ അതിന് ശേഷം 5 കപ്പ് എടുത്തില്ലേ. എല്ലാ ടീമും കപ്പടിക്കാൻ തന്നെ കളിക്കണേ. പക്ഷേ നമുക്ക് ഏകദേശം ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഏകദേശം ഇപ്പോൾ ഒരു IPL എല്ലാം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ടീമാണ് ഏറ്റവും അടിപൊളി, ഏത് ടീമാണ് ഏറ്റവും അലമ്പെന്നുള്ളത്. ഇപ്പോൾ ഈ CSK ഇപ്രാവശ്യം എല്ലാവർക്കും അറിയായിരുന്നു CSK മൂഞ്ചെന്നുള്ളത്. ടീം അങ്ങനത്തെ ടീമായ ആരെ കളിക്കാനുള്ളതിൽ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു IPL ഇപ്രാവശ്യത്തത് കഴിഞ്ഞപ്പോൾ CSK മോശമാണെന്നുള്ളത്. ബ്രോ നമ്മൾ തമ്മിൽ അതായത് കളി വന്നിരുന്നു. അനുസരിച്ച് മെസ്സേജ് ഇട്ടായിരുന്നല്ലേ, കണ്ടിട്ടുള്ളോ? IPL ഇന്ന് വരും നാളെ പോവും. ഇന്ന് പോവും നാളെ വരും. ദിസ് സീസൺ പോയി, ബട്ട് നെക്സ്റ്റ് സീസൺ വിൽ ബി അവേഴ്സ്. അങ്ങനെ ആഗ്രഹിക്കാം. അതിപ്പോൾ എല്ലാവരും പറയുമല്ലോ. ഇപ്പോൾ ഇന്നലെ മാച്ചിങ് ഓക്കെ ഞാൻ നോക്കിയില്ലടാ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ട്. ഇപ്പം ഈ ഒരു കാര്യം, ഈ റദർഫോർഡ് അവൻ നൈസായിട്ട് കളിക്കുന്നില്ലേ. ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്നതാ കഴിഞ്ഞ സീസണിലാണ് ഉണ്ട്. ഒരു കളി പോലും കളിപ്പിച്ചില്ല. അതൊക്കെയാണ് പറയണത്.
nicely ടീം intercepted. മാനേജ്മെന്റും കൂടി സെറ്റ് ആവണം ഇടയ്ക്ക്, അല്ലാണ്ട് Batistuta. ടീം മാത്രം സെറ്റ് ആയിട്ട് കാര്യം. Trying from distance. പുഷ് ബ്രോ. Works it forward. Neymar. എടാ പൗള് ഇടിച്ചിട്ടു. ബ്രോനോ ഞങ്ങൾക്ക് കുറെ റിപ്ലേസ് വന്നിട്ടുണ്ട്. എടാ നിങ്ങൾക്ക് റിപ്ലേസ് ഞാൻ വരണ്ടേ? നിങ്ങൾ ന്യൂ യങ് പ്ലേയേഴ്സിനെ ഇട്ട് കളിപ്പിക്കുക. യങ് പ്ലേയേഴ്സ് ഒക്കെ അടിപൊളിയാണല്ലോ നിങ്ങള് പുതിയ ചെക്കന്മാര്. പക്ഷേ പുതിയ ചെക്കന്മാര് എൻ്റെ അണ്ണാക്കി കടിച്ചു കൊടുക്കും. എക്സ്പീരിയൻസ് കുറവാണ് യങ് പ്ലേയേഴ്സിന്. പക്ഷേ 2007 വേൾഡ് കപ്പ് ധോണി കപ്പടിച്ചത് ഈ എക്സ്പീരിയൻസ് കുറവുള്ള പ്ലേയേഴ്സിനെ വെച്ചിട്ടാണെന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. Big fan. I've always been a big fan. Defensively, extremely capable. He has an excellent work rate on and off the ball, but he doesn't get too much attention. Come on, Thuram. For his aggressive. We can do it, bro. Come on, Messi. Blitz. ഫ്യൂച്ചർ അസറ്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. ഫ്യൂച്ചർ അതാ പറഞ്ഞ ഫ്യൂച്ചർ അസറ്റ്സ് അടിക്കുക. അത് ഞാൻ സമ്മതിച്ചുതരാം. ബ്രവിസ് ഫ്യൂച്ചർ അസറ്റ്സ്. രണ്ട് ഓപ്പണേഴ്സ് രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നല്ലോ ചെന്നൈയിൽ. രണ്ട് വെടിക്കെട്ട് രണ്ടുപേരും 2-3 പേരെ കണ്ടുണ്ടെന്നുണ്ടല്ലേ. ചെക്കനെ സ്കില്ലടാ സമ്മതിച്ചില്ലടാ നീ പറഞ്ഞ. Oh, this looks sharp. Come on, ബാക്കിലേക്ക് പോകൂ. Kafu is good at crossing. വിട്ടരുതാണ് പട്ടി. Now who's going to be first to ചത്ര എന്റെ മുത്ത് ചെക്കേ. Rodri. ഇമാനുവൽ പെറ്റിറ്റ് കിലിയൻ എംബാപ്പേ. Come on, ഞങ്ങളിലുണ്ട് എംബാപ്പേ. വൃത്തികെട്ടോ ചോപ്റ്റാണ് കേട്ടോ ഔട്ടുണ്ട്. Now it's Mbappe. അതെന്തിനാ നീ എടുത്തേ? ചെക്കണ്ണെടുക്കൂലേ മെസ്സി? നീ ഇവിടേക്ക് വന്ന് കളിപ്പിക്കാനായിട്ട് നീ എന്താ ആരംഭിപ്പ? And the score is 1-0. Come on Mbappe, come on. ബ്ലിറ്റ്സ് ഔട്ട്റാ പട്ടി. എന്താ വീക്ക് ഫുട്ടല്ലേ? വീക്ക് ഫുട്ടിൽ നീ ബ്ലിറ്റ്സ് അടിക്കൂലേ? മറന്നു കളിയാ. Come on. Quality has no option. Emmanuel Petit. Mbappe is on the move. He's a good. Wow. Tu belodo. Read it. തേങ്ങ വന്നു കഴിഞ്ഞാൽ പ്രശ്നം. ഈ 2 പേര് മാത്രമേ ഉള്ളൂ. ഉറുവിൻ ഉറുവിൽ പട്ടേലല്ലേ? നൈസാണ് കേട്ടോ. കേക്കർ നല്ല സ്കോഡായിരുന്നു. സ്റ്റിൽ നല്ല പെർഫോമൻസ് ചെയ്തില്ല. സ്കോഡ് നല്ല സ്കോഡായിരുന്നു. പക്ഷേ ആ താളം ഇങ്ങോട്ട് പോയി കഴിഞ്ഞ പ്രാവശ്യത്തെ. ആ റാണ, നിതീഷ് റാണ, ശ്രേയസ് 2 പേരും പിന്നെ സാൾട്ട് ഈ 3 പുറത്താക്കിയപ്പോൾ തന്നെ സാൾട്ടിനെ ഞാൻ എടുക്കുന്നു ചോദിച്ചാ. എന്തായാലും എടുക്കുന്നു ചോദിച്ച ആളായിരുന്നു സാൾട്ടിനെ. ബട്ട് സാൾട്ടിനെ എടുത്തില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം കേക്കാറിന് നോക്കുമ്പോൾ എല്ലാവരും നല്ല ആൾക്കാരാണ്. ആരൊക്കെ എടുക്കും? 4-5 പേരിൽ ഇടാൻ പറ്റുള്ളൂ. വരുൺ ചക്രവർത്തിനൊന്നും എന്തായാലും കളയാൻ പറ്റൂല. അതുപോലെ റിങ്കു സിംഗ്, സുനിൽ, റഹാന സെറ്റാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ റഹാന ഓപ്പൺ ചെയ്യണമായിരുന്നു. റഹാന ഓപ്പൺ ചെയ്യണമെങ്കിലേ അവൻ പവർ പ്ലേയിൽ അടിപൊളിയാണ്. സുനിൽ നരൈൻ സ്റ്റിൽ ഈസ് എ ഗോട്ട്. ബാറ്റില്ലെങ്കിൽ ബോളിങ്. റസ്സല് പക്ഷേ ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റില്ലടാ. റസ്സല് ഞാനൊരു കാര്യം പറയട്ടെ. റസ്സല് അധികം ചാൻസ് കിട്ടിയിട്ടില്ല. ലാസ്റ്റ് വന്നിട്ട് 5 ബോൾ അല്ലെങ്കിൽ ഒരു ഓവർ 2 ഓവർ വന്നു കഴിഞ്ഞാൽ അടിക്കാൻ ഔട്ടാവാ. അത്ര പറയാൻ പറ്റുള്ളൂ. അല്ലേ ഗോളൊന്നുമില്ല. അസാസിൻ ഗെയിമിംഗ് ഹലോ ബ്രോ. റിങ്കു ഈ സീസൺ ഫോം ഉണ്ടായില്ല. ശരിയാ. റസ്സല് പക്ഷേ ബൗളിങ്ങിൽ അവൻ ബാറ്റിങ്ങിലാണെങ്കിലും വിക്കറ്റ് എടുത്ത് കൊടുത്തിരുന്നു. ബൗളിങ്ങിൽ ഇടയ്ക്കൊക്കെ വന്നിട്ട് പിന്നെ ലാസ്റ്റ് ആയി ഫോം ആയപ്പോഴേക്ക് പിന്നെ കളിയും കഴിഞ്ഞപ്പോൾ ബാറ്റിങ്ങിൽ ഫോം ആയപ്പോഴേക്കും ചെക്കനെ കണ്ടില്ലേ? 2 കളി അവനെ നേരത്തെ ഇറക്കി വിട്ടു റസ്സലിനെ. ആ 2 കളിയും അടിപൊളിയായിട്ട് കളിച്ചു. അവന് കുറച്ച് ബോളൊക്കെ കൊടുത്ത് ഒന്ന് ടച്ചാക്കി കഴിഞ്ഞാൽ അവൻ പിന്നെ അടിച്ചോളും.
ഡ്രസ്സിൽ. പക്ഷെ അതിനുള്ള ചാൻസ് അവന് കിട്ടുന്നില്ല. Now then, the ball's come loose. അതാണ് പ്രശ്നം. അത്രയധികം പ്ലേയേഴ്സ് ഉണ്ട് KKR-ൽ. Of the first half. KKR ലാസ്റ്റ് സ്ക്വാഡ് ഇറക്കിയിരുന്നപ്പോൾ 9 പ്ലേയേഴ്സാണ് കേട്ടോ ബാറ്റിങ്ങിന് ഉണ്ടായിരുന്നത്. Warming up to what may be 9 പ്ലേയേഴ്സ് a more open second പ്ലേയേഴ്സാണ് half ഉണ്ടായിരുന്നു to follow. ബാറ്റിങ്ങിൽ ഞാൻ നോക്കുമ്പോൾ. We'd like to 8 inform you players. ഒറ്റ A lead that's ടീമിലുണ്ടായില്ല fully ഇത്ര അധികം. justified for me. They've shown some excellent counter-attacking now, son. It's paying dividends. സോറിടാ അസലറിങ് ടോപ്പ് ഫിനിഷേഴ്സ് സോറിടാ ടോപ്പ് ഫിനിഷേഴ്സ് എന്നല്ലേ ഫിനിഷേഴ്സ് ഒക്കെ അടിപൊളി. അപ്പൊ അതുപോലെ രമൺദീപ് സിംഗ് അവൻ എന്തുട്ടായി ഇപ്രാവശ്യം അലമ്പായിരുന്നു. അവനൊക്കെ ശരിക്കും കളഞ്ഞില്ല, അവനൊക്കെ എടുത്തു. സാൾട്ടിനൊക്കെ കളഞ്ഞു. എന്നിട്ട് എസ് എ ഇന്ത്യൻ പ്ലെയർ ആയതുകൊണ്ടാണ് അവനൊക്കെ എടുത്തു വെച്ചത്. അതിന് വരെ സാൾട്ടിനെ നിലനിർത്തിയാൽ മതിയായിരുന്നു. അവനൊക്കെ എടുക്കണമായിരുന്നു. അവന് ഓപ്പണിങ് അടിപൊളിയാണ്. ഇത് നല്ല ഓപ്പണിങ്. എടാ എപ്പോഴും ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ടീമിന് എപ്പോൾ ഒരു സീസണിലൊരു ഓപ്പണിങ് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഓപ്പണിങ് പിന്നെ കളയാണ്ട് നോക്കണം. മനസ്സിലായോ? അതാണ് കാര്യം. KKR പഞ്ചാബ് ടീം കളിയായിരുന്നു. ചഹൽ ഉറക്കി. ചഹൽ ഭയങ്കര ഫോമായില്ല. ഇപ്പോൾ അവനെ ഫ്ലോ ഒരു കളി ഫ്ലോ കിട്ടി ഭയങ്കരമായിട്ട്. ഏത് കളികളായിട്ടുള്ള കളിയാ തോന്നുന്നു. അതിനുശേഷം ഭയങ്കര നാളെ ഞാൻ കോൺകർ അടിക്കുന്ന. നീ കോൺകർ അടിക്കറ. നീ ഏതാ പുഷ് ചെയ്യണേ? ടീമാ സ്ക്വാഡാണോ കോൺകർ പുഷ് ചെയ്യണേ? അല്ലെങ്കിൽ സോളോ ആണോ? FPP ആണോ? ഡുവോ ആണോ? ഏതാ? ഞാൻ ഡുവോ പുഷ് ചെയ്തിട്ടാ കോൺകർ അടിച്ച. എനിക്ക് നല്ല ടീം ഉണ്ടായിരുന്നില്ല ആ നേരത്ത്. ഡുവോ കറക്റ്റ് CSK അതാ ചെയ്ത്. ഫാഫിനെ ഒക്കെ ചുമ്മാ കൊണ്ട് കളഞ്ഞു. സത്യം ഫാഫ് അടിപൊളിയാ. ഫാഫ് ചിലവരേ ഈ എന്താ പറയാ കളിക്കില്ലെന്ന് വിചാരിക്കും. ഒരു ടൈം ആയി കഴിഞ്ഞാൽ പിന്നെ കളി ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. ചിലവർ കോലിയിലൊക്കെ പോലെ സ്റ്റാമിന സ്റ്റിൽ യങ്ങായിരിക്കും. കളിയാണെങ്കിലും നമ്മുടെ ഡിവിലിയേഴ്സ് അങ്ങനെയായിരുന്നു. ഏജിലാണെങ്കിലും അത്യാവശ്യം നല്ല കളി കളിച്ചിരുന്നു. ഡബിൾ ടച്ച് വർക്ക് ചെയ്യും. കുല്ലിറ്റിന് ഡ്രിബ്ലിങ് കുറവാണ്. കുറച്ച് ഹെവി പ്ലെയർ. ഫിനോമിനൽ പാസ്സൊക്കെ ഉണ്ട്, ബട്ട് പാസിംഗ് ഈസ് ഓൾസോ കുറവ്. അത് മാത്രമാണ് ഒരു കുറവുള്ളൂ ഇതിൽ ഗുല്ലിറ്റിൻ്റെ കാർഡിൽ. പാസിങ് കുറവാണ്. CSK ഉണ്ടല്ലോ, CSKയിലെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഡിൽ കളിക്കാൻ ഒരു നല്ല പ്ലെയർ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം. അവർ വിചാരിച്ചിരുന്ന ഓപ്പണിങ് ആണെങ്കിൽ ഓപ്പണിങ് ഇതാവണില്ല, ക്ലിക്കും ആയില്ല ഇപ്രാവശ്യം. ഓപ്പണിങ് ക്ലിക്ക് ആയില്ല CSK. ഈ രണ്ട് പ്ലേയേഴ്സ് ഇപ്രാവശ്യം CSK ഉണ്ടായിരുന്ന പ്ലേയേഴ്സ് ഓപ്പണേഴ്സ് അടിപൊളിയായിരുന്നു ഒരു ടൈമിൽ സീസണിൽ. ഈ പറഞ്ഞപ്പോൾ ഈ ഗുജറാത്ത് തന്നെയല്ലേ, ഗുജറാത്തിൻ്റെ പ്ലേയേഴ്സില്ലേ, ഗില്ലും അവനും സായും കളിച്ചിരുന്നില്ലേ, ആ ഒരു ലെവലിൽ കളിച്ചിരുന്നതാണ് CSKയുടെ. രച്ചിൻ രവീന്ദ്ര ആണെങ്കിലും മറ്റേ കോൺവി ആണെങ്കിലും ഒരു ടൈമിൽ. ഇപ്രാവശ്യം അതെല്ലാ പ്രാവശ്യം എല്ലാവരും ഫോം ആവില്ലല്ലോ, നോക്കിയിട്ട് കാര്യമില്ല. ഇവർ തന്നെ ചിലപ്പോൾ അടുത്ത സീസണിൽ ചിലപ്പോൾ ഫോം ചെയ്യുന്ന വരും. അപ്പളേക്കും അതിന് ടീം ഓരോരുത്തർ ഒരു സീസണിൽ ഫോം ആയില്ലെന്ന് വെച്ചാൽ അപ്പളേക്ക് എടുത്ത് ചിലപ്പോൾ കളയുക, അതാണ് പ്രശ്നം. അപ്പോൾ അപ്പുറത്തെ അവിടെ ഏതെങ്കിലും വേറെ ടീമിൽ പോയി കഴിഞ്ഞാൽ ആ ടീമിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും. ഞങ്ങൾക്ക് സ്ഥിരം കിട്ടുന്ന പരിപാടി അത്. ഞങ്ങൾ ഗില്ല് ഞങ്ങളുണ്ടായിരുന്നു, നല്ല ഗില്ല്, സൂര്യകുമാർ യാദവ്, ഗില്ല്, ക്രിസ് ഗെയില്, എന്തോരം നല്ല പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു അറിയൂ. ഞങ്ങൾ അങ്ങനെ ഓരോരുത്തരെടുത്ത് കൊടുക്കും ഫോം ആവുന്നുണ്ട്, എന്നിട്ട് അപ്പുറത്തെ ടീമിൽ പോയിട്ട് ഫോം ആവും. ഞങ്ങൾ അങ്ങനെ കുറേ പ്ലേയേഴ്സ് ഇട്ട് കൊടുക്കാറുണ്ട്.
He's gone looking for safety. ഒരു ടൈമിൽ ഞങ്ങൾ ഓപ്പണേഴ്സ് പറഞ്ഞ ക്രിസ് ഗെയിലും ബ്രണ്ടൻ മക്കല്ലായിരുന്നു. ഇജാതി ഓപ്പണിംഗ് കോംബോ. He's a sharp little ball here. 4 added minutes have been indicated. Thuram gets rid without sophistication. The ball has bounced loose now. ബോളിംഗിലാണെങ്കിൽ ഷോയ് ബക്തർ ഉണ്ടായിരുന്നു, ബ്രെറ്റ് ഉണ്ടായിരുന്നു. Thuram can get it clear. പിന്നെ പാകിസ്ഥാൻ പ്ലേയേഴ്സിനൊക്കെ ബാൻഡാക്കി അതിനുശേഷം. ഞങ്ങളൊരു പാകിസ്ഥാനിലെ ഷോയ് ബക്തർ ഫസ്റ്റ് കളി തന്നെ 5 വിക്കറ്റ് 4 വിക്കറ്റ് എടുത്തു. എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. ഫസ്റ്റ് IPL മാച്ച് ഞങ്ങളെ ടീമിൽ വാച്ച് മൈ R2 ഷോട്ട്സ്. R2 shots is what tends to happen when they do their thing. Neymar claiming the man of the match award, and there is very little room for argument. So what do you take away from it all, Jim? The Netherlands definitely impressing me here, especially the way that attack clicked. Whether it was link-up play, running in behind, this has just been a great day at the office. That's where we have to end it. From me, Peter Drury, and my co-commentator Jim Beglin, a very good evening to you all. Gaming. ഉണ്ടല്ലേ. കഴിഞ്ഞ കളി നല്ല സ്മൂത്തായിരുന്നു കളിക്കാൻ. ഈ കളി ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. ചില കളികൾ നല്ല സ്മൂത്തായിരിക്കും. ഇതാണ് അവിടെ ഒരു CF പോലൊരു ഫോമില്ലല്ലോ, ഒക്കെ നോർമലാണ്. Well, hello, welcome one and all. It's a pleasure to have you with us. As you can see, we are all set. The game should be a truly entertaining one, whichever side of it you find yourself on. We have a grand mass of noise and colour, and the juices are flowing. കളി തുടങ്ങി ബ്രോ. This place is living up to its reputation as one of the noisiest corners of the footballing world. No decibels spared in this collective chorus. Well, if you did just miss it, we are up and running already. And the assistant referee has his flag raised for offside. Offside. Messi mutte. Nicely weighted ball. Come on. Looks a good ball through. Come on. Yeah, Bastodi. Is somewhat less than ideal. Quality deserted them when they really needed it. Maldini kept his eye on it. അയ്യോ CF മൈക്കിളാണായിരുന്നോ? ഹൈറ്റ് ഇല്ലാത്ത മുത്തേ. I thought something. Yeah, I think there's some room for debate here, Peter, but I can't think of anyone who has a more versatile style of play. He's just won so much, hasn't he? He might have had his fair share of disappointments in various finals,
But he did win the tournament that really mattered back in 2018. And he was outstanding in the final. An assist and a very controversial penalty. First significant penalties to be given as a result of a video-assisted review. And he cuts out the supply. Neymar. എടാ നെയ്മറിന്റെ കയ്യിലൊന്ന് ബോൾ കിട്ടട്ടെ എന്താപ്പളേക്കും വന്നെടുത്തോണ്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് കളിക്കണ്ട മുത്തേ അല്ല നെയ്മർ കമോൺ ഓവാ കമോൺ ഇത് നിന്റെ വിജയം മാസൽട്ടേനൊക്കെ നശിപ്പിച്ചിട്ട അപ്ഡേറ്റ് നല്ലൊരു സ്കില്ലായിരുന്നു അത് അങ്ങോട്ട് നശിപ്പിച്ചെടുത്തു ഷൗമു മോൻ നെസ്റ്റൊക്കെ വെറുതെ ഞാൻ പിന്നെ വെറുതെ വാങ്ങി വെച്ചിരിക്കണ അതിനെ ഇങ്ങനെയൊക്കെ പൊക്കും എന്നിട്ട് ലാസ്റ്റ് ഞാൻ പന്നി തന്നെ ചിലപ്പോൾ ബോള് കാണിച്ച് ഇവിടെ എങ്ങനെയൊക്കെ കൊള്ളിറ്റ് ക്രോസ് ഇട്ട് കൊടുക്കും സ്റ്റെപ്പ് വന്നു ഇടയിൽ എന്തോ പ്രശ്നം വന്നു ബാറ്റ് ഷൂട്ട് കയറി ഓഫ് സൈഡ് അവിടെ അടുത്ത കളി എനിക്ക് ഏതായാലും പുതിയ കാർഡ്സ് ഒക്കെ ഇട്ട് കളിക്കുക ഇടയ്ക്ക് ബോറടിച്ച പഴയ കാർഡ്സ് ഇട്ട് കളിച്ചു വാടിനിട്ട് കളിപ്പിച്ചാല ജിമ്മി വാടി കളിപ്പിച്ചു ബട്ട് അത്യാവശ്യം നല്ല കുഴപ്പമില്ല കാർഡ് കേട്ടോ നല്ല കാർഡെന്ന് പറയാൻ പറ്റിയ ഏടാ മാസത്തേനെ കറക്റ്റായിട്ട് ഇട്ട് പെട്ട് ഒരാളും ഒരു ഷോട്ട് പോലും അടിച്ചിട്ടില്ല അടുത്ത കളി നമ്മൾ ടോറസിന് കളിക്കാനാണ് താല്പര്യമില്ലാത്ത സ്പീക്കർ മറ്റേ കാർഡില്ലേ പാക്കിൽ വന്ന ടോറസ് ആ ടോറസിനെ ഒന്ന് കളിപ്പിച്ച് നോക്കണമെന്നുണ്ട് കുറെ കാർഡുകൾ കളിപ്പിക്കാണ്ടിരുന്നിട്ടേ ബോറടിച്ചു Come on Nemo, come on turn, come on boss. Bullet. We're seeing some really good pressure being applied here, Peter, particularly from those guys up front. And it just, I suppose, Jim, denies the others time and space. Well, I would call it blanket suffocation. Every single player is committed to the press, and there's simply no way out. Pedri. Come on. Oh, now here's an interesting matchup. Heaved it away. Yeah, that's top defending and preventing him turning, which can open up many possibilities. Oh, അതെടുക്കടാ ടാക്കളേടാ ഗുള്ളിട്ട് അത്യാവശ്യം ഡിഫൻസ് ഉണ്ടല്ലോ. And why you are doing things like this? Physicality കുറവാന്ന് വിചാരിച്ചിട്ട് എടാ നെയ്മറിന് സ്കില്ലിട്ട് ബോൾ എടുക്കാനുള്ള സമയം കൊടുക്കടാ. ആ ഗോൾ വിചാരിച്ചു ഗോളാവുന്നുള്ളൂ. എന്തായാലും വളരെ വളരെ സന്തോഷമുണ്ട്. ആരെയും clearly executed that with considerable confidence. It only took seconds to score once the ball was recovered. A 1-0 lead established. ഒറ്റക്കൂട്ടൊന്നും ജീവൻ കളഞ്ഞാൽ ബോളൊന്നും അവിടെ കൊടുക്കൂല. മെസ്സി അല്ല, മെസ്സിയുടെ അച്ഛൻ വന്നാലും നിങ്ങൾ Well, it didn't look good for a while. ബാസ്റ്റുടെ ഫയറാ. ബാസ്റ്റുടെ നൈസാണ്. ബാസ്റ്റുടെ എത്ര നാൾക്ക് ഉണ്ടാവുന്നതാണ് മാത്രമാണ് നോക്കേണ്ടത്. Hey, മോൻ. ഓവൻ ചുമ്മാ ഒരു കാര്യമില്ലാണ്ട് വെറുതെ 2-3 സ്കിൽ കണ്ടോ എന്റെ പൊന്നേ.
അതൊരു കാലിൻ്റെ നിർത്തുന്നു സി എഫ്. ഇതാണ് പ്രശ്നം. ചില നേരത്തെ ഇതാ പ്രശ്നം. എന്തായാലും സബ്ജിനിറക്കാം. ഒരു കളി ജയിച്ചു കഴിഞ്ഞാൽ ഒരു തോൽക്കുന്നതാണ് നിഗമനം. നമ്മളെന്തായാലും SS-നോട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് വിങ്ങിൽ ആരിടും? അതൊരു ചോദ്യമായതുകൊണ്ട് ബാറ്റിസ്റ്റൂട്ട നൈസാട്ടോ, ബാറ്റിസ്റ്റൂട്ട നൈസാ. ബട്ട് ഇതുപോലെ എന്താ പറയാ 1CF-ലൊക്കെ അടിപൊളിയാണ്. പിടിച്ചിട്ട് പോകുന്ന things starting to look very comfortable. Well, that's pretty much sealed it now, and surely, Peter, we're not going to see any complacency after that. എത്രടാ 99 സ്പീഡ് Pedri. എംബുമോൻ. He's gone forward. Ribery going face to face with his great rival. മക്കളെല്ലാം ഉടനെ വരുമോന്നാ? Griezmann. മക്കളേലെ കാർഡൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ? മിക്കവാറും ഒരു 2 ആഴ്ച, അടുത്ത ആഴ്ച മറ്റേതല്ലേ ഈ മൺഡേ പീറ്റേഴ്സ് മൈക്കിള്. അപ്പോൾ ഗാർഡിയൻസിന്റെ ബാക്ക് ഈ മൺഡേ വരുന്നത്. അപ്പോൾ പിന്നെ ഇപ്പം അടുത്ത് എന്തായാലും ആ ഗാർഡിയൻസിന്റെ വീണ്ടും അവർ കൊണ്ടുവരില്ല. അതാണ് എൻ്റെ ഒരു നിഗമനം. മനസ്സിലായോ? ഒരു ചിലപ്പോൾ ഒരു മാസം പിടിക്കായിരിക്കും. കാരണം 2 ഗാർഡിയൻസിന്റെ ബാക്കിൽ തന്നെയായിരിക്കും മക്കളെല്ലാം വരാൻ പോകുന്നത്. സോ എടാ പോടാ മൊണ്ണേ. എംബാപ്പയൊക്കെ ചില നേരത്ത് മുന്നത്രം കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. മക്കളെല്ലാം എനിക്ക് തോന്നണത് ഒരു മാസമൊക്കെ എന്തായാലും ഒരു മാസത്തേക്ക് ഉള്ളൊന്നും പിടിക്കില്ല. എടാ പുതിയ കാർഡ്സ് ഇട്ട് കളിപ്പിച്ചോക്കല്ലേ. നിന്നോട് തന്നെയാ പറഞ്ഞത് ജപ്പാൻ ലീഗിലെ ഈ മൊണ്ണാന്ന് പറഞ്ഞത് നിന്നോടല്ല, അത് ഞാൻ എംബാപ്പനെ വിളിച്ചത്. നീ ലാസ്റ്റത്തെ കണ്ടില്ലേ? ചാടി വാ മൊണ്ണേ മറ്റേ സാധനം. അത് ഞാൻ പറഞ്ഞത് ആ ഡയലോഗ് അടിച്ചത് അവൻ്റെ അടുത്ത്. നിൻ്റെ അടുത്ത് മക്കളുടെ കാര്യം പറഞ്ഞത് ഞാൻ വിളിച്ചു എന്തൊട്ട് തേക്കണത്. ഈ ബാറ്റിസ്റ്റൂട്ട് എൻ്റെ സ്ക്വാഡിൽ ഇട്ടിട്ടുണ്ടായില്ല അല്ലേ ഞാൻ? ടോറസ് എവിടെടാ? എനിക്ക് ടോറസിനെ വെച്ച് കളിപ്പിക്കണം എന്നൊരു ആഗ്രഹം. ടോറസും ന്യൂ പ്ലേയേഴ്സിനിട്ട് കളിപ്പിക്കാം നമുക്ക്. ഓക്കെ, അധികം കളിപ്പിക്കാത്ത പ്ലേയേഴ്സിനെ. ബാറ്റിസ്റ്റൂട്ട് എവിടെ? ബാറ്റിസ്റ്റൂട്ടിനിടാം. ബാറ്റിസ്റ്റൂട്ട് എടുക്കട്ടെ. പിന്നെ മറ്റേ ടോറസിൻ്റെ അവിടെ എവിടെ? ആ ടോറസ് എവിടെടാ? Where is that Taurus? Where is that Taurus, bro? ഇതല്ലേ ഇവനല്ലേ ആ പറഞ്ഞവൻ? ഇവനാണ് നിങ്ങൾ പറഞ്ഞ നടൻ. ഇതിൻ്റെ പ്രോഗ്രഷൻ എത്ര എടുക്കുന്നു അവിടെ? ഇടാ വാൻ ബാസ്റ്റിനാ. എടാ വാൻ ബാസ്റ്റിൻ 1CF എടാ. 1CF വാൻ ബാസ്റ്റിൻ എളുപ്പമല്ല. 1C 2CF ഓക്കെ. വാൻ ബാസ്റ്റിൻ 2CF വർക്കാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബോറടി ആയിരിക്കും. വാൻ ബാസ്റ്റിനെ അവിടെ കേൾപ്പിക്കാറുണ്ട്. 93 ബോൾ കൺട്രോൾ, ട്രിബിളിങ്, ടൈറ്റ് പൊസിഷൻ നോക്കണ്ട. ഫിനിഷിങ് 93, ഹെഡിങ് 83, 90, 86, 91, 93 ഫിനിഷിങ്, അറ്റങ്ങേഴ്സ് 93. സ്പീഡില്ലല്ലേ? ഇത് നല്ല കാർഡാണ്. ഇതിന് സ്റ്റാറ്റ്സ് ഉണ്ടായിരുന്നല്ലോ. ടോറസിന് പാസിങ് എന്തിനാ? ഒറ്റ CF പാസിങ്ങിൻ്റെ ആവശ്യമില്ല. ഫിനിഷിങ്, സ്പീഡ് വേണം.
സ്പീഡ് കുറച്ചെങ്കിലും കൂടി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫിനിഷിങ് ഇപ്പോൾ എത്ര ഉണ്ട്? 85, 93, 82, 92, 91 അല്ലേ സ്പീഡ്. ടോപ്പ് ഫോം ആകുമ്പോൾ എളിപ്പിക്കാം, അല്ലെങ്കിൽ നോക്കട്ടെ, അല്ലെങ്കിൽ ഒരു ഗോള് മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ കളിപ്പിക്കുക. റൂമി വന്നിട്ട് പോലും കറക്കിയില്ല, ഒറ്റക്കാരനുള്ളൂ. അതിനാ മുതലിൻ്റെ പേര് മക്കലല്ലേ. മക്കലേരെ ആങ്കർമാൻ വരണം, അങ്ങനെയാണെങ്കിൽ ഞാൻ കറക്കും. ആങ്കർമാൻ വെയിറ്റ് ചെയ്തിരിക്കുക, ആങ്കർമാൻ്റെ കാർഡ്. ഇപ്പം ഞാൻ കണ്ടില്ല കാശ്മീരോൻ്റെ ചില നേരത്തെ കാശ്മീരോനെ എടുത്തിട്ട് കുറെ കൊടുക്കാന്ന് തോന്നും ചില നേരത്തെ കേട്ടോ. ഞാൻ കാരണം ഈ ബേസ് കാർഡല്ല ഈ ചൗമിനിയുടെ കാർഡിട്ട് കളിപ്പിക്കണ. ലോ പാസ് 81, ബട്ട് സ്റ്റാറ്റ്സ് വൈസ് ഡിഫെൻസീവ് വൈസ് ഈസ് ഗുഡ്. സ്പീഡ് ഈസ് 86. ഗുഡ്. ആങ്കർമാൻ അല്ലെങ്കിൽ ഡിസ്ട്രോയർ രണ്ടും ഒരേ പൊളി. ഡിസ്ട്രോയർ എനിക്ക് ആങ്കർമാൻ മതി. എന്ത് സ്കോഡ്? SS CF. എടാ ഒരു മിനിറ്റ്, വാൽവറുടെ വേണ്ട, വാൽവറുടെ പൊസിഷൻ ബൂസ്റ്റർ ഉണ്ടെങ്കിൽ കൊടുക്കാന്ന് ചോദിച്ചാൽ. അല്ല പ്ലേസിന് മാറ്റിയില്ലല്ലേ. എടാ ഇപ്പൊ വരുന്ന മറ്റേ അവനെ ഓർക്കസ്ട്രേറ്റർ അല്ലേ, കുഴപ്പമില്ല കേട്ടോ. മറ്റേ പുതിയ കളില്ലേ യോയോത്തുറേ അതിന്റെ പേര്, ഞാൻ മറ്റേ ഇതിലുണ്ടായിരുന്ന പ്ലെയറാ. അടിപൊളിയാ. ഗെയിമിൽ എങ്ങനെയാണെന്ന് അറിയില്ല, റിയൽ ലൈഫിൽ അടിപൊളി പ്ലെയറാണ്. മക്കളിലെ വരും മുന്നേ ഏതെങ്കിലും ഡിഫെൻസീവ് പാക്ക് വരാൻ ചാൻസ് ഉണ്ടോ? നാളെ കഴിഞ്ഞ് വരുന്നത് നോക്കണ്ട. എടാ ന്യൂ പ്ലേയേഴ്സ് നോക്കട്ടെ, ഞാൻ പറയാം. ന്യൂ പ്ലേയേഴ്സിന് കുറെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഫെൻസീവ്, പക്ഷെ അതിൽ കണ്ടിരുന്നില്ലടാ ഞാൻ അധികം. മക്കളെല്ലാണ്ട് നമ്മുടെ ഞാൻ നോക്കിയിട്ട് നാളെ പറയാം. എന്തെങ്കിലും ഉണ്ടായിരുന്നു അത് സംഭവം. മക്കളെ പ്ലെയിൻ സ്റ്റൈലാണ് എനിക്ക് അറിയേണ്ടത്. Out of play for a throw. Out again for a throw. അയർലാൻഡിന്റെ പ്ലെയർ ആണ് തിങ്കളുടെ ഓർക്കസ്ട്ര. അതന്നെ അവൻ മറ്റേ ക്ലബാണ് ഞാൻ പറഞ്ഞ ക്ലബ്ബ് ഏതൊരു കളിച്ചിരുന്നെന്ന് പെട്ടെന്ന് പറഞ്ഞു. യായാത്തുറേ അവ അടിപൊളിയാട്ടോ. അവൻ ഗെയിമിൽ കാർഡാതിട്ടില്ല കൊണ്ടുവരണേ. എങ്ങനെയാണെന്നറിയില്ല ഗെയിമിൽ ഇനി എങ്ങനെയാന്ന്. ഈ മൈക്കിളിന്റെ സ്റ്റാറ്റ്സ് കണ്ടിട്ട് കണ്ണു കള്ളിയിരിക്കുക. എൻ്റെ പീറ്റേഴ്സ് മൈക്കിളിന്റെ സ്റ്റാറ്റ്സ് ഞാൻ കാണിച്ചു തരാം. പീറ്റേഴ്സ് മൈക്കിളിന്റെ സ്റ്റാറ്റ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഈ കളി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, കറക്റ്റ് സ്റ്റാറ്റ്സ്. Come on, bro. മതിയറ പിള്ളേർ വെറുതെ കലിപ്പാവല്ലേ. കമോൺ. സോറി മുത്തേ, കൂട്ടാന്ന് മറന്നു എടാ. മാഞ്ചസ്റ്റർ സിറ്റി, മാഞ്ചസ്റ്റർ സിറ്റി അതന്നെ. മാഞ്ചസ്റ്റർ സിറ്റിയിലെ അടിപൊളിയായിരുന്നു അവൻ. ബാർസയിൽ ഞാൻ കണ്ടിട്ടില്ല.
He could be in here. Neymar! Come on, Neymar. No mistake. 2 up now. You are And too they good, are bro. cruising. That is just remarkable. ഒരു കളി The amount ഭയങ്കര of bend he got നൈസായിട്ട് on കളിക്കാൻ that. പറ്റും. You know what അടുത്ത was കളി notable in that, Peter, was the മൂഞ്ചി fact കളി. that he didn't try to blast it. He chose placement instead. അടുത്ത കളി ഭയങ്കര സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും, സ്കില്ലൊക്കെ ഇട്ടിട്ട്. Xiaomi is too good. Are sitting pretty. 2-0 up. Xiaomi is Well, too with this kind of good. authority, Peter, Messi why not is push too on and totally good. kill this off? Dribbling wise. Messi Come on, Messi, come on. down that right flank. Come on, Messi, come on. നിനക്കെന്നെ He's done തരുള്ളൂ very ഞാൻ. well to take that back. ഏയ് Schneider. Xiaomi, come on. Pass Pass is intercepted. CF-ന് ഉദ്ദേശിച്ച Schneider. Passing nice and neat. Mbappe. തിങ്കൾ വരാൻ പോകുന്ന ബാക്ക് ശ്രമിക്കായിരുന്നു, സീസൺ വരുന്നുണ്ടല്ലോ, എന്നിരുന്നാലും ശ്രമിക്കായിരുന്നു. The Netherlands എടാ do have a തിങ്കളാഴ്ച chance വരുന്ന to പാക്ക് ഞാൻ counter here. കാണിച്ചു തരാം. ഞാൻ മറ്റേ Pedri. സ്റ്റാറ്റ്സ് കാണിച്ചു തരാം, കറക്റ്റ് വരുന്ന സ്റ്റാറ്റ്സ് കാണിച്ചു തരാം. അതായത് പീറ്റേഴ്സ് മൈക്കിളിൻ്റെ സ്റ്റാറ്റ്സ് ഞാൻ ഈ കളി കണ്ട് കാണിച്ചു തരാം. മറ്റേ ഇതിൽ ഹബിൽ, ഈ ഫുട്ബോൾ And ഹബിൽ we have our very first കറക്റ്റ് corner. പ്രോഗ്രഷൻ കൊടുത്ത് കാണിച്ചു തരാം. Bastoni is there and he can get that clear. അത് കണ്ടു കഴിയുമ്പോൾ ഈ പീറ്റർ സെക്കൻഡിലുള്ള പീറ്റർ സെക്കൻഡിൻ്റെ സ്റ്റാറ്റ്സ് നൈസ് സ്റ്റാറ്റ്സാണ്. ബട്ട് ഞാൻ ആലോചിന് ഈ സ്റ്റാറ്റ്സും വെച്ചിട്ട് Frustrated figure right now. He just സ്റ്റാറ്റ്സ് cannot get away. വൈസ് They're just trying to negate his influence, and it looks like whatever it takes. He's got Come us on, away. oh Neymar. Neymar is too good at 2 dribbling. minutes has been indicated. Messi, come on, let's. എന്ത് വിളിച്ചളിയാ, Oh, and കയ്യിൽ they really വിളിച്ചു should have been made to pay. That's just front foot enforcement. Pressure leak. And it's half-time പിന്നെ here. Any strong opinions on the first half? Well, it's looking pretty ഞാനേ straightforward, Peter. എനിക്ക് They've got themselves into a very good കണ്ടിട്ട് position. So why dither എൻ്റെ from കണ്ണുകളിൽ here when they can പീറ്റേഴ്സ് repeat മൈക്കിളുടെ their first half success with കാർഡിൻ്റെ another സ്റ്റാറ്റ്സ് show of വന്നിട്ട് strength? ഒന്നാമത് ഗോഡ് കാർഡാ, In control at half-time. അതിൻ്റെ ഇടയിൽ കൂടെ 2-0. സ്റ്റാറ്റ്സും കൂടി ആകുമ്പോഴേ So we're just settling. Hits one. എൻ്റെ പൊന്നണ്ണ, It's going to be disappointing നിങ്ങളിത് with that. എന്ത് Now it's Neymar. റോങ് സ്ഥലത്തേക്ക് Defense just double about came out on DT2. top, but they were certainly tested. ഇറ്റ്സ് നോട്ട് ചമു പോ അവൻ സീന, റാഫീനിയ സീന, വിട്ടുപോ. And that interception was അവനെ ഓടിത്തോൽപ്പിക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല. necessary. That's great positioning. So good from him. ഈസ് ടു ഗുഡ് അറ്റ് ഡ്രിബ്ലിംഗ് ആൻഡ് സ്പീഡ്. And he's got Sané. സാനേ ഹീസ് ഓഫ് സൈഡ്. Is flagged offside. മൈക്കിൾ ടാർഗറ്റ് തന്നെയായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വായിക്കണല്ലോ. സീസർ വല്ലതും വന്നാൽ പറ്റാണ്. സീസറിലെ സീസറിൻ്റെ സ്റ്റാറ്റ്സ് എങ്ങനെയാണ് നോക്കണം. പക്ഷെ ഇവന്മാരുണ്ടല്ലോ, ഇപ്പോൾ ഒരു ഗോഡ് കാർഡ് ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ 8 പിന്നെ അവൻ തന്നെയായിരിക്കും ഏകദേശം ഗോഡ് കാർഡ്, അത് മാറ്റൂല. പിന്നെ അങ്ങനെയാണ് ഒരു സംഭവം. And that means just ഇപ്പൊ one thing, I ഗോളിയിലാണെങ്കിൽ Yeah, they just simply പീറ്റേഴ്സ് want to മൈക്കിള്, engage the അപ്പൊ അവന്റെ സ്റ്റാറ്റ്സ് തന്നെ suppose. Now it's Messi. ആയിരിക്കും ടോപ്പിൽ നിൽക്കാൻ പോണത്. Now it's Romario. And he's managed to get free. And the shot. എടാ ഇതാണ് ഏറ്റവും വലിയ സംഭവം. ന്യൂ MSM വരുമ്പോ ന്യൂ MSM വരില്ലടാ. Referee's come over. It's a റെഡാ, red card. ഫോർവേഡ് മാൻ. Are down to ഞാൻ 10 എന്ത് men. ചെയ്ത് റെഡ് Well, ഇട്ടാൻ what goes through a അവിടെ player's എന്ത് head ചെയ്ത് at ഞാൻ, times അവിടെ like എന്താ that പറ്റിയേ, is a mystery to me. എനിക്കൊന്നും മനസ്സിലായില്ല. Bastoni. The റെഡ് ഞാൻ എന്ത് ചെയ്തു റെഡിന്? 71,550. ഞാൻ സംസാരിക്കുന്ന ഇടയിൽ നെയ്മർ അവിടെ എന്ത് തെണ്ടിത്തറ ചെയ്തത് എനിക്ക് That was മനസ്സിലായില്ല. well played, well stopped. Yeah, this ചെക്കൻ kind of എന്ത് bold running will ഊളപ്പരിപാടി always നടക്കുകയോ get you ചെയ്തു into അപ്പുറത്തേക്ക്. areas of possibility. Well, he certainly wasn't Red in the mood to ഇട്ടാനായിട്ട്. take any risks. ന്യൂ MSM വരില്ലടാ, എന്തായാലും MSN ഇപ്പം ഇനി വരില്ല. ഇനിയിപ്പോൾ വരാണെങ്കിൽ അടുത്ത കൊല്ലത്ത് വരുള്ളൂ. നോക്കിയത് Big relief. ഇപ്പോൾ എടുത്ത് അല്ലെങ്കിൽ ഇനി എൻഡിങ്ങിൽ ചിലപ്പോൾ കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എടുത്ത് വരുമല്ലോ MSN എന്തായാലും. Swallow me up. ഡെബുവിനെ മോഡ്രിച്ച് എപ്പിക്കരാൻ മോഡ്രിച്ച് എനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ കൊണ്ടുവരാൻ. പക്ഷെ ഇനി ചിലപ്പോൾ അവന്മാർ വല്ല ഫ്രീ വല്ല He read that ഹൈലൈറ്റ് really കാർഡ് well പോലെ and കൊണ്ടുവരുമെന്ന് stopped it. അറിയില്ല. Great അങ്ങനെയുണ്ടല്ലോ defending, അവന്മാർക്ക് ഇടയ്ക്ക് strong, പരിപാടി. determined. ഈ പഴയ ഏജ്ഡായ കാർഡ് പോലെ നല്ല ഏജ്ഡുള്ള മോഡൽസ്, മറ്റേ
ഇനിയസ്റ്റാനെയും റിബറിനെയും കൊണ്ടുവന്നില്ല ഒരു പ്രാവശ്യം. എപ്പിക്ക് ഫ്രീ എപ്പിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫ്രീ ആയിട്ട് കൊണ്ടുവരാണെങ്കിൽ തന്നെ മോഡ്രിച്ചിൻ്റെ ഏജൊരു സാധനം കൊണ്ടുവരുള്ളൂ, സ്റ്റാറ്റ്സ് കുറവുള്ളൂ. അല്ലാണ്ട് നല്ല കാർഡൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. ഈ ഷോട്ട് എങ്ങനെയുണ്ട് നോക്കിയേ. ടാർഗറ്റ് സ്റ്റാറ്റ് വൈസ് ഇറ്റ് വിൽ ബി നോട്ട് ഗുഡ് ബ്രോ. മോഡ്രിച്ച് കാർഡ് അതായത് ഫ്രീ, ഇഫ് ഇറ്റ് ഈസ് എ ഫ്രീ കാർഡ് stats will be very bad. Oh no, a quite unbelievable miss. It will be also an aged card. Bale വരുമോ? Bale I don't think so. Bale ഇപ്പോൾ എടുത്ത് വരാൻ തോന്നുന്നില്ല. ഇനി Bale ഇനി ഇപ്പോൾ എടുത്ത് കൊണ്ടുവരില്ലേ ബെയിലിൻ്റെ കാർഡ്. മരിച്ച പോത്ത് ഇവിടെ വന്ന് ഹാജരിടാറുണ്ടോ? എടാ മരിച്ച പോത്ത് എഴുതണ്, അവൻ പേര് മാറ്റിയാന്ന് എനിക്കറിയാം. ബട്ട് ഇത് കളഞ്ഞാ റേജിറ്റ് ചെയ്ത മരിച്ച പോത്ത് മറ്റേ അവൻ്റെ സ്ക്രീനിന് നല്ല പേരിട്ടോ, മരിച്ച പോത്തുന്ന്. മരിച്ച പോത്ത് ഞാൻ റേജിറ്റ് അടിച്ചു. ഞാനേ എടാ നെയ്മറിന് റെഡ് ഇട്ടിയടാ. എൻ്റെ നെയ്മറിന് മുത്ത നിന്നെ ഞാൻ സെറ്റാക്കി തരാം. 4 ചാനലിൽ അവൻ മോഡറേറ്ററാണ്. ഇവന് തന്നെയാണ് പണി നോണ്ടില്ലേ. എൻ്റെ ചാർജ് ഇപ്പം ചാർജ് കയറുന്നുണ്ട്. ആരും എൻ്റെ ആപ്പ് ഒന്നും നോക്കിയത്. വേർ ഈസ് പീറ്റർസ് മൈക്കിൾ? ഐ വിൽ ബി, ഞാനിപ്പോൾ കാണിച്ചു തരാം പീറ്റർസ് മൈക്കിളിൻ്റെ കാർഡിൻ്റെ സ്റ്റാറ്റ്സ്. ഓക്കെ പീറ്റർസ് എടുക്കണം. പീറ്റർസ് മൈക്കിൾ. ഓക്കെ അതായത് അതിൻ്റെ ആട്രിബ്യൂട്ട് വരാൻ പോണത് സേവിങ് +2 ആൻഡ് ഗോൾ കീപ്പിംഗ് +1, മാക്സിമം ലെവല്. ബ്രോ ദിസ് വിൽ ബി സ്റ്റാറ്റ്സ്. ഐ തിങ്ക് 106 പോണതാണെങ്കിൽ ഇതിലും സ്റ്റാറ്റ്സ് ഉണ്ടാവും. ഓക്കെ ഐ തിങ്ക് 106 പോകുന്നു തോന്നുന്നു. എന്താ പാസിങ്ങാ? 106 പോകുന്നതാണ് എൻ്റെ ഒരു നിഗമനം. സെറ്റ് ലെവൽ ക്യാപ്പ് അങ്ങനെയാണെങ്കിൽ 35 ഇട്ട് കഴിഞ്ഞാൽ 106. ഓക്കെ ഏകദേശം സ്റ്റാറ്റ്സ് വൈസ് ഇതായിരിക്കും സ്റ്റാറ്റ്സ്. ഒരച്ചില്ലാത്ത സ്റ്റാറ്റ്സാ. അവയർനെസ് എന്തായാലും 100, 106 ആവാണെങ്കിൽ കേട്ടോ. എന്നാലും ഉണ്ടടാ റീച്ചൊക്കെ നോക്കിയേ. റീച്ച്, റിഫ്ലക്സ്. സാധാരണ ഗോൾ കീപ്പേഴ്സിന് പാരിങ്ങും ക്യാച്ചിങ്ങും ഒക്കെ കുറവായിരിക്കും. ഇതെല്ലാം ടോപ്പാടാ. പാരിങ് 97. അതായത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഈ അവയർനെസ് ഇത്ര വേണ്ട. പാസിങ് എന്ത് തേങ്ങ പാസിങ് അവയർനെസ് 11 ഇട്ടിട്ട് വേണ്ട. അവയർനെസ് 98 എടുക്കട്ടെ. ഇത് റിഫ്ലക്സ് 97, 98. ഓക്കെ ഇത്രല്ലേ പറ്റുള്ളൂ. അവിടെ ഈ സ്റ്റാറ്റ്സ് നോക്കിയേ. അവിടെ ഈ സ്റ്റാറ്റ്സ് നോക്ക്. എടാ മണ്ടേ വരുന്ന കാർഡിൻ്റെ സ്റ്റാറ്റ്സ്. പീറ്റർസ് മൈക്കിൾ ബ്രോ. എന്താണ്ടാ
മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കാർഡല്ല അത്, ഇൻ്റർനാഷണൽ കാർഡല്ലേ. എടാ 98, 95 കാച്ചിങ്, 97 പാരിങ്, 98 റിഫ്ലക്സ്, 98 റീച്ച്, 98 അവയർനെസ്. ഏതാടാ സ്റ്റാറ്റ്സ്? ഒരു ഗോൾ കീപ്പറിൻ്റെ സ്റ്റാറ്റ്സ് അല്ലെങ്കിൽ തന്നെ ഗോളികൾ സീനാണ്. ഡിവിഷൻ മാച്ച് കൊടുക്കാത്ത സ്ക്രിപ്റ്റാണ്. ഡിവിഷൻ 4 എന്ന ലൂപ്പിൽ തന്നെയാണ്. അവിടെ കിട്ടിയായിട്ട് ഉയർന്ന പോയിന്റ് 17 സ്റ്റഡ് കളി ജയിച്ചില്ല. അതായത് 1800 ഡിവിഷൻ 1 ആവണതിന് തൊട്ട് മുമ്പുള്ള സംഭവമില്ലേ, 1700 to 1800 കുറേ സ്ക്രിപ്റ്റിങ് വരും. ഓക്കെ, അങ്ങനെ കുറച്ച് ഒരു ഇതുകളുണ്ട്, ടൈം പീരീഡ് ഉണ്ട് സ്ക്രിപ്റ്റിങ് വരാനായിട്ട്. ഏതെങ്കിലും ഇതിൽ കയറാൻ നിൽക്കുമ്പോഴൊക്കെ എന്ത് പണ്ടാറുള്ളത് മാർക്കോൻ്റെ പരസ്യമോ അതെന്താ വ്യാഴം വന്നാലും നിങ്ങൾക്ക് ശ്രമിക്കാതെ. തിങ്കളാഴ്ച എന്താ പ്രശ്നം നിങ്ങൾക്ക്? ഈ കാർഡ് എനിക്ക് എടുക്കണം എന്നുണ്ടാക്കി. ബട്ട് എൻ്റെ അണ്ണൻ്റെ കാർഡ് ഉണ്ട്. എൻ്റെ അണ്ണൻ്റെ കാർഡിന് പക്ഷേ ഇത്ര സ്റ്റാറ്റ്സ് ഇല്ല. എന്നാലും ഉണ്ടോ, ഞാൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഒരു ഇതിൽ 98 റിഫ്ലക്സ്, 98 റീച്ച്. അതായത് കുഴപ്പമില്ല, എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി. അത് റീച്ച് 98 ആവും, റിഫ്ലക്സ് 98 തന്നെ, പാരിങ് 95 ആണെന്ന് തോന്നുന്നു. അല്ല, പാരിങ് 97 ആണെന്ന് തോന്നുന്നു. ക്യാച്ചിങ് 95. ക്യാച്ചിങ്ങും പാരിങ്ങും ആണ് ആ കൂട്ടിലുള്ളൊരിത്. അവയർനെസ് സെയിം തന്നെ. ജമ്പ് 82 ഉണ്ട്, മറ്റേ 83 ഉള്ളൂ ഇതിൽ. പക്ഷേ 82 ഇടാൻ കാരണം അതിലും ഹൈറ്റ് ഉണ്ട്. ആ ഗോൾ കീപ്പറിന് ഹൈറ്റ് ഉണ്ട്, ഈ ഗോൾ കീപ്പറിന്. സോ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് റീച്ച് കുറവ് മതി. കോയിൻ സെറ്റ് ആവില്ല എന്നല്ലേ. റിഫ്ലക്സ് ആണ് മെയിൻ. ഗോൾ കീപ്പറിന് ഹൈറ്റ് ഉണ്ടെങ്കിൽ റീച്ച് കുറവായാലും മതി. അതുപോലെ പാരിങ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. ബട്ട് പാരിങ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. കാരണം പാരിങ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് വരുന്ന ബോൾ തട്ടിക്കളയാം. ഈ പാരിങ് കുറവാണെങ്കിൽ തട്ടി അവന്മാരെ കാലുമേലേക്ക് തന്നെ പോവും. ഇപ്പോൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഗോൾ കീപ്പർ തട്ടിടും, വന്ന് റീബൗണ്ട് അടിക്കും. അതായത് അവരെ CF വന്ന് അടിച്ച് വീണ്ടും ഗോളാക്കും. ആ സംഭവം ഇല്ലാണ്ടിരിക്കണമെങ്കിൽ പാരിങ്, നല്ല പാരിങ് വേണം. അതായത് അകലേക്ക് അടിച്ച് കളയാനുള്ള പാരിങ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല പാരിങ്. ഇത് സ്റ്റിൽ 92 ഉണ്ടായിട്ട് പോലും എനിക്ക് കുറേ കളികളിൽ ഞാൻ അങ്ങനെ ഗോൾ കൺസീഡ് ചെയ്തിട്ടുണ്ട്, റീബൗണ്ട്. അപ്പോൾ നല്ല പാരിങ് ആണെങ്കിൽ കുഴപ്പമില്ല, പാരിങ് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അടിച്ച് കിക്കിംഗ് പവറുള്ള പ്ലേയേഴ്സ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടി ഇട്ട് കഴിഞ്ഞാൽ 2 CF ആണെങ്കിൽ 2 CF ആണെങ്കിൽ 1 CF വന്നിട്ട് അപ്പോഴേക്കും വീണ്ടും ഗോൾ അടി. ദാറ്റ്സ് എ പ്രോബ്ലം. പാരിങ് അത്യാവശ്യ ഘടകമാണ്, വേണ്ട കാര്യം തന്നെയാണ് പാരിങ്. ലെഫ്റ്റ് വിങ്ങിൽ ഇപ്പോൾ ആരെ കളിപ്പിക്കും നെയ്മറിന് പകരം? വിയയുടെ കാർഡിന് എന്തെങ്കിലും സ്കില്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഡിവിഷൻ 4 ഇമ്മത് സ്ക്രിപ്റ്റ്. ഡിഫൻസ് എല്ലാം കൺട്രോളിലല്ലാതെ തന്നെ, ഡിഫൻസ് എല്ലാം നമ്മുടെ കൺട്രോളിലല്ലാതെ തന്നെ ആണ് സ്ക്രിപ്റ്റ് കാരണം പൊട്ടിപ്പോവുക. എത്ര രൂപ പൊട്ടിച്ച് അക്കൗണ്ട് ഉണ്ടാക്കി എനിക്കറിയില്ല. കുറേ കാശ് പൊട്ടിയിട്ട് എന്തെങ്കിലും. എടാ സ്ക്രിപ്റ്റിങ് എനിക്കറിയാം. ചില നേരത്തെ ഞാൻ ഈ പുതിയ മൊബൈൽ ഞാൻ ആലോചിക്കേ, ഇത് പുതിയ മൊബൈലായിരിക്കും, ഇത് തന്നെ ഇടിക്കാന്ന് തോന്നുന്നു എനിക്ക് ചില നേരം. സത്യം പറയാ, പിന്നെ ഞാൻ അങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കും. അതാ പ്രശ്നം. ഈയുടെ കാർഡ് പക്ഷേ സ്പീഡില്ലല്ലേ. ഇതേതാ? ഡബിൾ ടച്ച് മാസ്റ്റർ ടൈൻ ഓൾറെഡി ഉണ്ട്. പ്രൊലിഫിക് ഇങ്ങറ് ലെഫ്റ്റ് വിങ് ഫോർവേഡ്. പിന്നെ ഏതാ ലെഫ്റ്റ് വിങ് കളിക്കാൻ പറ്റിയ നല്ല പ്ലെയർ? എടാ ഈ നെയ്മറല്ലേ റെഡ് കാർഡ്? എൻ്റെ ഒരു വേറെ നെയ്മർ ഇട്ടാ എല്ലാം വിട്ട. എനിക്ക് ഈ നെയ്മർ മതി. 1778. ഇല്ലടാ, കളിയിൽ നിർത്തിയില്ലടാ. എപ്പോഴാ ഇത് എന്താ പറയാ,
ലോ പാസ് 91 ബ്രോ. 98 സ്പീഡ്. ലോ പാസ് 91 ആരടാ 91 ആക്കി വെച്ചാൽ. ഡിവിഷൻ 4 23 അത് ഇച്ചിരി കൂടുതലല്ലേ. ഡിവിഷൻ 4 23 പോയിന്റാ. എന്താ എനിക്ക് മനസ്സിലായില്ല നീ പറഞ്ഞ എന്താന്ന്. ഡിവിഷൻ 4 വേണ്ടടാ. ഞാൻ എത്രയാണ് നോക്കട്ടെ. പാക്കിലെ നെയ്മർ എടുത്ത് പടയ്ക്കുന്ന അത് വേണ്ടടാ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഞാൻ എടുത്തില്ല പാക്കിലെ നെയ്മർ. എന്താണെന്നറിയില്ല. എടാ ലോ പാസ് 84, ഫിനിഷിങ് 84, സ്പീഡ് കിക്കിംഗ് പവർ കുറവാ. ബട്ട് ഹെഡിങ് എന്തിനാ ഒരെണ്ണം എടുത്ത് വെച്ചിരിക്കണേ. 94, 97, 96, 95, ഫിനിഷിങ് 3, ഫിനിഷിങ് വേണം. പാസിങ്, സ്പീഡ്, ഡിവിഷൻ മാച്ചിൽ ഡിവിഷൻ 4 23 പോയിന്റ് ആണെന്നാ. അങ്ങനെയുണ്ട്. 23 പോയിന്റ്. അതായത് എത്ര കളി? 10 കളിയില്ലേ? 10 കളിയില്ലേ? അറ്റാക്കിങ് ഓണസ് ഇല്ല അല്ലേ? ട്രിബിളിങ്ങിൻ്റെ 80% എന്തിനാണ് അത്രയും വീണ്ടും? ഫിനിഷിങ് 89 ഈസ് ഗുഡ്. പാസ് 85 ഈസ് ഓൾസോ ഗുഡ്. 95 സ്പീഡ്. കിക്കിംഗ് പവർ ഈസ് ടു ബാഡ്. ബട്ട് കിക്കിംഗ് പവർ അത്രയും പറ്റുള്ളൂ, കൂടുതൽ വേണ്ട. എടാ ഇത്തിരി കൂടുതലല്ലേ? മറ്റേ അറ്റാക്ക് ഓണസ് കുറച്ച് വേണ്ടേ ബ്രോ? ഏഴ് വിജയം 2 സമനില. 9 കളിയുള്ളൂ. 7 വിജയം 2 സമനില. എന്നിട്ട് നിനക്ക് എത്ര ഏജ് ഉണ്ടെന്നാ? ഏതാടാ ഈ കാടാ? എനിക്ക് എത്ര ഏജ് ഉണ്ടെന്നാ ഞാൻ പറയില്ല. 80. ഇപ്പം 80 ഓക്കെ ഗുഡ്. അറ്റാക്ക് ഓണസ് 93, 98, 98 ലോ പാസ് 84, 89 ഫിനിഷിങ് 95, 96, 97 ബാലൻസ്. ബാലൻസ് ഈസ് അമേസിങ്. അമേസിങ് ബാലൻസ്. ഒരു നെയ്മറിന് റെഡ് കാർഡ് കിട്ടിയപ്പോൾ അടുത്ത നെയ്മറിന് ഇറക്കി. കിളവനാണ് ഞാൻ. അതാ ഈ ഋഷിയുടെ ഏജൻറ് എനിക്ക് അത്രേ ഞാൻ പറയുള്ളൂ. എനിക്ക് ഏജൻറോ നല്ല ഏജന്റ്. മൊത്തം 10 കളിയുണ്ട്. 7 വിജയം 2 സമനില ഉണ്ടാക്കണം. 23 പോയിന്റ് ഇല്ല. ഓ അങ്ങനെ. ഓ എടാ പോടാ. അപ്പം ഞാൻ കളിച്ചു തീർത്തല്ലേ വന്നി. സ്ക്രിപ്റ്റിങ് വേറോടാ. ഈ നമ്മൊരു 3 കളി അടുപ്പിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത കളി എന്തെങ്കിലും സ്ക്രിപ്റ്റിംഗ് ഉണ്ടാവും, എന്തെങ്കിലും വരും. അത് നമ്മൾ ഓവർകം ചെയ്യണം. ഓവർകം ചെയ്യുന്നതിൽ അത് നമുക്ക് അത് കഷ്ടപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. സ്ക്രിപ്റ്റിംഗ് ആയിരിക്കും. ഇപ്പം 2-3 കളി നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് വരും എന്നുള്ളത് നമ്മളാദ്യമേ ഇതാക്കണം, മൈൻഡിൽ വിചാരിക്കണം. എനിക്ക് 27, എനിക്ക് 32. എനിക്ക് ഈ ഏജ് തോന്നിക്കില്ല എന്നുള്ളത്. ഈ താടി മെഷീൻ ഇന്ന് ട്രിം വേണമെന്ന് വിചാരിച്ചതാ. അതുകൂടി പോയി കഴിഞ്ഞാൽ തീരുമാനമാണ്. എടാ എന്നാ ഫ്രീ എന്നാ? എടാ ഞാൻ ഇപ്പൊ ഫ്രീയാ. തുമ്മല് കുറെ നാളെടാ തുമ്മലും ജലദോഷമായിട്ടിരിക്കുന്നു. നാളെ ആദർശ മാരേജിന് പോകണ്ടെന്നാ. നാളെ ആദർശിന്റെ മാരേജാ? നാളെ 25-ാം തീയതി അല്ലേ? നാളെ 25-ാം തീയതി. അയ്യോ നമ്മൾ ഈ ആദർശില്ലേ നോക്കട്ടെ. നാളെ കുട്ടാപ്പന്റെ കല്യാണം എന്ന് പറയുന്നുണ്ടല്ലോ. അതറിഞ്ഞില്ലേ നീ? കുറെ കല്യാണങ്ങൾ വരുന്നുണ്ട്. ബാൻ ഇതെന്താ? 2 CF, 1 SS, AMF, CMF, DMF.
മൈക്ലോവൻ എടുത്തിട്ടുണ്ടാവേ. നാളെ ലൈവ് ഉണ്ടോ? അവിടെ ഞാൻ മാത്രമേ കൂടുതൽ കമന്റ് ഇടുന്നുള്ളൂ. എടാ 7 മാസമായിടാ ലൈവ് ഇട്ടിട്ട്. സത്യം പറയാലോ, നീ 7 മാസം മുമ്പത്തെ ലൈവ് ഒക്കെ എടുത്ത് നോക്കി. അത്യാവശ്യം വാച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നതാ. ഇതിപ്പോ ഇന്ന് പെട്ടെന്നൊന്നല്ലേ. മാത്രല്ല ഞാൻ ഇന്ന് ലൈവ് ഇത്ര നേരം ഇടുന്നു വിചാരിച്ചില്ല. 10 മിനിറ്റ് ഇട്ടിട്ട് ചുമ്മാ ഒന്ന് അറിയിച്ചിട്ട് പോവാന്ന് വിചാരിച്ചതാ. നാളത്തെ എന്റെ മാനേജർ ന്യൂസ് സേവ് ചെയ്തോ? എങ്ങനെയുണ്ട് മാനേജർ? ആ മുന്ന മാരേജ് ആയ അവൻ. അയ്യോ ബ്രോ, ഡേവിഡ് വിയ, ദിസ് ഈസ് ടു മച്ച് ബ്രോ. അവന്റെ മാരേജ് ആയി. അവൻ 10-ാം തീയതി പോവും. അതിന് മുമ്പ് മാരേജ് വേണമെന്ന് പറയേണ്ടി വരും. മാരേജ് വേണമെന്നല്ല, സെറ്റാക്കി തോന്നുന്നു. അവന്റെ ഒക്കെ മാരേജ് ആയി. So a breakthrough already. Mbappe gets a foot in എന്തറാ there. ഇന്റെ മോനെ, Shapes to shoot. എവിടെ എന്റെ ഡിഫൻസ്? എവിടെ They have heard the ഡിഫൻസ് എന്ന സാധനം എവിടെയായിരുന്നു? അവന് വരെ പെണ്ണിട്ടി. complete awareness. പെണ്ണ് കിട്ടും. പെണ്ണ് കിട്ടാണ്ടിരിക്കുന്നില്ല. പെണ്ണുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമുക്ക് പറ്റിയ പെണ്ണാവണ്ടേ. അതാണ് കാര്യം. അല്ലാണ്ട് പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ആ ചൗമിനിയുടെ ഗോൾ കണ്ടുണ്ടോ ആരെങ്കിലും? ഞാനും കണ്ടിട്ടില്ല. നെയ്മറിന്റെ ഗോൾ കാണിക്കുന്നുണ്ട്. That was a given. It always was. Peter, that was just a defensive act of generosity that was always going to Sabi Alonso അല്ല, ഞാൻ സാബി മറ്റേ സാബിയാന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു സാബിയുടെ ന്യൂ സാബി അലോൺസോ അല്ല. ന്യൂ സാബി അലോൺസോ എനിക്ക് ക്വിക്ക് കൗണ്ടർ അല്ല യൂസ് ചെയ്യണം. ഞാൻ ക്വിക്ക് കൗണ്ടർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം ഇതെന്നെ പണ്ടാറും ഡിഫൻസ് ഒരു രക്ഷയില്ല, പൊട്ടി പോകും. ഇനിയിപ്പോ അല്ല എന്ത് കാര്യം. എനിക്ക് ടെൻഷനൊന്നുമില്ല. എനിക്ക് കല്യാണം കഴിച്ചില്ലെങ്കിൽ അത്ര സന്തോഷമുള്ളൂ. ഞാൻ അതല്ലേ കല്യാണം കഴിക്കാണ്ടിരിക്കുന്നത്. എനിക്ക് മാട്രിമോണിയിൽ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തു ഞാൻ അറിയാണ്ട്. അതിൽ തന്നെ കുറേ പെമ്പിള്ളേർ റിക്വസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പറഞ്ഞില്ല എന്നുള്ളൂ. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിളിക്കാൻ പറയും അവർ. മനസ്സിലായ? അവർ വിളിക്കുക, അവരെ നമ്പർ ഇതായോ അങ്ങനെയൊക്കെ പറയും. അതുവരെ ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. 10-17 പ്രപ്പോസൽ അങ്ങനെ എനിക്ക് വന്നിട്ടുണ്ട്. ഡോക്ടേഴ്സ് ഉണ്ട് അതിൽ. ഞാൻ വേണേൽ കാണിച്ചു തരാം കുറച്ച് കഴിയുമ്പോൾ. പക്ഷേ ലൈവിൽ അതൊക്കെ കാണിക്കുന്നത് മോശമല്ലേ? വേണ്ട. അതിൽ 2-3 ഡോക്ടേഴ്സ് അങ്ങനെ ഉണ്ടായിരുന്നു, ഡോക്ടർമാരുടെ. അതുപോലെ യു കെയിലുള്ള 2 പെണ്ണുങ്ങൾ ഒക്കെ എനിക്ക് ഇത് താല്പര്യമാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു. ബ്രോ സിഗ്മ ആണോ? എൻ്റെ അപ്പാപ്പൻ സിഗ്മ. ഞാൻ സിഗ്മ അല്ല. എങ്ങനെയുണ്ട് മെസ്സിയുടെ പാസ്, നെയ്മറിന്റെ ഗോൾ? This is too bad bro. ഞാൻ ലോങ് ബോൾ കൗണ്ടർ ഫാനാ. 1500 ഡബിൾ ബൂസ്റ്റർ മാനേജർ സൈൻ ചെയ്യാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ആലോചിച്ചോ, നല്ല മാനേജറാ. ഡിഫെൻസ് വൈസും നൈസായിരിക്കും. അത്ര പെട്ടെന്ന് അങ്ങനെ വലിയ അറ്റാക്കിങ്ങിന് പോവാണ്ട് അതിൻ്റെ ബൂസ്റ്റർ ഉണ്ടല്ലേ, ഡിഫെൻസീവ് ബൂസ്റ്റർ. സോ ഇറ്റ് വിൽ ബി ഗുഡ് ഡിഫെൻസീവ് ഓൾസോ. പക്ഷെ സ്റ്റാമിന ബൂസ്റ്ററിൽ എനിക്ക് അത്ര വലിയ ഇത് പോരാ. സ്റ്റാമിന ബൂസ്റ്റ് ചെയ്തത് എന്താണ് മിച്ചേ? റൈക്കാർഡ്
എന്തോരം നേരം കഴിഞ്ഞിട്ടോ. ഞാൻ വല്ല ഒരു കളി ജയിച്ചു കഴിഞ്ഞാൽ ഒരു കളി തോൽക്കും, അത് നിർബന്ധ. എടാ മതിയറാ, കമന്റ് ആയിക്കട്ടാ. കമന്റ് വായിച്ചതാണല്ലേ. So after a truly engaging first half, it remains right on edge. Things KL08 still very much in the mix in what is shaping up to be a super contest. 2 on the score at the break, and every indication that both parties are capable of adding more. Either side holding back here. It has been quite a half, this. Well, we've had plenty to go at in that first half, Peter, and it's a fragile lead that could quite easily change hands in the second. No. I think you're at the right match. If you're just back from your break, you've missed very little of the resumption of the second half. Well, I think in these circumstances, it's all about how to adjust the balance of your team. I mean, you want to get back in it. This is something crazy from Neymar. Kapalungi na. That is glorious, as if he picked it up and This put is it there himself. Neymar's old single booster card, and this card is so good, bro. Passing race is also something fishy. ഞാൻ ഈ കാർഡ് കുറേ യൂസ് ചെയ്തിരുന്നതാണ്. പിന്നെ ഡബിൾ ബൂസ്റ്റർ വന്നപ്പോൾ അതിനും പെർഫോമൻസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡബിൾ ബൂസ്റ്റർ കാർഡ് യൂസ് ചെയ്തത്. മെസ്സി നിന്നോട് മാസത്തിനിടാണ് ഞാൻ പറഞ്ഞത്. ഇതെവിടക്കാ പാസ് ഇടണ്ടതിന് വേറെ ഷൂട്ട് ചെയ്ത പന്നിക്കുട്ടി. ഞാൻ അവിടെ പാസല്ലേ കൊടുത്തേ? പാസാണല്ലോ കൊടുത്തത്. Well, I think it's pretty clear they've പിന്നെ ഗോൾകീപ്പറിന്റെ കയ്യിൽ കടിച്ചു കൊടുത്തത്. Because they've got to be ready to hit them hard on the counter attack, and that seems to be the plan. And he's away. അടിക്കറാ ആരെങ്കിലൊക്കെ അടിക്കറാ. Cleared without complication. Oh, he's done very well to take that back. നെയ്മർ, The ball is loose. Gullit. The chase is on. David Villa. Mbappe. Come on, Arjo. And now they can clear Mbappe. the lines. That is being shifted off it. Bellingham. Oh, it's a promising build-up. There's plenty of really nice. Come on, that is something fishy, bro. Well, he certainly wasn't in the mood to take any risks. മെസ്സി ഷോ കാണിക്കുന്നു. അവിടെ മെസ്സി ഭയങ്കര ഷോ ഇടയ്ക്ക് എന്താണെന്നറിയില്ല. നമ്മൾ ഗാബ്രിയൽ ബാറ്റിസ്റ്റൂട്ടൻ ഇറക്കാൻ സമയമായിരിക്കുന്നു. സോ ലെഫ്റ്റിൽ നമ്മൾ റിബറി ആൻഡ് SS-ൽ നമ്മൾ സീക്കോ, സാബി. വേർ ഈസ് മൈ ബെയിൽ? തിങ്കളാഴ്ച വരുന്ന സ്റ്റാറ്റ്സ് നോക്കണമെങ്കിൽ പീറ്റർ മൈക്കിളിൻ്റെ എന്നിട്ട് വേണം. ഞാൻ കാണിച്ച സ്റ്റാറ്റ്സ് തന്നെയായിരിക്കും. ഞാൻ വേണമെങ്കിൽ ഈ കളി ഇവിടെ ഒന്നുകൂടി കാണിച്ചു തരാം, ആരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ. തിങ്കളാഴ്ച വരുന്ന കാർഡ് സ്റ്റാറ്റ്സ് കാണിച്ചു തരാം കറക്റ്റ്. ഗോളിയുടെ സ്റ്റാറ്റ്സ് കേട്ടോ. കമോൺ ചെക്കണ്ട. പുതിയ സണ്ണിന് എടുത്തില്ല. എത്ര ട്രെയിലാണ് കിട്ടിയെന്ന. എനിക്ക് സണ്ണ് 40 പ്ലേസ് ബാക്കിയുള്ളപ്പോൾ കിട്ടിയത്. എല്ലാ പ്ലേസും കിട്ടിയതില്ല. അതായത് 5000 സംതിങ് കോയിനായിരുന്നു മൊത്തം. കമോൺ ബെയിൽ, കമോൺ ബാറ്റിച്ചിട്ടോ, കമോൺ ഇടിച്ചിട്ടവനെ. എത്ര ഫിസിക് ഇടിച്ചിട്ടുണ്ടായത് മുത്തേ. വില്യം തൂറാം. പാസ് ഈസ് നോട്ട് ഗുഡ് ബ്രോ. അവൻ ഡബിൾ ടച്ച് ഇടാവുന്നത് ശരിയായില്ല. അരേ എടാ തൂപ്പാസായിപ്പോടാ. ചവിട്ടിട്ടാ ബെയിലെ. റണ്ണ് കാണിച്ചെടുത്ത പിള്ളേർക്ക് ഹെഡിങ് കാണിച്ചെടുത്ത ബാറ്റിസ്റ്റോ. എടാ എന്താടാ നല്ല ഹെഡിങ് ആയിരുന്നു. അതിൽ സണ്ണ് മാത്രമേ ഉള്ളൂ. സത്യം സണ്ണ് മാത്രമേ ഉള്ളൂ. ആ സീബിയും കുഴപ്പമില്ലടാ.
പിന്നെ ഒരു ലെഫ്റ്റിംഗ് ഫോർവേഡ് ഉണ്ട്. കുഴപ്പമില്ല പ്ലേയേഴ്സ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഓവർ സംഭവം എന്ന് പറയാനില്ല. ഇതിൽ ഞാൻ ഒരു സംഭവം ചെയ്യാനുണ്ട്, അത് ഞാൻ മറന്നുപോയി ചെയ്യാനായിട്ട്. മൽദീനി അവിടെ, മൽദീനി ബാറ്റിസ്റ്റൂട്ടാ മതി. സണ്ണ് എൻ്റെ ഒക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ സണ്ണ് ടോപ്പ് ഫോം ആവില്ല എപ്പോഴും, അതാ പ്രശ്നം. കമോൺ ബാറ്റിസ്റ്റൂട്ടാ, നിന്റെ തലക്കാണ് ഞാൻ കൊടുത്തത്. ബട്ട് അതെന്ത് പരിപാടി? അയ്യേ മൽദീനി കമോൺ, വേഗം പോയി നിൽക്കവിടെ. എടാ ഓഫ് സൈഡാ, അല്ല കഴിഞ്ഞ എത്ര പെട്ടെന്ന്. എടാ സ്റ്റാറ്റസ് സി ബി കൊള്ളാമോ? ഞാൻ നോക്കട്ടെ കേട്ടോ, സി ബിനെ ഞാൻ നോക്കട്ടെ. ടോപ്പ് ഫോമിന് ഞാൻ കളിപ്പിക്കാം, പക്ഷെ ഞാൻ അവനെ ഇതൊന്നും കൊടുത്തിട്ടില്ല, സ്കില്ലൊന്നും കൊടുത്തിട്ടില്ല. ഓർഡർ ഓഫ് സൈനിങ് ഇതല്ലേ സി ബി, ഡിസ്ട്രോയർ ആവുന്നുണ്ടല്ലേ, ഡിസ്ട്രോയർ ആവുന്നുണ്ട് ഈ സി ബി. ഞാൻ ബൂസ്റ്റർ പോലും എടുത്തിട്ടില്ല. 186 20 ഏജ് 20 ഏജ് 20. ഇത് ഓട്ടോ കൊടുത്തിട്ടുള്ള വേണ്ട സ്റ്റാറ്റ്സ് ഉണ്ട്, കുഴപ്പമില്ല. 496 97 95. സ്പീഡ് കുറവാ. സ്പീഡ് കൊണ്ടിരിക്കുക 87 ഉണ്ട് കേട്ടോ. 87 സ്പീഡ്, 86 ആക്സലറേഷൻ ഉണ്ട്. അതായത് ജമ്പിങ് 85 ഉണ്ട്, ഹെഡിങ് 80. കുഴപ്പമില്ല. 94 96 97 95. അതായത് സി ബി ആട്ടാ. 1 ടച്ച് പാസ് ഓൾറെഡി ഉണ്ട്, വെയിറ്റഡ് പാസ് ഉണ്ട്, ലോ ലോഫ്റ്റഡ് പാസ് ഉണ്ട്, പാസിങ് 3 സ്കില്ലുണ്ട്, മാൻ മാർക്കിംഗ്, ഇന്റർസെപ്ഷൻ, ബ്ലോക്കർ, ഏസപ്പിൽ സൈഡിൻ്റെ ഫോർട്രസ് ഉണ്ട്, കൂടാതെ അക്രോബാറ്റിക് ക്ലിയറൻസ്. ഹെഡിങ് ഇല്ല അങ്ങോട്ട് അല്ലേ? ഹെഡിങ് ആഡ് ചെയ്യണം, ഏരിയൽ സുപ്പീരിയറിറ്റി ആഡ് ചെയ്യണം, കുറച്ചും കൂടി സ്കില്ല് ആഡ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. സ്റ്റാറ്റ് വൈസ് കുഴപ്പമില്ല, ബിൽഡപ്പാണ് വേണ്ടത്. സത്യം ബിൽഡപ്പ് ആണെങ്കിൽ അടിപൊളിയായിരുന്നു. അതുപോലെ ഈ കാർഡും കുഴപ്പമില്ല, സ്റ്റാറ്റ് വൈസ് നല്ല വലിയ സംഭവമല്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു കാർഡിൻ്റെ ലെഫ്റ്റിംഗ് ഫോർവേഡ് 84 അറ്റാക്കിംഗ് അവേർനെസ്, പ്രൊലിഫിക്കിങ്ങറോ 84 94 97 95. ഇതിൻ്റെ ഹൈറ്റ് 177 ഉള്ളൂ, ഷോർട്ടാ, ടോളല്ല. അപ്പോൾ ഡ്രിബിളിങ് വൈസ് ഗുഡായിരിക്കും. ലോ പാസ് നോക്കണ്ട, ഫിനിഷിങ് 79 ഉള്ളൂ, അതൊരു പോരായ്മ. സ്പീഡ് ഉണ്ട്, ആക്സിലേഷൻ ഉണ്ട്, അത്യാവശ്യം കിക്കിംഗ് പവർ ഉണ്ട്. ബാലൻസ് 87, റയർലി ഹൈ, ഡബിൾ ടച്ച്, മൊമെൻറ്റം ഡ്രിബിളിങ് ആ ഈ കാർഡ്. സോൾ കൺട്രോൾ ഈ കാർഡും കുഴപ്പമില്ല, ഓക്കെ ഇത്ര ഉള്ളൂ. ജിമ്മി വാടീനെ ഇട്ട് കളിപ്പിക്കണോ? ജിമ്മി വാടീനെ റിബറി അവിടെ. അവിടെ ഈ നെയ്മർ അടിപൊളിയായിരുന്നു കേട്ടോ. മറ്റേ നെയ്മറിന് ഇപ്പോൾ റെഡ് കാർഡ് മാറിയിട്ടുണ്ടോ? ജിമ്മി വാടി 98 എവർനെസ് 98 ഡിഫൻസീവ് ബാക്കാണ്. 98 93 97 98 സ്റ്റാറ്റ് വൈസ് ഇസ് ടു ഗുഡ്. ആക്സലറേഷൻ ബാലൻസ് എത്ര ഉണ്ട്? ബാലൻസ് 83 ഉള്ളൂ അല്ലേ? വാടി ആടാ ശശങ്കോ ബേല് ഉണ്ട് എൻ്റെ 98 93.
ഇപ്പോൾ 98 കിക്കുമ്പോൾ ഓക്കെ 98 ബെയില ശേഷങ്ക ഉണ്ട്. ശേഷങ്ക നല്ല കാട ഡബിൾ ബൂസ്റ്റർ. ശശങ്കോ ഈസ് ലൈക്ക് റുമ്മി. മക്കളയിലെ സീസൺ മാത്രമേ കൊള്ളുന്ന എപ്പിക് പ്ലേസിന് വരാനില്ല. എടാ അതിന് അവന്മാരെ അതിന് പുതിയ പ്ലേസിന് കൊണ്ടുവരില്ലല്ലോ. ഈ എന്താ പറയുക, കൊണ്ടുവന്ന പ്ലേസ് തന്നെ വീണ്ടും വീണ്ടും ഇട്ട് ആക്കിക്കൊണ്ടിരിക്കല്ലേ. അതാ സീൻ. അല്ലെങ്കിൽ എത്ര പ്ലേയേഴ്സ് ഉണ്ടോ. ഞാൻ വന്നു കഴിഞ്ഞ് എടുക്കുന്ന ഉറപ്പുള്ളൊരു കാർഡ് വെയിൻ റൂണിയുടെ കാർഡൊക്കെ അവന്മാരെന്താ കൊണ്ടുവരാത്ത. തോറും കാർഡ്സ് ഉണ്ടെന്നറിയോ. വെയിൻ റൂണി, റൊണാൾഡോ, നമ്മുടെ 2 റൊണാൾഡോ, മറ്റേ റൊണാൾഡോൻ്റെ തീരെ കൊണ്ടുവന്നിട്ടില്ല ബ്രസീലിൻ്റെ. എന്തോരം കാർഡുകളോ. അതെന്താ ടോപ്പ് ഫോം ആണല്ലോ. ടോപ്പ് ഫോം ആയി കഴിഞ്ഞാൽ പേടിയാ. എല്ലാ കളിയും തീർക്കും. AMF ആണൊക്കെ ടോപ്പ്. റൊമാരിയനോട്ട് കളി ഇത് ഈ ഓവണ CB അന്ന് 2, 3, 4, 5 ഡിഫൻസ്. എഡ്ഗർ ഡേവിസ് ഒക്കെ ഇനിയും വരുമോടാ. അത് ഇനിയും വരും. ആ കാർഡൊക്കെ ഇനിയും വരും. അത് ഓൾറെഡി ഹൈപ്പ് കിട്ടിയ കാർഡുകൾ അതൊക്കെ. അതായത് ഇനിയും കൊണ്ടുവരാറ്. ഹൈപ്പ് കിട്ടിയ കാർഡ്സും ഒക്കെ കൊണ്ടുവരാണ്ടിരിക്കില്ല. ബട്ട് എഡ്ഗർ ഡേവിസിൻ്റെ സിംഗിൾ ബൂസ്റ്റർ കാർഡാണ് കുറേ പേര് യൂസ് ചെയ്യണം. ഡബിൾ ബൂസ്റ്റർ അധികം പേര് യൂസ് ചെയ്യാൻ ഞാൻ കണ്ടിട്ടില്ല. അതൊരു ഗ്ലിച്ച് കാർഡായിരുന്നു സിംഗിൾ ബൂസ്റ്റർ. എൻ്റെ ഉണ്ടത്. പിന്നെ ഹൈറ്റ് കുറവ് കാരണം ഞാനവിടെ ഡിഫൻസിൽ യൂസ് ചെയ്യാത്തത്. ബട്ട് പാസിംഗ് വൈസ് ആയാലും ഒക്കെ നല്ല കാർഡാണ്. ഡിഫൻസീവ് വൈസ് ഓൾസോ, പാസിംഗ് വൈസ് ഓൾസോ. ഒരു പിടുത്തം, ഈ കളി ഒരു പിടുത്തം വരുന്നുണ്ട്. ട്രോൾ ചെയ്യുന്ന ട്രോളിങ്. ബ്രോ പോകുക. ഓക്കെടാ. പിന്നെ ടൈം ആയിരുന്നുണ്ടല്ലേ, 11 മണി പറയുന്നുണ്ടല്ലേ. എടാ ഈ ഓവണ പിടിച്ചാൽ കിട്ടൂല. പണ്ടാറ് മറന്നു പോയി അതിൻ്റെ ഇടയിൽ. അതുകൊണ്ടായിരുന്നു. We've seen many free roll players that have graced the game, but Ruud Gullit is amongst the elite. And Messi! ഇത് ബ്ലിറ്റ്സ് ആയിരുന്നോ? ഇതേതാ കാർഡ്? Stylish in the extreme, a delicious goal. Oh, how does he get the ball to do that? He's on another level to most of his peers. കാർഡ് ഏതായിരുന്നു? ബ്ലിറ്റ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ CF ഇട്ടിരുന്നു അല്ലേ? Messi will not want to lose out here, not against this opponent. Chouameni. Martinez. Leicester wins the duel this time. The Netherlands really can't go chasing this game too soon. Any rash decisions now could see them lose it. ചെക്കന് ബോൾ ഇട്ടാണില്ല, അതാണ് പ്രശ്നം. And it's Messi. Engages and നീണ്ട ഇടവേള കഴിഞ്ഞ് ഇന്ത്യ ചൂടൻ മടങ്ങി വന്നിട്ടുള്ളൂ. റെഡ് കാർഡ് കിട്ടിയിട്ട് ബോൾ ഇട്ടണ്ടേ. ബോൾ ഇട്ടിയാൽ ലെവലാൻ ചെയ്യാൻ പറ്റുള്ളൂ. And he's picked out the run. Gullit. എടാ അവൻ്റെ കാൽമേലേക്ക് കൊണ്ടുപോകാനല്ല പറഞ്ഞത്.
There's some great running on show here, but ultimately there was no way through. ബുള്ളറ്റിന് ചില നേരത്ത് മടലെടുത്തടിക്കാൻ This പോകും. looks sharp, and he's certainly onside here. റോബർട്ടോ കുർലോസ്. And here's Owen. Owen really needed to concentrate on protecting the ball. Then again, he was being very closely marshalled. Well timed, excellent പുള്ളിക്കളിയാ interception. അത് പോയി. ഭാഗ്യത്തോടെ പാസറാന്ന് തോന്നിയത് എന്ത് തനിക്കണം. Oh, that is good. Super എടാ movement came up against മാസത്തിനിട്ട് ബോള് കാലിനടന്ന് പോയോ? അതെന്ത് തേങ്ങടാ. Whatever happens, that's the kind of movement which raises hope. Turan is ഒരു മാസത്തിനിട്ട് വിളിക്കും ബോള് കാലിനടന്ന് തീർച്ചയായിട്ട്. Encouraged the pass with an intelligent run, but the pass just lacked pace. രണ്ട് കളി കഴിയുമ്പോൾ നല്ല പ്ലേയേഴ്സിനെ അടിപൊളിയായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സിനെ കിട്ടും. Oh, good read. ഫിനോമിനൽ പാസിന്റെ Really well and stopped it. ഇവരാണോ ഫിനോമിനൽ പാസ് ഉള്ളത്? നോർമൽ പാസ് ഇട്ടാൽ മതി എന്ന് ബോളാവാനായിട്ട്. And it's Roberto Carlos. ചേട്ടാ നേരത്ത് കൊനാമിയിലാണ്ടല്ലോ Messi, very much a man of this moment. പിടിച്ച് ഉമ്മയ്ക്കാന്ന് തോന്നുന്നു. And we've reached half-time. So the end of the first half, both teams have had their moments. There's been no shortage of talking points, but there has been just one goal, and that is the state of it at the break. 1-0. It's a dressing room that needs rousing at half-time because in truth they've not really been at it so far. If the pep talk works, we may see a very different side second half. We need to. There's the start of the second half. The Netherlands can really do with some bigger names standing up here. At times they didn't even look as if they knew what they were doing. Madrid applying the press here, a high press. Yeah, we see this so often these days, but it does demand an awful lot of work rate and of course the discipline, because it has to be with everything. It can't be with one or two. If that starts happening here, it'll just fall away. Yeah, and there are so much of them, but of course the returns can be terrific. Now it's Romario. Oh, that's fabulous. Now the finish! എൻ്റെ No മോനെ mistake! The Netherlands are level! റൊമാരിയോ There was no getting to that. പോസ്റ്റ് No getting അടിച്ച് to it at all. അടിച്ച് പോസ്റ്റ് അടിച്ചു. Expertly done. Yeah, okay, it's gone in with the help of the crossbar, but that was merited due to the quality of the strike. ഏതാ ഗോളായിരുന്നു? നൈസ് ട്രിബിളിംഗ് ആയിരുന്നു കേട്ടോ. അടിപൊളി ട്രിബിളിങ്, അടിപൊളി ഗോളും. That has certainly made things റൊമാരിയോ ശരിക്കും interesting. പറഞ്ഞാൽ ഈ Yeah, it's a സൺറൈറ്റ് very good contest with two very good sides and with He's such too great good. individuals. Has a look and has a go. Well, now it's a race for the ball. Madrid with their first corner, the first in the game for either side, actually. In for a header. അവിടെ പട്ടി ഇതാണ് പാരിങ്ങിന്റെ പ്രശ്നം. ക്യാച്ചിങ് പാരിങ് കുറഞ്ഞുള്ള പ്രശ്നമാണ് ഇപ്പോൾ കണ്ടത്. Almost an hour gone. മനസ്സിലായോ? Here's Messi. ഈ നേരത്തെ ഒരു ബ്ലിറ്റ്സ് അടിച്ച് Really was well അത് ഞാൻ marshaled ഈ there because he was മെസ്സി denied ഇല്ലാന്ന് the വിചാരിച്ചിട്ടാ. opportunity to But turn. എനിക്കിപ്പറിയാം നിന്റെ ഒരു ബ്ലിറ്റ്സ് ഉണ്ടെന്നുള്ളത്. സോ Carlos cuts out the pass. ബ്ലിറ്റ്സ് അടിക്കാൻ ഞാൻ നിന്റെ മാക്സിമം That's the end of ബ്ലിറ്റ്സ് that. It all അടിക്കാണ്ടിരിക്കാം. started well enough. ഓക്കെ ലൗത്തറ He's got the shot away. ആഹാ സൂപ്പർ ഓപ്പൺ പോസ്റ്റ്. Look, they don't come much better in terms of ball striking. It deserved a better result than that. Well, Peter, just see here how a lot of the attacking players aren't dropping back. And that means Romario. സിക്സർ അടിച്ചു. And that is wildly off target. വെയിറ്റ് ബ്രോ, ലെറ്റ് മീ മാറ്റൽ സ്കോഡ്. ജൂഡ് ബെല്ലിംഗാം, സിക്കോ, നെയ്മർ,
Roberto Carlos, who does have an assist to his name. എടാ മാറ്റിയില്ലേ Roberto Players are Carlos really- going full steam ahead down the left flank. കളി തുടങ്ങി അതെങ്ങനെ Can he get it through? Now it's Messi. Great ball if he can get there. Goes in for the header. Unspoilen kind. എടാ പോടാ പശ വെച്ച് വന്നിരിക്കണു കള്ളം നായ Neymar എന്തോടാ fully appreciates that he could have won it then, and now he'll be all the keener not to lose it. കാട്ടി പശ വെച്ച് വന്നിക്കണ ഗോൾ കീപ്പർ Intercepted. That was well played, well stopped. come on Well, they deserve an awful lot of Bring it credit in. for their commitment to the cause, but it's a goal credit ഞാൻ that അവനെ would be കൊണ്ട് most ഗോൾ welcome now. അവനെ മാക്സിമം നോക്കും Well, that is not the best ball, and he offers an apologetic look. He made it look a bit predictable. hey come on everybody And here's Lautaro Martinez. That's good play. Well, both sides Come on, might have to Messi! settle for a draw here, although there's still a chance for one last fling. 2 added minutes has been indicated. Nesta does really well to win the ball there. And it's Neymar. എടാ നെയ്മറേ Referee looks at his watch and blows his whistle. അത് ഡ്രോ So it is ആക്കി something for both, but ideal for neither. Both parties having to settle for what they get and hope for better പൊസിഷൻ in the എന്ന weeks സംഭവം ahead. നമുക്കില്ല We are glad to inform Mario you that picking today's up the man matchday of the match programs are award, available and from no stands surprise located there. by the gates. I'm sure. എടാ ഒരു മിനിറ്റ് ഇപ്പോൾ വരാവേ എടാ ഇപ്പോൾ വരാം
തുമ്പലെന്നെ കൊണ്ട് പോകുള്ളൂ ഉറപ്പിച്ചു. Well, there's no doubt that this is a game which holds a special place in the minds of the footballing folk in this part of the world. Expectations rising, evidently the crowd hoping to be treated to a special contest. It is the perfect backdrop for the players to walk out to. And this place is living up to its reputation as one of the noisiest corners of the footballing world. No decibels spared in this collective chorus. So it's down to business here. He's had it nicked away. Oh, well played, well sorted out. അയ്യോ And here's Rafinha. ചതിച്ചല്ല തോന്നല നീ. He's chosen to go back. He's got no choice here. He had to go backwards. Oh, that's... Can he finish? Big Nice moment! goal. Massive goal! Well, they would have been looking at him to produce the goods, and that was very kind of him to oblige so early. That is fabulous. A true beauty of a goal. You know, I'm not going to be hard on the goalkeeper because that moved all over the place on its journey. So the game's... Yamal! It's a decent chance to counter-attack. But it is clear to see that he is not at all happy with that. Well, that's down to a simple miscalculation. No more, no less. That is Stuter's cross. ഗോളാ അതേപോലെ ഗോൾ എപ്പോ ഗോള് Just like that, he's into ഞാൻ അറിഞ്ഞില്ല finish now. അതെങ്ങനെ ഗോളായി ബാറ്റ് ഷൂട്ട് അല്ലേ ക്രോസ് ഇട്ട് ഓ ബ്രോ അതെങ്ങനെ ഗോൾ അതെങ്ങനെ ഗോളായി ക്രോസ് ഇട്ടതാണ് ഏതാ ക്രോസ് ഗോൾ പോസ്റ്റിന്റെ ഉള്ളിലേക്ക് ക്രോസ് The ഇട്ട് Netherlands have the എടാ ഒന്നും equaliser കളിയുന്നില്ലടാ and we're പബ്ജി all square. Yeah, it's always a dangerous time when you've just scored. You can തുമ്മലോട് easily ചെറിയ lose തലക്കൂരാന്ന് focus and വിളിച്ചിട്ട് then bang, ഞാനായിരിക്കും you're pegged back again. Still very early doors. Belling but it is goal. a closely contested affair. അയ്യേ അതെടുക്കായിരുന്നു അവൻ്റെ Here's കാര്യം അല്ലേ Mbappe, and here's Lewandowski. Lewandowski വിടൂല stood his ground വിടൂല strongly. തന്നെ It's Lewandowski! ഏയ് ഇന്നില്ല He almost റെസ്റ്റാണ് caught everyone out there the way he just eked And out that the room to get the shot in. റെസ്റ്റ് എടുക്കാൻ ഇപ്പൊ എല്ലാം ഓടുണ്ടായിന് മഴയത്ത് ഭയങ്കര സീനാണെന്നുണ്ടല്ലേ Tchouameni wins the duel this അവനെ time. കൊണ്ട് കൊടുത്തില്ല That is good alertness. Yeah. Back into the അറിയായിരുന്നു middle. ഇനി വീണ്ടും അങ്ങോട്ട് തന്നെ പാസ് ഇടും എന്നിട്ട് ഇനി ഇങ്ങോട്ട് പാസ് ഇടും അതിന് മുമ്പ് ഞാൻ എടുത്തു Excellent challenge there, uncompromising. ആടാ It looks as though that might lead to something quite promising, but ഇത് മുടി it turned വളർത്തിയ out ആളെന്നുള്ള that was not ഇത് the വേണ്ടോ case. നിനക്ക് വെറുതെ ചെക്കൻ He is through here. ഏ It's loose and there's a race for this time, surely. എടുക്കട്ടോ Same again. മോന്തയും പിടിച്ച് Same വരയ്ക്കണം outcome. This is proving to be a very good spell. The intensity is great, but they've ഇവന്റെ got to make it count. പോസ്റ്റൊക്കെ വന്നിട്ട് മറ്റേ ഇത് കുടിച്ചിട്ടാ വന്ന് കാണുന്നുണ്ട് It's a good spell of possession, this. And reclaimed it in a trice. Yamal. ബോള് കയ്യിലിരിക്കുന്നില്ലല്ലോ മുത്തേ അതെന്താ മാച്ചപ്പ് എന്ന് വെച്ചാൽ നേരത്തെ Did well to step in ഇതുണ്ടോ there. That was more than പാസ് necessary. അതൊക്കെ ഏതാ ഇനി ഇങ്ങോട്ട് പാസ് Taken off it pretty forcefully.
മാച്ചപ്പ് എന്ന് വെച്ചാൽ Movement is slick, the speed വർക്കായി. is slippery. The defence though able to hold on this time. അതായത് പ്രഡിക്റ്റ് ചെയ്യാൻ കൊടുക്കരുത്. That's what something. Strokes it back. Well, he just didn't have any support. അയ്യോ മാറി. Yamal! ആ അത് കോർണറാക്കി. 100 എണ്ണം കൊടുത്തു രാത്രി 8 മണിക്ക് കഴിഞ്ഞാൽ അടിപൊളി. 100 എണ്ണം. He's left shaking his own head. 100 എണ്ണത്തിനൊന്നും ഒരു വില ഉണ്ടായില്ല ഇപ്പൊ. And we have our very പണ്ട് first 50 എണ്ണം എന്ന് goal. പറയുമ്പോൾ തന്നെ ഭയങ്കര സംഭവമായിരുന്നു. Bellingham. എടാ ഈ കോമ് അടച്ചു പൂട്ടി അറിഞ്ഞില്ലേ നീ? It's Vieira. ഈ കോമി മറ്റേ Rafinha. ഈ കാറ്റെടുത്തു കേട്ടല്ല ഈ കോമ്. There's the whistle for half time. മഴയാണ് സീൻ. The Netherlands head back in ശരിയാ at the പണ്ടും break മഴ after a first ഡേഞ്ചറസ് half that has സംഭവം. been from a ഞാൻ അറിഞ്ഞു scoreline point എന്നല്ലേ of view in any case, ശരിക്കും an even സംഭവം one. Both ഉള്ളതാണല്ലേ. sides have contributed in എന്നോട് equal നന്ദി measure, പറഞ്ഞതാ. neither looking overly under pressure from the other. And at the break, നമ്മള് last പോയിരുന്ന half goal, സമയത്ത് half നല്ല empty. നൈസ് It's ആയിരുന്നു. 1-1. കള്ളാവ് Reflections on the നല്ല first ലോഡും half. ഉണ്ടായിരുന്നു. Well, we thought this would be close, Peter. അടിപൊളിയായിരുന്നു It's സംഭവം. right so far. എനിക്കൊരു They're well matched, and it presents a fascinating പറയാ. battle of wits to see who എന്റെ emerge on കോപ്പിലെ top or ട്രിപ്പിളിങ് കുറെ otherwise. നേരെ ഞാൻ ക്ഷമിക്കും. That's a really നേരെ interesting നേരെ game അവന്റെ when കയ്യിൽ they head in കിട്ടുള്ളൂ. at half time. എനിക്കാണെങ്കിൽ ക്ഷമ എന്ന സംഭവം ഇല്ല. So we're just settling back into this ക്ഷമില്ലെങ്കിൽ second ലോങ് ബോൾ half. കൗണ്ടർ കളിച്ചിട്ട് കാര്യമില്ല. And he's taking There no he is. chances there. Bellingham. കണ്ടോ അത് Beckenbauer ടൈമിങ്ങിൽ calmly പാസറാണെങ്കിൽ anticipates. കുഴപ്പമില്ലായിരുന്നു. Rafinha. Messi being hounded, manhandled. at കമോൺ times. Yeah, what ടാക്കിളി. they've got to realise, Peter, is that they won't get away with excessive force. ക്ഷമില്ലടാ. So they're running a fine line now. Tries a shot. Oh, the റീബൗണ്ട് ball's run വരുന്നുണ്ട്. loose here. ഇതാണ് ഞാൻ പറഞ്ഞ റീബൗണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ Full steam ahead down the left flank. ചൂട്ടേ. ഇപ്പൊ ചൂട്ട കണ്ടിട്ടില്ലേ വൃത്തികെട്ട നല്ല ചൂട്ടാണ്. Rafinha. എങ്ങനെയെല്ലാം കള്ളന്മാരല്ലേ സത്യം. നമ്മൾ ചെറിയ രീതിയിൽ മുക്കിയിരുന്നതാ. ഇപ്പൊ വലിയ വലിയ മുക്കൽ ആൾക്കാരാ. ഒറ്റടിക്കെല്ലാം മുക്കി 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 ഈ കോമില്ലാണ്ടാക്കിയ അവസാനം. And he's there to retrieve it. നമ്പർ 3 ടോപ്പിലങ്ങോട്ട് കിടന്നിരുന്ന ഇതായിരുന്നു പ്രസ്ഥാനായിരുന്നു. Will not want to lose out here, not against this opponent. എനിക്കല്ലട പട്ടി ഞാൻ സോൾ കൺട്രോൾ വിത്ത് ഡബിൾ ടച്ച് കൊടുത്തത് ബാറ്റ് He's ഷൂട്ട്. gonna be disappointed with that. എന്നിട്ട് Now it's Messi. And Messi! ഇങ്ങനത്തെ പെരുമാറുന്ന Now who's going to be first to this? Well, the keeper seemed to go ആ into study mode ഞാൻ then, അങ്ങോട്ട് and he's ഇടുന്നു read it വിചാരിച്ചു ഡബിൾ beautifully. ടച്ച് ബൂം ചെത്തി. That's ruffled a few feathers, but well dealt with. ഐ നോ യു റഫീന And he's ഐ നോ managed to get free. കണ്ട ഇത്രയും കാര്യങ്ങൾ Well, you ചെയ്തിട്ട് just love the level of intensity here. Aiva. Neither is prepared to back down, and to be honest, that's ദിസ് how it ഈസ് എ should be. പ്യൂർ വേ ഓഫ് സ്ക്രിപ്റ്റിംഗ്. ഒരെണ്ണം കയ്യിലിരിക്കുന്നില്ലല്ലോ. Oh, it's a nice idea, but the come on. execution was lacking. Bellingham. This is intriguing. Next goal critical. Listen, the fans haven't given up on this by any means. They still believe it can be won. Well, there's the clearance. That's a nicely measured Come on, pass. Betty. Well, both sides might have to settle for a ഇപ്പൊ draw ഫുള്ള് here, മുക്കലടാ. although there's still a chance for നമ്മൾ one നല്ല last രീതിയിൽ flick. മുക്കിയിരുന്നത്. അപ്പൊ അവന്മാർക്ക് ഏതാവന്മാർക്ക് And it's Ribery. കമോൺ ബാറ്റി കമോൺ. Yamal. ട്രില്ലിങ് And മതി that കളി. will be the final act. A draw and a highly unpredictable one. ജാതി A share of dribbling. momentum അവന്റെ shifts, highly entertaining until the very end. എന്താ പറയാ Batistuta claiming the പക്ഷേ man of the സ്പീഡ് match. കൂട്ടിട്ട് ഞാൻ വൈഫൈടാ അറിഞ്ഞ നീ സ്പീഡ് കൂട്ടി. എനിക്കറിയാവുന്ന ഡിക്രീസ് ചെയ്യുന്നുള്ളത് വേറെ കാര്യം അവിടെ എടുക്കട്ടെ. ഇപ്പം എത്ര സ്പീഡ് ഉണ്ട് ഞാൻ നോക്കട്ടെ. വെയിറ്റ് സ്പീഡ് ടെസ്റ്റ് ഡാം.
Look at that speed, man. 175 ഇന്ന് സെറ്റ് ആക്കിയതാ സ്പീഡ്. ഒരു മാസത്തേക്ക് ഞാൻ എടുത്തു നോക്കിയതാ സ്പീഡ് എങ്ങനെയുണ്ട്. കളി സ്മൂത്ത് ഉണ്ട് കേട്ടോ. സ്പീഡ് കൂടി കഴിഞ്ഞാൽ സ്മൂത്ത് ഉണ്ട്. റേറ്റ് ഉണ്ടൊക്കെ റേറ്റ് 1700 അങ്ങനെ ഉണ്ടെന്നുണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ ഇതിൻ്റെ ഇപ്പോൾ പകുതി തൊട്ടല്ലേ എടുത്തേ. അപ്പോൾ അടച്ചതിൻ്റെ റേറ്റിൻ്റെ കുറച്ചിട്ട് ബാക്കി അടച്ചു. മറ്റേ റൂട്ടർ ഞാൻ മാറ്റാൻ പോണു. റൂട്ടർ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്, മാറ്റിയിട്ടില്ല ഞാൻ. അതായത് പുതിയ റൂട്ടർ 200ൻ്റെ പ്ലാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഇപ്പം 175 കിലോ കിട്ടണുള്ളൂ. എൻ്റെ റൂട്ടർ മറ്റേ പഴയ റൂട്ടറല്ലടാ, അതായത് ഈ വൈഫൈ കണക്ഷൻ വാങ്ങിച്ചപ്പോൾ ഉള്ള റൂട്ടറാണ്. എത്ര നാളായെന്നറിയാം, എത്ര കൊല്ലായി. എടാ പബ്ജി കളിക്കാനൊക്കെ 50 ധാരാളാ. ബട്ട് ഇത് കളിക്കാൻ നല്ല ഇത് വേണം, നെറ്റ് വേണം. അതായത് സ്ട്രീം ചെയ്യുമ്പോൾ കളിക്കാൻ. എടാ റൂട്ടർ എൻ്റെ പഴയ റൂട്ടർ 150 ആണോ? 150 MB സ്പീഡിൻ്റെ എനിക്കറിയില്ല അത് എത്ര വരെയാണ്. അങ്ങനെയൊക്കെ ഉണ്ടെന്നല്ലേ. അതാണ് സംഭവം. ഇത് 300 MB ഇപ്പം ഞാൻ ഓർഡർ ചെയ്തത് ആമസോണിൽ നിന്ന്. ഇന്നലെ ഓർഡർ ചെയ്തതാ. അപ്പം അത് വെച്ച് നോക്കണം എനിക്ക്. കാരണം ഇപ്പം ഈ മൊബൈലിൽ 170 കാണിച്ചില്ലേ സ്പീഡ്. PC-യിൽ പക്ഷെ 100 കിട്ടണുള്ളൂ, 94 കിട്ടണുള്ളൂ. ഞാൻ ഉച്ചയ്ക്ക് വൈകിട്ട് നോക്കിയപ്പോൾ ഞാൻ കേബിൾ കണക്ട് ചെയ്തിട്ട് നോക്കി. അതായത് ഡയറക്റ്റ് വൈഫൈ കണക്ട് ചെയ്തിട്ട് PC-യിലേക്ക്. അപ്പോഴും 94 കിട്ടണുള്ളൂ. ചില ഫോണിൽ അതുപോലെ എൻ്റെ iPhone 11 നോക്കുമ്പോൾ 40 MB സ്പീഡ് കാണിക്കണുള്ളൂ. ആ ഫോണിൽ കിട്ടുന്നത്. ഈ പുതിയ ഫോണിലാണ് ഇത്രയും സ്പീഡ് കാണിക്കുന്നത്. ആ ഫോണിന് സ്പെസിഫിക്കേഷൻ അനുസരിച്ചും മാറ്റം വരുന്നുണ്ടല്ലേ സ്പീഡിൻ്റെ. ഇതൊന്നും അറിയില്ലായിരുന്നു. Najama. Is of course likely to be the key player here, Peter. The mere sniff of a chance and he's away. Who's arguing phenomenal pace as well. Well, his pace was his game, really. It makes defenders nervous knowing that at the slightest misjudgment, he's probably uncatchable. He uses it with such intelligence. There are few able to do that, aren't there? Golden Sparrow and Angela Hero. Golden Sparrow and Angela Hero. നിനക്ക് കണക്ട് ആയാൽ കിട്ടുമല്ലോ. അത് ഞാൻ കണക്ട് ചെയ്തു ഡയറക്റ്റ് PC-ക്ക്. ഇപ്പൊ ഡയറക്റ്റ് ഞാൻ കണക്ട് ചെയ്തിട്ട് ഞാൻ സ്ട്രീം വേണ്ട. That's too bad at dribbling bro. Loose now and they want to get it back. Oh, easy pickings there. Now it's fine. Why? നിനക്ക് ഡയറക്റ്റ് പോയാൽ മതിയായിരുന്നു. Come on Messi, come on. ഞാൻ കേബിൾ നോക്കണം അതിന്റെ സ്പീഡ് എത്ര. ഓ അങ്ങനെയുണ്ട് അല്ലേ. ഈ ഓരോന്നിനും ഓരോ സ്പീഡാ തേങ്ങ പോലെ. ഞാൻ വെച്ചാൽ ആ കൂടി ഒരു വൈഫൈ എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാത്തിൻ്റെ സ്പീഡ് അങ്ങനെ മാറും.
We expected better, and so did he. പ്രശ്നം ഇത് മറ്റേ സാധനത്തിന് ഈ സ്പീഡ് മറ്റേ സാധനത്തിന് ആ Football സ്പീഡ്. width usually identifies with കമോൺ മെസ്സി കമോൺ ബ്ലിറ്റ്സ് മെസ്സി. ലാൻഡ് മാറ്റിയിട്ട് ഇനി വൈഫൈ നീ റൂട്ടർ നോക്കണടാ. നീ റൂട്ടർ വെച്ചിട്ട് നോക്കണം എത്ര സ്പീഡ് കിട്ടുന്നുള്ളു. അവൻ്റെ നെറ്റ് എൻ്റെ നെറ്റാ പോയത്. The Netherlands with their first corner. First ഗോൾഡൻ of the game for either side, actually. Messi with the short one. അയ്യോ And now they can spring out of defence. have beautifully policed that midfield. The opposition have been handcuffed. Nicely aimed pass. Smoothly does it. ഡബിൾ ടച്ച് എവിടെ മുത്തേ? Messi unable to make it happen for all his good intentions. ആ മുത്തിപ്പ ഡബിൾ ടച്ച് നോക്കിക്കോ. Chance! ഡബിൾ ടച്ച് ഇല്ല. കാറ്റ്സിക്സ് കേബിൾ വാങ്ങുന്നല്ലേ? എടാ ഇത് ഏതാ ഞാൻ വാങ്ങിയ? That's very well played. ഏതാന്നറിയില്ല. അന്ന് കാറ്റ് 3 4 5 ആണല്ലോ വാങ്ങിയ. And he's managed to get rid. ഏതാണോ? അല്ല അത് ഓർഡർ ചെയ്യാൻ നോക്കിയതാ. ബട്ട് നമ്മത് ഓർഡർ ചെയ്തില്ല. നമ്മുടെ ഇടമുട്ടത്ത് നിന്ന് അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിക്കൊണ്ടു. ഓർഡർ ചെയ്ത് ക്യാൻസൽ ചെയ്തിന്. ശരിയാ. There will be 1 minute at a time. Really well cleared. And that'll be the Odu. final action of the first half. കാറ്റ്സിക്സ് കേബിൾ ആമസോണിലുണ്ട്. എനിക്കറിയാം. Truth be told, perhaps it's not the game that many anticipated, but there is lots to be seen in it, lots to be taken from it. Plenty for the key figures to mull over, but it remains goalless. And we are up to the break. A very entertaining half, Peter. The game's being played at a really good intensity. റിബറി കബഡി കബഡി എന്ന് പറഞ്ഞ And I just hope we get Kimmich, more of the you same in the can't second dribble half. like Something to look Dibari. forward to. Dibari is too good, The bro. Netherlands head to the dressing room, not yet having broken through. Cagey game. Neither team any further forward than they were when they started out. പൊന്നെ ഡിബറി കാലിൻ്റെ ഇടയിൽ പോയി നിൽക്കല്ലേ ഡബറി. Already promptly back underway. Well, I can imagine both ഇന്ന് managers have been പൊക്കി in the പറഞ്ഞപ്പോഴേക്കും ears of the വലിയ ആളെ players. They want more. Let's hope the game comes to life. You can't dribble like Kovac. Oh, he's too good, bro. Oh, so close to what would have been a എൻ്റെ memorable goal. ഇരിപ്പുണ്ടെന്നോ ആണോ? Just backs himself നീ എന്ത് every കാര്യത്തിനാ? time. Give him a challenge and he rise to it. And no, that is pretty much the end of കാലിൻ്റെ that. ഇടയിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോഴോ ഓടുമ്പോൾ പ്രശ്നം. Now it's Kovac is too good. But this pass is also too good. So far, certainly in terms of the scoreline, it Come on. remains 0-0. Kabod, double touch, kabod, DT, boom, boom, boom. ഞാൻ PS5 കണക്കാക്കണം. ഓ എടാ അറിഞ്ഞ PS5ഉം PS5ഉം PC ഒക്കെ ഇപ്പോൾ കളിക്കാം. അതായത് Rafael Leao. PS5ൻ്റെ ഒപ്പം PC ഇപ്പം നിനക്ക് അവിടെ ഇരുന്നിട്ട് ഞാനും നിനക്കും കളിക്കാം. ഇപ്പം എനിക്കും നിനക്കും കളിക്കാം ഈ ഫുട്ബോൾ ഓൺലൈൻ കളിക്കാം. PS2 PS5 വേണ്ട. ഇപ്പം അപ്ഡേഷൻ അങ്ങനെ ആക്കിയിട്ടുണ്ട്. മൊബൈലിൽ പറ്റില്ല, മൊബൈൽസ് പറ്റില്ല. അതായത് നിനക്ക് നിന്റെ PS5 ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പം കളിക്കാൻ പറ്റും. നീ വീട്ടിലിരുന്ന് കളിക്കുക, എനിക്കും കളിക്കാം. ഇപ്പം എനിക്ക് എൻ്റെ PS ഉണ്ട്, പക്ഷേ ഈ ഫുട്ബോൾ ഉണ്ട് ഇതിൽ PC-യിലുണ്ട്. നമുക്കാണെങ്കിൽ ഇപ്പോൾ കളിക്കാം. അവിടെ ഇരുന്ന് കളിക്കാം. കൺട്രോളർ വെച്ച് കളിക്കാം. അതായത് 2 players കളിക്കാം. പ്രണയസുധാമയമോ കുടി Come on! This will be the death match. Quality ball. ഏതാ പാസ്? Come on, Ribery, come on. He's done very well to take that back. Davids.
Come on, everybody, come on, come on, come on, come on. Looking to get onto this. Oh, that's Come on, come on, come on. എവിടേക്കാ ടീ ബോസ് അവിടെ എടുത്തിട്ടുള്ള ഇതെന്താ ഔട്ടല്ലായിരുന്നേ? ഔട്ടായില്ലേ അത്? ഞാൻ ഔട്ടാന്ന് ചോദിച്ചാൽ നേരത്തെ പാസ് ചെയ്ത് ഞാൻ കളിക്കാണ്ടെന്ന്. TV bots ആടാ എടുത്തിട്ടില്ല പുറത്തേക്ക്. Certainly from an attacking perspective, neither side able to make an impression despite all the huff and puff. ഇന്ത്യ ഇസ്രായേൽ ടീമാക്കി. ആഹാ, ഇത് ആദ്യം പേരറിയിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഉന്മേഷം കിട്ടിയാണ് ഞങ്ങൾക്ക് കളിക്കാനായിട്ട്. നാളെ സെറ്റാക്കാം. ഓക്കെ 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 ഓക്കെ. കാറ്റ്സിന്റെ റൂട്ടർ വർക്കാവില്ല എന്നാ? ഈ റൂട്ടറിൽ വർക്കാവില്ല? ഈ റൂട്ടറിൽ വർക്കാവില്ലേ? ആ എനിക്കാണോടോ അത് മിക്കവാറും നടക്കാൻ കുറവായിരിക്കണം. ഇതെന്താ ഇങ്ങനെ? ഇത് മുകളിലേക്ക് വർക്കാവൂല, മുകളിലേക്കാവൂല. ഇങ്ങനെ ഇങ്ങനെയാ? ഓ ഇതിങ്ങോട്ട് തിരിക്കാല്ലേ? ഓ അപ്പൊ അതിനെ അടിച്ച് മുകളിലേക്ക് തിരിച്ചു വെച്ചാൽ അവര് തന്നതിൽ ഓർക്കല്ലേ? അവര് തന്നതിൽ ഓർക്കാം. ഇതിൽ ഓർക്കാവില്ല. ഇത് ഞാൻ പുതിയത് വാങ്ങിയതാ. ടീപ്പിലിങ്ങിൻ്റെ ഇതിൽ ഓർക്കാമെന്ന് തോന്നുന്നില്ലേ? ഇത് 300 MBs സ്പീഡിൻ്റെ. ഇതിൽ ഓർക്കായിരിക്കും. സൺ ഹ്യൂമിൻ ഇതിൽ വർക്കാവും. ശരിയാ. നോക്കണം കുറച്ച് കഴിയുമ്പോൾ കണക്ട് ചെയ്ത് നോക്കണം. Well, there's no doubt that this is a game which holds a special place in the minds of the footballing folk in this part of the world. Expectations rising, evident crowd hoping to be treated to a special contest. അപ്പം എത്ര പേരുണ്ട് മൊത്തം? For the players to walk out to. അപ്പം നിനക്കൊരു എത്ര ലോഡ് ഉണ്ടാവും നാളേക്ക് നിനക്ക്? Such scenes here, a sea of team colours, songs ringing down from the stands. The tone is set for the 90 minutes. Chaumini, your passing is too bad, bro. That is too good to go. 40 പേരുണ്ടല്ലേ? It's him, and we can't be surprised because his instinct for doing this is incredible. എടാ അപ്പൊ നിങ്ങളുടെ ഓഫീസ് ഭയങ്കര വലുതാണ്. And the focus to make it count, a very tasty combination. So the game's first significant moment. എടാ ഫൗള് താടാ പട്ടി, അവൻ ചത്തോറ അവിടെ. Pass is coming off in quick succession അറിയാം. here. Rummenigge. That is ruining. This is too good. Oh, he's really drilled it. The keeper felt he had that covered. Some of the crowd were less convinced. It was really well drilled. Schneider. Caught offside that time. Well done, lad.
മഴയല്ലടാ, മഴക്കാലത്ത് ലോഡ് കൂടുതലുണ്ടാവും. ആൾക്കാർ ഈ വാങ്ങല് പുറത്തൊക്കെ വാങ്ങരുത് കുറവല്ലേ മഴക്കാലത്ത്. ഗോഡൗൺ അല്ലേ? Really anticipated that well, didn't he? And he's taking no chances there. Oh, the ball's come loose here. Son Heung-min. He is just caressing the ball. That will be a fake shot and that will be a foul. Mbappe. Good pressing, squeezing the play. Now it's Mbappe. Well, I wouldn't quite advise they should resort to risk-taking at this stage. വേണ്ട, പാസ് ഇടല്ലേ. Left yet. അത് ക്യാൻസൽ ചെയ്യാൻ പറ്റിയില്ല. Schneider. Nesta cuts out the pass. Son Heung-min, come on. Elgar Davids ഭയങ്കര സീൻസ് ആണ്. Nesta promptly onto that, and that is that. Kunte. Aims beyond the defence. Rijkaard spots it and intercepts. No options. Let's Messi, come on. Son. Well, he got rid because he was under pressure. Son. It looked as though that might lead to something quite promising, but it turned out that was not the case. Oh, lovely feed. He is such a good mover. Yeah, even അറിയാടാ ഞാൻ fake shot ഇടുമ്പോ correct ആയിട്ട്. Unapologetically persistent. It's almost personal. Yeah. He's had a shot. ഫേക്ക് ഷോട്ട് വേറെ റൂട്ട് എല്ലാവരും അറിയുന്ന ആൾക്കാരാ. അപ്പൊ പിന്നെ കുഴപ്പമില്ല, വേറെ റൂട്ട് പോകുന്ന കാരണം നേരം വൈകുന്നേരം. നീ എല്ലാ റൂട്ടും പോകണ്ടല്ലേ? സ്വന്തമായിട്ടൊരു റൂട്ടാണെങ്കിൽ അടിപൊളിയായിരുന്നു. എന്താ ബ്ലിറ്റ്സ് ഇടാത്ത സ്വന്തമായിട്ട് റൂട്ടാണെങ്കിൽ സെറ്റ് ആയിരിക്കും. എപ്പോഴും ഓരോ റൂട്ടാണ്. പക്ഷെ അങ്ങനെ ഒരിക്കലും തരില്ല അവര്. അത് വേറെ കാര്യം. ഇന്ന് രണ്ടെണ്ണം ലീവ്. ഈ മഴയാകുമ്പോൾ ആൾക്കാർ ലീവ് ഉണ്ടാവും. അതുണ്ട്. മഴയാകുമ്പോൾ ഈ പനി, ചുമ, മറ്റേ രോഗം, ഈ രോഗം. എടാ വീണ്ടും കോവിഡ് ഈസ് ഓൺ ദ വേ. കോവിഡ് കുറെ പേർക്കൊക്കെ ഉണ്ടെന്ന് പറയണ്ടായിരുന്നു. അപ്പൊ പഴയ പോലെ ആൾക്കാർക്ക് പേടിയൊന്നുമില്ല കോവിഡ് നോക്കുമ്പോൾ. അതാണ് ഞാൻ ബ്ലോക്ക് ചെയ്തത്. കൊറോണ പഴയ പോലെ പൂട്ടിക്കെടുക്കണം. ആൾക്കാർക്കൊന്നും വരും. എന്റെ പൊന്നേ, ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം അറിയോ? ന്യൂ ഫോണിൽ ഇത് സെറ്റ് ആവണില്ല. അതുണ്ട് കുറെ പേർക്ക് കൊറോണ. പഴയ പോലത്തെ പേടിയിലടക്കിയ കൊറോണയ്ക്ക് ഇപ്പോൾ പഴയ പോലത്തെ പേരില്ല. എന്താണോ, പണ്ട് ഭയങ്കര പേരായിരുന്നു. മറ്റേ പണ്ടത്തെ ഗുണ്ടിയാന്നൊക്കെ പറയില്ലേ, അതുപോലെയാ. പണ്ട് ഗുണ്ടയ്ക്ക് ഭയങ്കര പേരായിരുന്നു. ഇപ്പോൾ ആർക്കും പേടില്ലാത്ത ഗുണ്ടകളില്ലേ, അതുപോലെയാണ് കൊറോണ. പണ്ട് ഏതായിരുന്നു പേടി? കൊറോണ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പേടിയില്ല. തേങ്ങില്ല. പണ്ട് തലമുടിമ വരെ സാനിറ്റൈസർ അടിച്ച് പോയിരുന്നതാ. ഓർമ്മയില്ല?
Well, I think it's pretty clear they've changed their shape, certainly when defending at least, because they've got to be ready to hit them hard on the counter. ഈ കാണുന്ന nerf ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല ഇവന്മാർക്ക്. ബാക്കി എല്ലാ കാർഡ്സും nerf ചെയ്യുന്നു. Well, there'll be no accusations of a lack of Then effort. why this They're card getting is as good as still they get when good. it comes to chances. Mbappe, he's picked his way through. Can he do എൻ്റെ it? മോനെ That is certainly not what he had in mind. ഓഫീസിൽ Netherlands പറഞ്ഞിട്ടുണ്ടെന്ന് certainly തോന്നണം. look a very capable Wallah. counter-attacking team. They're direct, they're quick, and to be honest, they're full of belief that it'll pay off. എന്നിട്ടാണ് പഴയ പോലെ പേടിയില്ല, പക്ഷേ ആയിരിക്കും കൊറോണയാണ് പോവാൻ He's in പറട്ടെ. plenty of space here, This is what good chemistry is all about. and he gets rid in a hurry. കണ്ടു മലനിര കണ്ടു താര ചോല കണ്ടേ ഇരകൾ കണ്ടേ കായ്കളും ഓ ഇതെന്തിനെന്താണ് അപ്പോൾ ഓക്കെ, ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഗുഡ് നൈറ്റ്. ഓക്കെടാ, ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഓക്കെ ബ്രോ, നാളെ പാക്കലാം. നാളെ പാക്കലാം. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. Corner number 3 coming up. Substitution for Barcelona. Number 20, Mbappe. Number 9, Griezmann. Number 22, ഞാൻ തന്നെയാണോ? Schneider. Coming on the field. നാളെ ലോഡ് കുറവാണെങ്കിൽ നാളെ കാണാം. ഓക്കെ, മഴയുണ്ടോ നോക്കാം ആദ്യം. Number 5, 2 ദിവസമായിട്ട് ഹെവി റെയിൻ അല്ലേ? Number 11, Conte. Substitution. അവിടെ ഒന്നും മഴയില്ലേ? ഇവിടെ വെള്ളം കയറാറ് അതിൻ്റെ പോലെ പാടല്ലേ? What a throw in. Well read, and the danger is averted. നല്ല പാസ് ആയിരുന്നെങ്കിൽ. Well, this is exactly the approach they have to take now, Peter. They're ഞാൻ coming ഒരിക്കലും again and അറ്റക്കിലട again. തെണ്ടി. They just need to sort out their end product, and quickly. Edgard is 75 minutes played. Yamal യമാൽ down that വീണ്ടും right ട്രിപ്പിൾ. flank. കറക്റ്റ് ആൾക്ക് പാസ്, രണ്ടാൾക്ക് ഓഫ് സൈഡ്. And the assistant referee has his flag raised for offside. Barcelona clearly have been instructed to kill this off. Offence is the best form of defence. No, that's been intercepted. Oh, this looks sharp. Thuram. Nicely aimed pass. Haaland. A lot of space here, a real opportunity. Neymar. ഏയ് He's seen through all of that. ഡ്രിബ്ലിംഗ് ഇറ്റ്സ് I thought it was going കുറച്ച് to ഓവർ happen then. ആയിപ്പോയി How many എന്നൊരു more chances can ഡൗട്ട്. they realistically expect now? Pass is not good that much. Oh, he's found support out wide. 85 pass means Well seen. Saw that coming. That was It's well very low played. pass. Well stopped. come on, It's a stoppage time. Whistle due any moment. come Vardy. on. Decent hit. He's scored. We thought it was over. It's all square once more. Allah. Yeah, the pass was bang on, Ayyo, and he just had to already ensure he didn't stray offside. The finish was Back actually bang ആയിരുന്നില്ല on ഞാൻ too. ഗോളില്. All square again into the dying എനിക്ക് minutes. ഓർമ്മ ഉണ്ടായിരുന്നില്ല. It just goes to show you what determination can achieve. Okay, there isn't much time left, but if we have to find the winner now,
there's no question who I'll be backing. And it's Vieira. Share. And the referee brings it to a close. Oh, Decent game of football, that. Intense, intriguing. And both sides, as it turns out, unable to be separated. So what do you take away from it all, Jim? The Netherlands can always take more positives from a result like this. Oh. Yes, there is some tidying up to do, but some real promise too. So thank you very much, Jim, for joining me. കളിയിൽ ഫ്ലോ വരുന്നില്ല. വരണം ഫ്ലോ വരണം. വിച്ച് കാർഡ്സ് ഇല്ല യൂസ്. എത്ര മണി വരെ ഉണ്ട് ലൈവ്? എല്ലാവരും പോയി. വാച്ചിങ് ഐ നീഡ് സം വാച്ചിങ് അവേഴ്സ് ബ്രോ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. വാച്ചിങ് അവേഴ്സ് കുറച്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കണം. ഞാൻ ഉണ്ട്. എനിക്കൊന്നും ഉറക്കില്ലടേ. എടാ നീ ഇപ്പം എന്താ ചെയ്യണേ ആക്ച്വലി? ജോബാ? പഠിക്ക? ജോബാന്നുണ്ടല്ലേ? അല്ല, എന്താ പഠിക്കാന്നുണ്ടല്ലേ? ലൈവ് നിർത്താൻ ആ ടൈം പറയും. അറിയില്ല, ചിലപ്പോൾ അടുത്ത കളി കഴിയുമ്പോൾ നിർത്തും. ചിലപ്പോൾ ഒരു മൂടുണ്ടെങ്കിൽ കളിക്കും. എത്ര നേരമായി ഇപ്പോൾ ലൈവ് ഇട്ടിട്ട്? 6 മണിക്കൂറാവാറയാ. Damn it. Casemiro is in top form, but ഞാൻ അവനെ കളിപ്പിക്കലെന്ന് വിചാരിച്ചതാ. ഹ്യൂമൻ ലൈവ് എപ്പോഴും നിർത്താണെങ്കിലും നിർത്താം, അങ്ങനെയൊന്നുമില്ല. अरे चुप नाइट बोट. Well, they say football's only a game, but you should try telling this lot. Without a doubt, it is the week's most eagerly awaited contest. A sporting event which has magnificent scenery as its backdrop. It is tribal and it has aroused the most primal of instincts in so many of us. And we are glad to have you alongside us for it. This place is living up to its reputation as one of the noisiest corners of the footballing world. No decibels spared in this collective chorus. Casemiro ഈ ടീമിൽ തിരിച്ചെത്തി. മിസ് പാസ് അസിസ്റ്റ് കണ്ടു. വീണ്ടും ഈ മിസ് പാസിംഗ് നടത്തുന്നു. ടീമിൽ ഞാൻ പ്രാവശ്യം ഇട്ടൊന്നും വിചാരിച്ചിട്ട് മിസ് പാസിംഗ് എല്ലാവരും ചെയ്യണ കാര്യം തന്നെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. Come on, that will be a good dribble, bro. Well stopped. Bellingham, and he's being shifted off it. എടാ നല്ല പാസ് കൊടുക്കടാ മത്തങ്ങ തലയാ. Son Heung-min. ചെക്കനെ കൊണ്ട് ഒരു ബ്ലിച്ച് അടിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് സണ്ണേ എടുക്കാൻ പറ്റണേ എടുക്ക്. Son Heung-min. The Netherlands with their first corner, first in the game for either side actually. Switch view, short and option.
I need that sun. I need that sun. Sun, 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 sun. Come on, sun. Come on. Madrid are looking to go forward now. It's a lovely neat pass. And they're quick to get it back. Oh, really good feet. Well, both teams are proceeding with caution, but there's plenty of time Tight to wait position for low, some ada. attacking purpose. Dribbling low ആണ്. എടാ കാശ്മീരോ, Mateus. you are an anchorman bro. Gonna play for a throw. എന്ത് ഇവിടെ വന്ന് കളിക്കണേ? ചുപ് അരെ സാലേ. They've been denied a chance to develop any rhythm in the passing department. സാലേ ചുപ്. Maldini. സൂപ്പർ. And Son Heung-min. Now it's Bellingham. എടാ അത് പാസ് ഇടാ, ബെല്ലിംഗമേ വൺ ടച്ച് പാസ് ഒക്കെ നിനക്ക് തന്നിട്ടുള്ളതല്ലേ? It looked as though that might lead to ഇങ്ങനെ something quite പിള്ളേരെ പോലെ promising, but കളിക്കണ it ഇടയ്ക്ക്. turned out that was not the case. എടാ ഈ ഡിഫൻസ് എന്ത് ചുണ്ണാം ഡിഫൻസിസ്റ്റാ. Mateus. മനുഷ്യന്മാർക്ക് ഒരു ഗോൾ അടിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഇപ്പോൾ. Shifted upfield. Son Heung has a shot. Come on! Oh, that was wicked, a truly wicked effort. Actually looks pretty annoyed with himself there. He's usually better than that. ഡബിൾ ടച്ച് പോകുമ്പോൾ അടിക്കണമായിരുന്നു. കുറച്ചും കൂടി പക്ഷെ Fires from distance. ഫേക്ക് ഇട്ടതാണെന്ന് അറിയില്ല. And a goal here just before half time could mean a great deal. ഗുഡ് ബ്രോ കാശ്മീരോ ബ്രോ. Bellingham. That is also good bro, Casemiro bro. Oh, what That will be a good goal bro. Massive goal! Well, players of his stature just live for moments like that. Another really important contribution as we near half-time, and it can make such an impact on each mindset. just so calm under pressure, and he managed to fashion a fine finish. Well, at one stage he was being body checked, Peter, and then the next minute it's in the back of the net. That's wonderful striking. So the first moment of real significance. Hey, Look, he's the one everyone pass. expects to put the ball in the net. That's That's what he's paid to Mbappe. do. ബാബിനെ കൊണ്ട് പാസ് ഇടാൻ നോക്കി പക്ഷെ എന്നെ പറഞ്ഞാൽ മതിയല്ലേ. Oh, good read. That's great positioning. So good from him. Moved on forwards. The final seconds. ടൈമിങ്ങിന് പാസ് എടുക്കും. Oh, പോരാ. nice interception. Rodri. And the whistle goes for half-time. So there we are, half-time. Both teams head into their respective dressing room, and while there was a genuine flow about the game, most importantly there has been just one telling moment. It is still very tight here. The game still up for grabs, and the half-time score 1-0. Some first-half thoughts? Yes, they're behind, but it's a reversible situation. As long as better defensive focus can avoid a second goal on the counter, they know they have the wherewithal to come up with what they need. The Netherlands go in at half-time with a slender one-goal lead. So we're just settling back into this second half. The Netherlands carrying a one-goal lead. വിളിച്ചടിപ്പിക്കട്ടാ Here's Son Heung-min. Mbappe. And Mateus. Well seen. Saw that coming. That was പ്ലീസ് well മുത്ത ഒരു played. ബ്ലിറ്റ്സ്. Well എടാ stopped. ഈ ചെക്കൻ പ്രഷർ Madrid are looking to play on the counter here, aren't ഒന്ന് they? പ്രഷർ ചെയ്യണ്ടപ്പോഴേക്കും പിന്നെ എങ്ങനെയാണ് ബ്ലിറ്റ്സ് പോയിട്ട് Mbappe! തേങ്ങ അടിക്കാൻ പറ്റുന്നത്. കയ്യൊക്കെ ഒടിഞ്ഞു തുടങ്ങി. സിക്സ് അവേഴ്സ് സ്ട്രീം 6 hours They've got ആയിരുന്നുണ്ടല്ലോ. a healthy number of very tall targets to pick out from this corner. Being long 6 hours bro. He's missed, but not by that far. Rodri Come certainly on, Peter could have Cech. and should have made more of that. And
The attendance Just for this about up match to the Come hour on, now. Casemiro, bro. Good pass needed. Son Heung-min. Son Heung-min, come on. Need a good dribble. That's the throw. Lionel Messi. The message is Come clear. on. None shall pass. Bellingham. Belling goal, come on. And he That looked should be a every goal. bit the assured keeper there. Really Oh. looked sharp there, didn't he? That's very well played. TKs are saving Corner number 2 like then. Superman. The Oh. Netherlands with another corner. How many minutes? 65 minutes. No problem. Corner number 3 coming up. എൻ്റെ ആണോ substitutions taking അല്ല place. എൻ്റെ തന്നെയല്ലേ Come on, Maldini, I need a goal from Yukinic. That's a bad And head. kicked out by the most elastic of saves. Kimmich Just actually nice. didn't do an awful lot wrong, to be honest. Mbappe nice pass. Messi bad run. Throw in. That will be a pass to Kena. Schneider. He's had it taken off him. That's been cut out. Well played. Son Heung-min. Fake shot. Excellent Fake challenge shot. there. Uncompromising. Fake shot needed, bro. Fake shot. And the flag has stayed Eda. down. Fake Son shot Heung-min ഇട്ടിട്ട് എവിടെ with a കാണി പോയത് beautifully timed run. വയ്യാണ്ട് അതിൻ്റെ ഒപ്പം അത് പോയിരിക്കാൻ പോയിണ്ടാവും സ്റ്റാമിനൊക്കെ പോയി പറഞ്ഞിട്ട് That's put കാര്യമില്ല into a promising move. എടാ Skillfully cut മെസ്സി out. So പാസ് at ease എങ്ങനെ on the വന്ന ball. അവിടേക്ക് They may end up with some regret Gaya. with this tactic, Go but on. you have to admire their commitment to go. He's had a hit. It's there. ഗയാ ഗയാ Right back ഗയാ in it. Almost no time remaining. അറിയായിരുന്നു Game still on. ഏത് ക്രൈഫാണോ അവരുടെ And എത്ര that സ്പീഡിൽ really ഓടിയത് is so എൻ്റെ പൊന്നു impressive. മോനെ Well, from the moment he got involved, he 90 looked as if he'd speed, go all രണ്ട് the way. CB ഉണ്ട്. Terrific. ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ചില നേരത്തെ ഇതൊക്കെ എടുത്ത് എറിയാൻ തോന്നുന്നത് എന്ത് കാര്യത്തിന് പിന്നെ എന്തിനാ മുത്ത ഞാൻ ഇതൊക്കെ കൊണ്ടുവച്ചിരിക്കണം ഇത്ര സ്പീഡ് CB-നെ കിട്ടു വെച്ചിട്ട് അവന് പിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് Number 18, Messi. ചില നേരത്തെ Should make a നമ്മള് change for the first time in the game here. Number 25. കോസ്റ്റക്കോട്ടൊക്കെ റാഞ്ചാണ് ബോൾ വന്നിട്ട് Well, the big question ഏയ് there ഉണ്ട് was അവിടെ പോയി whether they നിൽക്കുന്നുണ്ട് could keep കേട്ടോ the energy അത് levels കണ്ടില്ലേ up and പക്ഷെ grab a winner. ഇത്ര പെട്ടെന്ന് അവിടെ പോയി നിൽക്കുന്നു വിചാരിച്ചില്ല Coming on the field, number 19. Oh, he's bustling. It's Son Heung-min. എങ്ങനെ ഇതിപ്പോ മനസ്സിലായി എന്തിനുള്ളതാണെന്ന് മനസ്സിലായി ലാസ്റ്റ് 2 ഗോള് And that മൂക്കിലടിച്ച് may ജയിക്കും just do it. That is lovely. Finished with amazing expertise. എടാ Oh, ഒരു that's a പാസ് measured ഇടാൻ delight. The പറ്റുന്നില്ല quality applied ലാസ്റ്റ് was ആയപ്പോ immaculate. മര്യാദക്ക് കളിച്ചിരുന്നത് Madrid complete their comeback, and now they only need to hold out for a കണ്ണെടുക്കാനും few minutes. പറ്റിയില്ല ലാസ്റ്റ് ആയപ്പോ Well, the last moments now, Peter, are going to be There will very be 5 frantic. minutes There's still added time time. for a twist. Kane put it away. എടാ അത് നോക്കടാ നമ്മളൊക്കെ സേവ് ചെയ്യാം Mateus, ഓപ്പൺ ചാൻസ് Darwin Open gets chance on the end of അടിച്ചടിയുണ്ടല്ലേ? things as a matter of habit. സ്പീഡ് കണ്ടില്ല And അടിച്ചതിന്റെ here's Gullit.
നിന്റെ ഒരു ഉള്ളത്. Oh, super ball. Come on! It's a goal. 9 minutes and we're all square again. The lightness of step, the sharpness of movement, the certainty of finish. ഡ്രോയിങ്ങിലാക്കിയല്ലോ, വളരെ സന്തോഷം. And there goes the final whistle. വളരെ Good watch, more than a good watch actually, certainly from a sporting perspective. It lacks a winner of course, but the crowd largely satisfied. Casemiro picking up the man of the match award, and no surprise there. Traffic to be heavy after the final whistle How do today. you look back on the game then, Jim? Well, a decent draw, Peter, with a good mix of action and plenty of talking points, and it ended with the right result, in my opinion. Well, that's it for tonight's match, so it just remains for me to thank Jim Beglin alongside me, and to wish you all a very good evening. ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. ഒരു കളി കൂടി കളിക്കല്ലേ? സപ്പോർട്ട് ഇക്കളിൽ വിശ്വാസത്തിനിടാം. Well, there's no doubt that this is a game which holds a special place in the minds of the footballing folk in this part of the world. Expectations rising, evidently the crowd hoping to be treated to a special contest. It is the perfect backdrop for the players to walk out to. And nobody in this atmosphere can hide from the truth about how much this game matters. The scene overflows. There's the shot! Damn. Oh, the ball's run loose here. That is a good save, bro. That's a bad pass, bro. Well, quality clearly deserted him at the crucial moment. Clearly is miffed having made the run and not get picked out. Come on, Messi. That was good pressure, just hounded him off it. Good pass. Kvaratskhelia.
Vitinha. Alessandro Costa Curta. He doesn't have what you'd call a classic centre-back's physique, does he? No, but his game Come is on. never really about athleticism, Bad pass. power, and the physical stuff. He never has to let it be. It's interesting because he's still become considered one of the greatest defenders of his time. What's that? Well, it's characteristics like leadership, his class, his tenacity. He's nigh on perfect reading of the game and all done with immaculate discipline. And he's got his range wrong there. Kimmich. ലാഗ് Kvaratskhelia. And into the grateful arms of the keeper. It's the sort of situation that they'll want to capitalise on now. Messi. The Netherlands so far providing no real That test should at be a all to the normal goalkeeper. pass instead of through pass. Come on, Mr. ഇതെന്താടാ That's what you call inspired goalkeeping. Owen actually didn't do an awful lot wrong, to be honest. Celtic with the corner, there first. Keeper's That's a done good with that. pairing, bro. Very nicely done. And that interception block. was most necessary. That was well played, well stopped. It's their second corner of the game. The Netherlands are looking to go forward now. Oh, that's fabulous. Come on, Messi. Come on, Messi. Great defending, strong Bad. and determined. Wan-Bissaka defending his corner stubbornly, stood up very well to his man. Come on, Suresh. Now it's Hullet. Double touch. ഇവിടെ Oh, good read. He read that That's really okay, well and stopped it. And That's here's second. Ribery. അതും പോയി. Yamal looks a cracking. Bro. Denied by an instinctive save. Really anticipated that well, well, didn't he? Corner number 3 coming up. Nice തുമ്മൽ. He rises. Oh, that was a brilliant save. I think he's done great there, both reading it and dealing with it. Ball is over the line. Bad pass. And that is as far as they're going to go. There will be one എടാ ഡബിൾ ടച്ച് ഒന്നും ഒരെണ്ണത്തിന്റെയും വർക്ക് ആവണില്ലല്ലേ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ വർക്ക് ആവണെങ്കിൽ കുഴപ്പമില്ല. The first 45 minutes are up. But it has been a half largely of could-haves and should-haves. Perhaps the more impatient amongst the supporters will feel they're overdue a goal, but it's certainly not for the want of trying, so nothing to show as yet. At the break, it's 0-0. So your views on the first half? It's been a pretty abject performance. No efforts at goal. I'm struggling to remember it. Chance! And that is doing no harm at all. Well, that's why we all say indecision is fatal. Vitinha cuts a frustrating Park- figure right now. He just Parkkanade cannot get Tanya away. They're just trying to negate his influence, and it looks like Tanya Ward, whatever yeah. it takes. എന്റെ യമ്മിനിയമ്മല്ലേ Celtic look happy to sit back for the moment here. Yeah, everything they're doing screams counter-attack, but it's a long counter-attack. When they win it back, they're not wasting any time. They're just trying to get the runners away as quickly as possible. There's some great running on show here, but ultimately there was no way through. നോ
idea, bro. Well, the defence just about came out on top, but they were certainly tested. Oh, that's a key interception. Vitinha. That tackle was certainly sturdy. The Netherlands needed that. Yeah, they showed the vulnerability until the move was stifled. That'll have stirred a little concern. Messi, Nesta, promptly onto that, and that is that. And it's Messi. എടാ ഒരു നല്ല പാസ് അവിടെ കൊടുത്തിരുന്നു എൻ്റെ മെസ്സിയെ. Messi. ഇവർ ഗോളല്ലേ? Now it's Owen. And the assistant referee rightly gives him offside. അത് നല്ല പാസ്സായിരുന്നു. ഷുവർ ഗോളായിരുന്നത്. ഞാൻ വേറൊരു കാര്യം കാണിച്ചിട്ടെ. വേറെ ഐഡിയ കാണിക്കാമോ? വർക്കാവോന്നൊന്നും എനിക്കറിയില്ല. എടാ ഡിസ്ട്രോയർ ആരാ? നെക്സ്റ്റ് എനിക്കറിയില്ല. വർക്കായ രക്ഷപ്പെട്ടു. അതായത് CF 1 CF ആണ്. അതും കൂടി ആലോചിക്കണം നിങ്ങൾ. And still we await the first breakthrough. Now it's Bale. Vitinha. Kvaratskhelia providing an outlet on that flank. Thank you, bro. Maldini is there and he Thank can you, get bro. that clear. Celtic showing a good level of intensity at this stage. They're calling on all their resources now. Vitinha. Decent hit! എത്ര ഷോട്ടാണ് And kept out by the most എങ്ങനെ elastic of ഡിഫൻസ് plays. പൊട്ടും? That's very, very good. You can't ask ഡിഫൻസ് for much more ഭയങ്കരമായിട്ട് than പൊട്ടി that. പൊട്ടി പോകുന്നു. സ്പേസ് ഡിഫൻസിന്. There's the clearance. എടാ ലാഗ് വരുന്നുണ്ടോ? And now a sudden Come on, chance to bro. counter. Bale. Come on. Well, both sides might have to settle for a draw here, although there's still a chance for one last fling. Hey, Chomini, come on. There's the You hit! can't. എടാ ഇതെങ്ങനെയാടാ ലാഗ് വരുന്നേ? Well, that wasn't too dissimilar to the previous attempt. This is proving to be a very good spell. The intensity is great, but they've got to make it count. ചാതി ലാഗ് വരുന്നേ. Well, they've got to get everyone forward, and maybe even the keeper. ഭയങ്കര ലാഗടാ. Come on. Tries a shot! എടാ Oh, he's really ഡിഫൻസിലെ ഗോൾ ലൈൻ സേവ്. Kvaratskhelia. That's been intercepted. Celtic have really been terrific at snuffing out the threat. That's that, the end. Frustration, exasperation, vexation, certainly from എന്താണ് an attacking സേവനല്ലേ? perspective. എടാ Neither ലൈവ് side നിർത്താൻ able to പോണേ. make an impression നാളെ വരാം. despite all the huff and puff. പൂർവാധിക ശക്തിയോട് കൂടി വരാം. reflections ലാസ്റ്റ് there, Jim. Just a The quick Netherlands reminder. Net certainly had എങ്ങനെയൊക്കെയോ some good break moments, ആയി. Peter. എടാ നാളെ വരാടാ. എല്ലാവർക്കും ബൈ. എന്തത്? സ്പീഡ് കുറച്ച് കുറഞ്ഞുണ്ടാവല്ലോ. എടാ അപ്പം എല്ലാവർക്കും ബൈ.
ലൈവ് 6 മണിക്കൂർ കുറയും. ഓക്കെ, നാളെ വരാം. ഓക്കെ, ബൈ ബൈ ബൈ. നാളെ സെറ്റ് ചെയ്തിട്ട് വരാം കറക്റ്റായിട്ട്. നിർത്താണേ.